Good evening all to Riju PSK Classes NEET question paper discussion. നമ്മുടെ NEET എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ 5-ാം തീയതി ആയി കഴിഞ്ഞു. ഇനി ഒരു കൗണ്ട് ഡൗൺ വെറും 10-11 ദിവസങ്ങൾക്കുള്ളിൽ ജൂലൈ 17th വരെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ പ്രിപ്പയർഡ് ആണ്. എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്തുകൊണ്ട് ബയോളജിയിൽ 360 ഔട്ട് ഓഫ് 360 വാങ്ങാനുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. അപ്പോൾ തുടങ്ങിയാലോ? യെസ്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in simple stirred tank type of bioreactors, stirrer is responsible for uniform availability of oxygen, increase in the pH, decrease in temperature, extraction of the product. നമ്മൾ ബയോടെക്നോളജിയിൽ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗിലെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബയോ റിയാക്ടർ അല്ലെങ്കിൽ ഫെർമെൻറ്റർ ആണ്. ദർ ആർ മെനി ടൈപ്സ് ഓഫ് ബയോ റിയാക്ടർ. അതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള 2 ടൈപ്പാണ് സ്പാർജഡും സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറും. ഈ സ്റ്റിറിങ് ഇസ് ആക്ച്വലി മിക്സിംഗ് ആണ്. എയറേഷൻ ഇൻക്രീസ് ചെയ്യാനാണ്, ഓക്സിജൻ അവൈലബിലിറ്റി കൂട്ടാനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്റ്റിന്റെ ഈൽഡും നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഇതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഏതായിരിക്കും? യൂണിഫോം അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ, isn't it? So which is the right option? Option 1. Okay, yes. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെലക്ട് ദ കറക്റ്റ് പെയർ. റോഡോസ്പൈറലം എയ്റോബിക് നൈട്രജൻ ഫിക്സിംഗ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ അല്ലല്ലോ. ഫ്രാങ്കിയ, നമുക്ക് നോക്കിക്കേ, ഫ്രാങ്കിയ ഒരു ആക്ടിനോമൈസെറ്റ് ആണ്. അൽനസ് ഒരു നോൺ ലെഗ്യൂമിനസ് പ്ലാന്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ബേജർനിക്ക അനറോബിക് നൈട്രജൻ ഫിക്സേഷൻ അല്ല. നോസ്റ്റോക്ക് ലീവ്സ് ഓഫ് അസോള ഫേൺ. നോസ്റ്റോക്ക് ഇസ് എ സൈനോ ബാക്ടീരിയ ദാറ്റ് കൻ ഏബിൾ ടു ഫിക്സ് നൈട്രജൻ. സോ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ 2 ആണ്, ഫ്രാങ്കിയ ആൻഡ് അൽനസ്. അടുത്തത് ബയോലിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ. നമ്മൾ പഠിച്ചിട്ട് ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ജീൻ ട്രാൻസ്ഫർ അല്ലേ? എങ്ങനെ ഹൗ ടു മേക്ക് ദ ഹോസ്റ്റ് മോർ കോമ്പിറ്റന്റ്, എങ്ങനെ നമുക്ക് റിസീവ് ചെയ്യാം? ഒരു ഫോറിൻ DNA നമുക്ക് എങ്ങനെ റിസീവ് ചെയ്യാം? അതിൽ നമ്മൾ ഒരുപാട് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഹീറ്റ് ഷോക്ക് മെത്തേഡ്സ് ഉണ്ട്, ഡൈവാലൻ കാറ്റയോൺ ട്രീറ്റ്മെന്റ് ഇസ് ദെയർ. പക്ഷേ അത് കൂടാതെ കുറച്ച് മെത്തേഡ്സ് ആണ് ജീൻ ഗൺ ബയോലിസ്റ്റിക്സ് അല്ലേ? ഈ ബയോലിസ്റ്റിക്സ് ജീൻ ഗൺ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? അത് ആർക്കാ ചെയ്യുക? ഇത് പ്ലാന്റ്സിനാണ് ചെയ്യുക. ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾ, ടങ്സ്റ്റൺ, ഗോൾഡ്, ഇതൊക്കെ വെച്ച് നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ള മൈക്രോ പാർട്ടിക്കിൾസിന് ബോംബാർഡ് ചെയ്യാം. അങ്ങനെയാണ് നമുക്കൊരു സെല്ലിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ പറ്റുക. അതൊരു നല്ല മെത്തേഡാണ്. മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി അനിമൽ സെൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അലക് ജെഫ്രി മൈക്രോ ഇഞ്ചക്ഷൻ മെത്തേഡ് ചെയ്യുന്നു എഗ് യോക്കിൽ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, ബയോലിസ്റ്റിക്സ് ജീൻ ഗൺ ഇസ് സ്യൂട്ടബിൾ ഫോർ എന്തിനാ? ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്ലാന്റ് സെൽസ് അല്ലെ, നോട്ട് ഫോർ അനിമൽ സെൽ. അനിമൽ സെൽസിന് മൈക്രോ ഇഞ്ചക്ഷനാ, പ്ലാന്റ് സെൽസിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് എ പെയർ ഓഫ് ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് വിത്ത് ദ സെയിം ജെനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, നമ്മളത് ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ കുറച്ച് ഓപ്ഷൻസ് കണ്ടേക്കാം. M13 ബാക്ടീരിയോഫേജ്, ഇറ്റ്സ് ആക്ച്വലി എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ്. M13 ലാംഡ ഫേജ്, ബാക്ടീരിയോഫേജ് ഒക്കെ. അതിൽ ജെനറ്റിക് മെറ്റീരിയൽ സെയിം ആയിരിക്കണം. നമുക്കറിയാം വൈറസിന്റെ ജെനറ്റിക് മെറ്റീരിയൽ ഒരു പ്രത്യേകത ഉണ്ട്. ഐദർ DNA or RNA, നെവർ ബോത്ത് അല്ലേ? Based upon this we have single stranded RNA, single stranded DNA, double stranded RNA, double stranded DNA viruses. അപ്പോൾ ഇതിൽ ഏറ്റവും മാച്ച് ആയിട്ട് വരുന്ന പെയർ ഏതായിരിക്കും? നോക്കിക്കേ, ടൊബാക്കോ മൊസൈക് വൈറസ്. ടൊബാക്കോ മൊസൈക് വൈറസിന്റെ ജെനറ്റിക് മെറ്റീരിയൽ സിംഗിൾ സ്ട്രാൻഡഡ് RNA and we have viroid. What is viroid? Viroid is actually, it is smaller than virus ആണ്, devoid of protein coat but it has the genetic material. What is the genetic material? Single stranded RNA. ബാക്കിയെല്ലാം നമുക്ക് വേറെ വരണേ. അപ്പോൾ നമുക്ക് വൈറോയിഡ് പറയാം അല്ലേ? TMV ടൊബാക്കോ മൊസൈക് വൈറസും വൈറോയിഡും ആണ് ജെനറ്റിക് മെറ്റീരിയൽ സെയിം ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ 2 ഇസ് ദി റൈറ്റ് ആൻസർ. പ്രിയോൺസിന് പറ്റില്ല, കാരണം പ്രിയോൺ എന്ന് പറയുമ്പോൾ എന്താ പറയുക? അതിന് ജെനറ്റിക് മെറ്റീരിയൽ ഇല്ല, പക്ഷെ പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ദാറ്റ് കോസസ് മാഡ് കൗ ഡിസീസസ് അല്ലേ? ബോവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, മാഡ് കൗ ഡിസീസ്. പിന്നെ എന്തായിരുന്നോ മനുഷ്യനുണ്ടാവുന്നത്? CR ജേക്കബ്, ക്രുഡ്സ്വൽ ജേക്കബ് ഡിസീസ്. ഇതൊക്കെയാണ് പ്രിയോൺസിന്റെ. വൈറോഡ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. T.O. ഡൈനർ ഇൻ 1971 ഡിസ്കവേർഡ് വൈറസ് പൊട്ടറ്റോ സ്പിൻഡിൽ വൈറോയിഡ്, പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസിലാണ്. ദാറ്റ് കോസ് ഡിസീസ് ഓൺലി ടു പ്ലാന്റ്സ്. അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് ജെക്, സിമ്പിൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഓപ്ഷൻ 1 ആണ്. ഏതൊരു ബയോടെക്നോളജിക്കൽ റിസർച്ച് നമുക്ക് ചെയ്യണമെങ്കിലും ഇവരുടെ അഫിലിയേഷൻ വേണം. ഇവരുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇതാണ്, ഒരു ഫേം ആണ് ജെക്. ഓക്കെ, അടുത്തത്, Biosphere Reserves differ from national parks and wildlife sanctuaries because the former. അതായത്
ഇതിലെ മെയിൻ ആയിട്ടും ബയോസ്ഫിയർ റിസർവ്സ് മറ്റ് നാഷണൽ പാർക്സിനും സാങ്ച്വറീസിനും എന്തുകൊണ്ട് ഡിഫർ ആയിരിക്കുന്നു? അതിന്റെ റീസൺ എന്താണ്? പീപ്പിൾ ആർ ദ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി സിസ്റ്റം അല്ലെ. എക്സിറ്റു കൺസർവേഷൻ, ഇൻസിറ്റു കൺസർവേഷൻ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് നമ്പർ പറയുന്നു, 9 നാഷണൽ പാർക്സിന്റെ എണ്ണം, വൈൽഡ് ലൈഫ് സാങ്ച്വറീസിന്റെ എണ്ണം, അതൊക്കെ നമ്മൾ പഠിക്കണം. ബയോസ്ഫിയർ റിസർവ്സ് ഇന്ത്യയിൽ എത്രയുണ്ട്, അതുപോലെ ഹോട്ട്സ്പോട്ട്സ് ഇന്ത്യയിൽ എത്ര, വേൾഡിൽ എത്ര, അതൊക്കെ പഠിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ എന്തുകൊണ്ടാണ് ഇവർ ഡിഫർ ആകുന്നത്? അതിന്റെ കാരണം പീപ്പിൾ, അത് ആൾക്കാർ എവിടെയാണോ കൂടുതലുള്ളത് അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 1 ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത് ഗ്യാസ് റിലീസ്ഡ് ഡ്യൂറിംഗ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ് മീഥൈൽ ഐസോസൈനേറ്റ്. മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറഞ്ഞ ഗ്യാസ് കൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തം നമുക്ക് സംഭവിച്ചത്. എൻവയോൺമെന്റൽ ഇഷ്യൂസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണത്. ഓപ്ഷൻ 1 ഇസ് ദി റൈറ്റ് ആൻസർ. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള കാരണമായിട്ടാണ് മിസ് അറിയണതൊക്കെ കുറച്ച് വേഗത്തിൽ പറയണേ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് നാഷണൽ പാർക്ക് കൺസേർവ് ദ മൈഗ്രേറ്ററി ബേർഡ്സ് ഇൻ ഇന്ത്യ? നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏതിലെ ചാപ്റ്റർ? ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. അത് പഠിക്കുന്നു മൈഗ്രേഷനിൽ. എവറി ഇയർ thousands ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് ഫ്രം സൈബീരിയ ദാറ്റ് വിസിറ്റ്സ് ദ നാഷണൽ പാർക്ക് കിയാലുഡോ നാഷണൽ പാർക്ക്, ഭരത്പൂർ, രാജസ്ഥാൻ അല്ലേ. അത് വിസിറ്റ് ചെയ്യുന്നു, അത് കഴിയുമ്പോൾ അവർ പോകുന്നു. അപ്പോൾ നോക്കിക്കേ, കിയാലുഡോ നാഷണൽ പാർക്ക് ഉണ്ടോ? യെസ്, ഇറ്റ് ഇസ് ദേർ. കണ്ടോ, ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. മോൺട്രിയൽ പ്രോട്ടോകോൾ നമ്മുടെ എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ വരുന്ന ഒരു ഇതാണ്. അത് എപ്പോഴും നമുക്കറിയാം റിഡക്ഷൻ ഓഫ് ദി ഓസോൺ ഡെപ്ലീഷൻ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ. ആ ചാപ്റ്ററിൽ നിങ്ങൾ എല്ലാ ആക്റ്റും, വാട്ടർ ആക്ട്, പൊല്യൂഷൻ ആക്ട്, എയർ, അങ്ങനത്തെ ഒരുപാട് ഇയേഴ്സ് പറയുന്നുണ്ട്. 1971, 74 അതൊക്കെ പഠിക്കണം. പിന്നെ നമ്മുടെ മറ്റേത് ലാസ്റ്റത്തെ ബിഷ്ണോയി പ്രൊജക്റ്റ്, അതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അതെല്ലാം പഠിക്കണം. മോൺട്രിയൽ പ്രോട്ടോകോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ ഡെപ്ലീഷനെ കുറിച്ചിട്ടാണ് അത് പറയുന്നത്, റിഡക്ഷൻ. ഓപ്ഷൻ 4. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ്? ഇത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്കൊന്ന് പഠിക്കാം. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിക്കേ, അതായത് ഈ മേജർലി നമുക്ക് 2 കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഒന്ന്, 2 ഗ്രാഫാണ്. 2 ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട് ഗ്രോത്ത് കർവില്. ഏതാണ്? ഒന്ന് ലോജിസ്റ്റിക്സ് കർവും, അടുത്തത് നമ്മുടെ എക്സ്പൊണൻഷ്യൽ കർവും. വെർലസ്റ്റ് പേൾ ലോജിസ്റ്റിക്സ് ഗ്രോത്ത് കർവാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നിങ്ങൾ നോക്കിക്കേ, ഇതിൽ 2 കർവ് കാണാം, ഏരിയ വേഴ്സസ് സ്പീഷീസ്. എപ്പോഴും ക്യാരിയിങ് കപ്പാസിറ്റിക്ക് ബിയോണ്ട് ആവുന്നത് ആർക്കാ? ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ? റിസോഴ്സസ് അൺലിമിറ്റഡ് ആണ് എങ്കിൽ അതെപ്പോഴും ഒരു എക്സ്പൊണൻഷ്യൽ കർവ് ആയിരിക്കും, ജെ ഷേപ്പ് ആയിരിക്കും ആ ഗ്രാഫിന് ഉണ്ടാവാം. ഓക്കെ, അതാണ് നമ്മളുടെ ഇത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ ഇക്വേഷൻ ആണ് ഇതിൽ പറയുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പഴയ ക്വസ്റ്റ്യൻ ഓർമ്മ വരും. അത് നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലെ 2 ഗ്രാഫാണ്. ഇത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ ഇക്വേഷൻസ് ആണ്. ഇതിൽ പറയുന്നുണ്ട് log s is equal to log c plus z log a. ഇതിൽ എന്താ ഓരോന്ന് ചോദിക്കണേ? എന്താണ്? S സ്പീഷീസ് റിച്ച്നെസ് ആണ് അല്ലേ, C y ഇന്റർസെപ്റ്റ് ആണ്, Z റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്, A ഏരിയ ആണ്. അപ്പോൾ ഇതിൽ ഏതാ വരിക? ഓപ്ഷൻ 2 ആണ് വരിക. ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മറ്റേത് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. 2ഉം നമുക്ക് ചോദിക്കാറുണ്ട് എപ്പോഴും. 2 ക്വസ്റ്റ്യനും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻ ഇസ് കറക്റ്റ് റിഗാർഡിംഗ് GPP ആൻഡ് NPP ഓഫ് ദൻ ഇക്കോസിസ്റ്റം? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അതിലെപ്പോഴും നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? GPP മൈനസ് റെസ്പിറേഷൻ ലോസ് ആണ്, -R. അപ്പം -R എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൽ കാണാനില്ല, പേടിക്കേണ്ട. ഏതാണ്? പ്ലാൻ റെസ്പിറേഷൻ ഇസ് ദെയർ. സോ NPP is equal to GPP minus R, അല്ലെങ്കിൽ NPP plus R is equal to GPP. അങ്ങനെ നമുക്ക് ചോദിക്കാം കോട്ടെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആട്ടോ കണക്ട് ചെയ്ത് പറഞ്ഞത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻസ് കറക്റ്റ്ലി റെപ്രസെന്റ്സ് ദ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവ്? 2 കർവ് ഉണ്ട്, ഒന്ന് ലോജിസ്റ്റിക്സാ, ഒന്ന് എക്സ്പൊണൻഷ്യലാ. ലോജിസ്റ്റിക്സിന്റെ dn/dt is equal to Rn k minus n/k ആണ്. അടുത്തത് ഇത് പറയാന്ന് വെച്ചാൽ dn/dt is equal to Rn. R is equal to നാച്ചുറൽ ഇൻക്രീസ് ആണ്, ബെർത്ത് മൈനസ് ഡെത്ത് ആണ്. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം. പിന്നെ NT0 e⁻RT ആ ഇക്വേഷൻ വരും. 2-3 തരത്തിൽ ചോദിക്കാം, നോക്കിയിട്ട് ചെയ്യുക. ഇത് ഓപ്ഷൻ D ആണ് നമ്മുടെ റൈറ്റ് ആൻസർ, Rn. ഓക്കെ, Rn. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് റെഫർ ദ ഗിവൺ ഫുഡ് വെബ്. സാധാരണ ഫുഡ് ചെയിൻ ആണ് ചോദിക്കാറ്, ഫുഡ് വെബ് കുറച്ച് കോംപ്ലക്സ് ആണ്. അത് നമുക്ക് നോക്കാം. ഫിഷ് റോച്ച്,
പൈക്ക്, ഫ്രോഗ്, പെർച്ച്, വാട്ടർ ബീറ്റിൽ, ടാഡ്പോൾ, അക്വാട്ടിക് പ്ലാന്റ്, ഇൻസെക്ട് ലാർവ, സ്മോൾ ക്രസ്റ്റേഷ്യൻ. What will be the consequences of decreases in the population of water beetle on food chain? ഇതിലെ വാട്ടർ ബീറ്റിൽ എവിടെ കിടക്കണേ നോക്കൂതോ. ഈ വാട്ടർ ബീറ്റിലിന്റെ എണ്ണം കുറഞ്ഞാൽ ഫുഡ് ചെയിന് എന്താണ് സംഭവിക്കുന്നത്? നോക്കാം. പോപ്പുലേഷൻ ഓഫ് ടാഡ്പോൾ വിൽ ഡിക്രീസ്. അതിനുള്ള ചാൻസ് ഇല്ല. പോപ്പുലേഷൻ ഓഫ് പെർച്ച് വിൽ ഡിക്രീസ്, ഇൻക്രീസ്. പോപ്പുലേഷൻ ഓഫ് ഫിഷ് റോച്ച് കുറയോ? ഇല്ല. There will be no effect to the population of pike. ഈ വാട്ടർ ബീറ്റിലിന്റെ എണ്ണം കുറഞ്ഞത് കൊണ്ട് പൈക്കിന്റെ പോപ്പുലേഷനിൽ ഒരു കൂടുതലുണ്ടാവില്ല, കുറവുണ്ടാവില്ല. കാരണം അത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. ബാക്കിയെല്ലാം ഡിപ്പെൻഡഡ് ആണ്. നോക്കൂ, വാട്ടർ ബീറ്റിൽ കണക്റ്റഡ് ആണ്, പെർച്ച് ഉണ്ട്, അതുപോലെ ക്രസ്റ്റേഷ്യൻസ് ഉണ്ട്. ക്രസ്റ്റേഷ്യൻസ് അക്വാട്ടിക് പ്ലാന്റ്സ് കണക്റ്റഡ് ആണ്, ഇൻസെക്ട് ലാർവയാണ്. പക്ഷേ പൈക്ക് ഡിഫറെൻ്റ് ആണ്. സോ പൈക്കിന്റെ പോപ്പുലേഷനിൽ ഇവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഉണ്ടാവില്ല. കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് ചോദിക്കാറുണ്ടായിരുന്നു ഫുഡ് വെബ്. ഇത് കുറച്ച് സിമ്പിളാണ്. അടുത്തത്, പ്രൊഡക്ടിവിറ്റി ഈസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബയോമാസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ നമുക്ക് തെറ്റും. രണ്ട് രീതിയിലാണ് ചോദിക്കുക. ഒന്ന് ഗ്രാം പെർ ഇയറും, അടുത്തത് കിലോ കലോറി മീറ്റർ സ്ക്വയർ പെർ ഇയറിലും. ഓക്കെ, രണ്ട് ഓപ്ഷനും നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ 2 and 4 രണ്ടും ഇവിടെ ശരിയായിട്ട് വരും. അപ്പോൾ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. Which of the following ecosystem type has the highest annual net primary productivity? ഇത് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ഗ്രാഫ് വരച്ചിട്ട് ഏറ്റവും കൂടുതൽ ആനുവൽ പ്രൊഡക്ടിവിറ്റി എവിടെ ഉണ്ടാവും ചോദിച്ചാൽ നമുക്ക് ഒരു ഉത്തരം പറയാനുള്ളത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ്. ഓക്കെ, നമ്മൾ ആ ബയോംസ് പഠിക്കുകയാണെങ്കിലും there are 2 factors that influences the biome distribution. One is the എന്താണ് മീൻ ആനുവൽ പ്രസിപ്പിറ്റേഷനും മീൻ ആനുവൽ ടെമ്പറേച്ചറും. അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡിലെ ബയോംസിലെ ഏറ്റവും നല്ലത്, മോസ്റ്റ് ഡൈവേഴ്സിറ്റി കൂടുതലുള്ളത് ഏതാ? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. അവിടെ പ്രൊഡക്ടിവിറ്റിയും കൂടുതലാണ്. അപ്പോൾ ഇതിൽ എവിടെ വരണത് കണ്ട? 3, ഓപ്ഷൻ 3 ആണ് വരുന്നുണ്ടാവുക. ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ സ്റ്റേജസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം. ഇപ്പോഴാണ് ഒരു കറക്റ്റ് സുവോളജി ക്വസ്റ്റ്യൻ വന്നത് അല്ലേ? നോക്കൂ, ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയത്തിന്റെ ഇത് പറയുമ്പോൾ നമ്മൾ അസെക്ഷൽ സ്റ്റേജും ഉണ്ട്, സെക്ഷൽ സ്റ്റേജും പറയാറുണ്ട് അല്ലേ? Asexual stage takes place in the mosquito ആണോ? No, man ആണ്. Sexual stage ആണ് ഇവിടെ മോസ്കിറ്റോയില്. Which is the infective stage of this plasmodium? We call it as sporocyte. അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കണേ നോക്കിയാലോ നമുക്ക്. ദേ നോക്കിക്കേ, സ്പോറോസൈറ്റ് ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആണ്. അത് ഹ്യൂമൻ ബ്ലഡിൽ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോകുന്നത് ഫസ്റ്റ് ടാർഗറ്റ് ഓർഗൻ ലിവർ ആണ്. ലിവറിൽ വെച്ചിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെ? asexually മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് നേരെ ഇവിടെ പോവും, എന്താ ചെയ്യാം, RBCയിൽ പോവും. അങ്ങനെ RBCയിൽ എത്തുട്ടാം. RBCയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RBCയിൽ മൾട്ടിപ്ലൈ ചെയ്യും asexually. മൾട്ടിപ്പിൾ ഫിഷനാണ് മെത്തേഡ്. ദെൻ RBC റപ്ചർ ചെയ്യും. റപ്ചർ ചെയ്യുന്ന സമയത്ത് there is a release of a toxic chemical substance, we call it as hemozoin. That time the patient expressing chills with fever. ഓക്കെ, അപ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക. പിന്നെ ഗാമറ്റോസൈറ്റ്സ് എവിടെ ഡെവലപ്പ് ചെയ്തോ? RBCയിൽ. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവുക? മോസ്കിറ്റോ ബ്ലഡ് മീലിൽ കൂടെ ഗാമറ്റോസൈറ്റ്സ് എടുക്കുന്ന സമയത്ത് ഗട്ടിൽ വെച്ച് ഫെർട്ടിലൈസ് ചെയ്യും. ഈ ഊക്കിനേറ്റ് എന്ന് പറഞ്ഞ വേർഡ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ട് പോലും ഇല്ല, പക്ഷെ അതിൽ പറയുന്നുണ്ട് ഈ മോസ്കിറ്റോന്റെ ഗട്ടിൽ വെച്ച് ഫെർട്ടിലൈസ് ചെയ്തുണ്ടാകുന്ന പ്രോഡക്റ്റ് സൈഗോട്ടിന് മോട്ടിലിറ്റി ഉണ്ടായിരുന്നില്ല. അതിനൊരു കോൺ ഓഫ് റിസെപ്ഷൻ വരും, അതാണ് ഊക്കിനേറ്റ്. ദാറ്റ് ബിക്കം oocystae മാറും. That will be present in the salivary gland of mosquito. When this mosquito bites in another healthy person, the salivary gland rupture and releasing the sporozoids. Okay, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഊക്കിനേറ്റ് ഉണ്ടാവുന്നത് എവിടെയാണ് നോക്കും? മോസ്കിറ്റോന്റെ സ്റ്റൊമക്കിലാണ്. യെസ്, ഗട്ട് എന്നാണ് പറയുക, കറക്റ്റ്. പിന്നെ സ്പോറോസോയിഡ്സ് സലൈവറി ഗ്ലാൻഡിലുണ്ടാവും. അപ്പോൾ അതങ്ങനെ കേട്ടാം. നമുക്ക് അടുത്ത് നോക്കാം. ഈ ഓപ്ഷൻ ശരിയാണ്. ലിവർ ഗാമറ്റോസൈറ്റ്സ് സ്പോറോസോയിഡ്സ് സലൈവറി ഗ്ലാൻഡിൽ, ഊക്കിനേറ്റ് അങ്ങനെയല്ല, ഈ ഓർഡർ തെറ്റാം. സ്പോറോസോയിഡ്സ് ലിവർ ഊക്കിനേറ്റ്. അപ്പോൾ ഇതിൽ ഏതാ ഓപ്ഷൻ വരിക? കറക്റ്റ് ഓപ്ഷൻ വരിക 1 ആണ് വരിക അല്ലേ? ഇതാണ് ആദ്യത്തെ ഓപ്ഷനാണ് വരിക. കറക്റ്റ് ലൈഫ് സൈക്കിൾ വായിച്ചു നോക്കണം നന്നായിട്ട്, നല്ലത് കിട്ടുള്ളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ബാരിയേഴ്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഏത് ബാരിയറാണ് തെറ്റുന്നത്? നമുക്ക് ആദ്യം തന്നെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ 4 ബാരിയർ പറയാം. ഏതായിരുന്നു? ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സെല്ലുലാർ ആൻഡ് സൈറ്റോകൈൻ ബാരിയർ. ഫിസിക്കലിൽ നമ്മൾ സ്കിന്നും മ്യൂക്കസും പഠിച്ചു. ഫിസിയോളജിക്കലാണെങ്കിൽ സെക്രീഷൻസ് ആണ്, ആസിഡ്സ് ഇൻ സ്റ്റൊമക്, HCl, അതുപോലെ നമ്മുടെ സലൈവയിലുള്ള ലൈസോസൈം, അതൊക്കെയാണ് പറയുക. ഫിസിയോളജിക്കൽ സൊല്യൂഷൻസ് മോസ്റ്റ്ലി ഹാവിങ് ദ pH. പിന്നെ സെല്ലുലാർ ബാരിയർ പറയുമ്പോൾ ദോസ് ഹാവിങ് ഫാഗോസൈറ്റിക് പ്രോപ്പർട്ടി, മാക്രോഫേജ്, NK സെൽ, സെല്ലുലാർ. പിന്നെ എന്തുവാ? ന്യൂട്രോഫിൽസ്, മോണോസൈറ്റ്,
PMNL പോളിമോർഫോന്യൂക്ലിയോ അതൊക്കെ കുറേ ഉണ്ട് കേട്ടോ, അതുണ്ട്. പിന്നെ സൈറ്റോകാൻ ബാരിയറിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇന്റർഫെറോൺസ് ആണ്. വൈറസിന്റെ റെസ്പോൺസ് ടു വൈറൽ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റർഫെറോൺസ് ദേ ക്യാൻ പ്രിവെന്റ് ദ ഫർദർ വൈറൽ ഇൻഫെക്ഷൻ, സോ വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ട്രീറ്റ്മെന്റ് ഫോർ ഏത് ക്യാൻസർ, ഇമ്മ്യൂണോ തെറാപ്പി. ഇവരെന്താ ചോദിച്ചേക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ, ഇതിൽ ഏതാണ് തെറ്റുന്ന്? ദേ നോക്കിക്കണേ, സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കേ, ല്യൂക്കോസൈറ്റ്സ്, മാക്രോഫേജ്, NK cells. What is NK cell? Natural killer cells. They are physiological barrier. No, they are cellular barrier. So option 2 is the right answer. Okay, അപ്പം നമുക്കിത് നോക്കാം. Study the following which shows different organism with a taxonomic category. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വരുന്നത്, നമുക്ക് നോക്കാം. ഇതിൽ മാനിൻ്റെ ഇത് ഏത് ഫൈലം ഏതാ? മാനിൻ്റെ ഫൈലം കോഡേറ്റയാണ്, കണ്ട കോഡേറ്റ. ഹൗസ് ഫ്ലൈൻ്റെ ക്ലാസ് ഏതാണ്? ഇൻസെക്റ്റ് അല്ലേ, ക്ലാസ് ഇൻസെക്റ്റ്. മാംഗോൻ്റെ ഫാമിലി അനക്കാർഡിയേഷ്യ, അതേന അനക്കാർഡിയേഷ്യ. വീറ്റിൻ്റെ ഓർഡർ ആണോ ചോദിച്ചേക്കണേ? അല്ല, ക്ലാസ് ആണ്, മോണോകോട്ടിലോണേ. അപ്പോൾ ഏതാ ഓപ്ഷൻ വരിക? 1 ആണ്. നമ്മുടെ ലിവിങ് വേർഡത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ടാക്സോണമിക് കാറ്റഗറീസിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് സയന്റിഫിക് നെയിം എങ്ങനെ കറക്റ്റ് ചെയ്തു റെപ്രസെൻറ്റേഷൻ ചോദിക്കണ ക്വസ്റ്റ്യനും വരാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മുടെ മോയിറ്റ് ആണ്, MOET, മോയിറ്റ്. ഗിവൺ ബിലോ ദ ഫ്ലോ ചാർട്ട്, അതിലെ ഏതാണ് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ എന്നാണ് നമ്മളോട് ചോദിക്കണേ. ഇതിലെപ്പോഴും നമുക്ക് പറയാം, എല്ലാവർക്കും അറിയണതാണ്, കൗ ഇസ് അഡ്മിനിസ്ട്രേഡ് വിത്ത് A. What is A? It is FSH അല്ലേ. Then what happened the next stage? Follicular maturation and super ovulation ഉണ്ടാവും. 6 to 8 ആണ്. Then artificial insemination നടത്തിയിട്ട് നമ്മൾ 8 to 32 embryos transferred to the surrogate mother. ഓക്കെ, ഇതാണ് നമ്മൾ പറയുക. അപ്പോൾ ABCD അല്ലേ, 6 to 8 eggs produced per cycle. Then എന്തുണ്ടാവും? നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്തിട്ടാണ് ഫൈനലി നമ്മളിങ്ങനെ ചെയ്യുന്നത്. സോ ഇതന്നെയാണ് നമ്മൾ ചെയ്യുന്ന MOET ടെക്നിക്. കറക്റ്റ്ലി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. അടുത്തത് മാച്ച് കോളംസ്. ഇത് നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഫംഗൈ എന്ന് വരുന്ന ടോപ്പിക്കാണ് വരുന്നത്. നോക്കിക്കേ, മോറൽസ് ആൻഡ് ട്രഫിൾസ് ദർ എഡിബിൾ അസ്കോമൈസിറ്റ്സ് അല്ലേ. മോറൽസ് ആൻഡ് ട്രഫിൾസ് അതിൽ അസ്കോ കാർപ്പ് ഉണ്ട്, അസ്കോ മൈസിറ്റ് ഉണ്ട്. അസ്കോ കാർപ്പ് നമ്മുടെ ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ്, ബെസിഡിയോ കാർപ്പ്, അസ്കോ കാർപ്പ്. ഒരെണ്ണം അസ്കോ കാർപ്പ്, ഒരെണ്ണം അസ്കോ മൈസിറ്റ് ആണ്. ഓക്കെ, മൈസിറ്റ് ആകുമ്പോൾ കംപ്ലീറ്റ് സ്ട്രക്ചർ. ട്രഫിൾസ് അസ്കോമൈസിറ്റ്. ബ്ലാക്ക് റസ്റ്റ് മറ്റേ സ്മട്ട് ഡിസീസസ് ഉണ്ട്, ബെസിഡിയോ മൈസെറ്റ് ആണ്, പക്സീനിയ ഉസ്റ്റിലാഗോ. ദെൻ ബ്രെഡ് മോൾഡ് റൈസോപ്പസ്, അത് ബിലോങ്സ് ടു ദ ഫൈക്കോമൈസെറ്റ്. ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് പറഞ്ഞ പേരൊന്നും ആലോചിക്കേണ്ടത് ഡ്യൂട്ടിറോമൈസെറ്റ് ആണ് അല്ലേ, ഡ്യൂട്ടിറോമൈസെറ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മാച്ച് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ് കേട്ടോ, ഓപ്ഷൻ 2 ആണ്. അടുത്തത് നമ്മുടെ സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മാച്ച് കോളം. ഹാർട്ട് ഫെയിലിയർ എന്തുണ്ടാവും? ഇറ്റ്സ് ആക്ച്വലി ഇതൊരു ഡിസീസ് അല്ല. ഹാർട്ട് ഫെയിലിയർ എന്നൊരു ഡിസീസ് അല്ല, അതൊരു സ്റ്റേറ്റ് ആണ് ഹാർട്ട് ഫെയിലിയർ. അത് കൺജഷൻ ഓഫ് ലങ്സ് ഉണ്ടെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ആവും. ബിക്കോസ് ഹാർട്ട് സിറ്റുവേറ്റഡ് എവിടെയാണ്? ബിറ്റ്വീൻ ദ 2 lungs. ദർ ഇസ് എ സ്പേസ് കോൾഡ് മീഡിയാസ്റ്റിനം. അപ്പോൾ ഈസ് ദർ എനി ലങ് കൺജഷൻ ദറ്റ് മേ ലീഡ്സ് ടു ഹാർട്ട് ഫെയിലിയർ? രണ്ടുപേരും കോറിലേറ്റഡ് ആണ്. സോ ഓപ്ഷൻ 4 ആണ് ഇവിടെ വരുന്നത്. A4 ആ വരിക. മസ്കുലർ ഡിസ്ട്രോപ്പി പറയുമ്പോൾ വി നോ ദാറ്റ് ഇസ് ജെനറ്റിക് ഡിസോർഡർ. X ക്രോമോസോം ഡിഫക്റ്റ് ആണ് മസ്കുലർ ഡിസ്ട്രോപ്പി എന്ന് പറഞ്ഞൊരു ജീൻ ഉണ്ട്, സ്മോളസ്റ്റ് ഇതാണ്ട് പറയാം. പിന്നെ നമ്മുടെ മയാസ്തീനിയ ഗ്രേവിസ് പഠിക്കണം. അത് മയാസ്തീനിയ ഗ്രേവിസ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻസിൽ വരുന്ന ഫറ്റീഗ് ആണ്. ദാറ്റ്സ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അപ്പോൾ 1 വരും. ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗ്ലോമറുല. ഡയബറ്റിസ് മെലിറ്റസ് പറയുമ്പോൾ കെറ്റോണ്യൂറിയ. ദാറ്റ് ഇസ് ഇൻഡിക്കേഷൻ ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. ഓപ്ഷൻ 4 ആണ് വരിക അല്ലേ. A4 B1 yes, ഓപ്ഷൻ 4 ആട്ടാ വരിക. ഓക്കെ, യെസ്. ഇൻ ഹ്യൂമൻ ബീയിങ് സെക്കൻഡ് പോളാർ ബോഡി എവിടെ ഉണ്ടാവണത്? നമ്മൾ അതിൽ പഠിക്കണം. സെക്കൻഡ് പോളാർ ബോഡി ഊജെനിസിസ് പറയുമ്പോൾ സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാവണമെങ്കിൽ മിയോസിസ് 2 നടക്കണം. മിയോസിസ് 2 എപ്പോഴാണ് നടക്കുക? ഓൺലി ആഫ്റ്റർ ദി ഇൻസെമിനേഷൻ അല്ലേ. ഒരു സ്പേം അവരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ മിയോസിസ് 2 കംപ്ലീറ്റ് ആവുന്നുള്ളൂ, അല്ലാതെ അത് സംഭവിക്കുന്നില്ല. റെഗുലർ മെൻസ്ട്രൽ സൈക്കിളിൽ എവറി മന്ത് നമ്മൾ 14th ഡേ റിലീസ് ചെയ്യുന്നത് എന്താണ്? അത് ഓവമാണോ? അല്ല, അത് സെക്കൻഡറി ഊസൈറ്റ് ആണ്. സെക്കൻഡറി ഊസൈറ്റ് അണ്ടർഗോസ് മിയോസിസ് 2, then there will be formation of an ovum and a second polar body where it form an ampulla അല്ലെ. ആംപുലർ ഇസ്തമിക് ജംഗ്ഷനിൽ എന്ത് സംഭവിക്കുന്നു? ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അപ്പോൾ ഏതാ ഒരു ഓപ്ഷൻ? ആംബുല. ജെനിറ്റൽ വാട്ട്സ് ഇത് നമ്മുടെ ഡിസീസസ് ആണല്ലോ, ഹെൽത്ത് ആൻഡ് ഡിസീസ്. ജെനിറ്റൽ വാട്ട്സ് എന്ന് പറയുമ്പോൾ അത് വൈറസ് ആണ്.
ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ജെനിറ്റൽ വാട്ട്സ്. ഡെങ്കു ഉണ്ട്. ഡെങ്കു ഇത് ഏത് നോക്കിക്കേ, HPV എന്ന് കൊടുത്തിട്ടാണ് കണ്ടോ നിങ്ങൾ, HPV അതാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഡെങ്കു വൈറസ്, ടൈഫോയിഡ് ബാക്ടീരിയ, ഗൊണേറിയ, നെസീരിയ, ഗൊണേറിയ. HPV എന്ന് കാണുമ്പോൾ ആരും പേടിക്കേണ്ട, നിങ്ങൾ പഠിച്ചതാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഇവിടെ ഏത് ഓപ്ഷൻ വരാം? 1 ആണ്. ഓക്കെ, ഓപ്ഷൻ 1 ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്തത് വേഗം പറയാട്ടോ. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ റിഗാർഡിംഗ് ദ കോൺട്രാസെപ്ഷൻ ആൻഡ് ആൻസർ ആസ് ഡയറക്റ്റഡ് thereafter. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ സേഫ് ആണെന്നാ പറയണേ. സേഫ് ആണോ? ഏതാണ് തെറ്റെന്നാണോ ചോദിച്ചേക്കണേ? റിഗാർഡിംഗ് ഡയറക്റ്റഡ് ഫസ്റ്റ് ട്രൈമസ്റ്റർ സേഫ് ആണ്, 12 വീക്സ് വരെ. കറക്റ്റാ. ജനറലി ചാൻസസ് ഓഫ് കൺസെപ്ഷൻ ആർ നിൽ അണ്ടിൽ ദ മദർ. ലാക്ടേഷൻ അമ്നേറിയ, ഈ കാര്യം ശരിയല്ല. ഇൻ ദ യുട്രീൻ ഡിവൈസസ് ലൈക്ക് കോപ്പർ ടി ആർ ഇഫക്റ്റീവ് കോൺട്രാസെപ്റ്റ്സ്. യെസ്, മോസ്റ്റ് ഓഫ് ദി ഇന്ത്യയിലെ ഫീമെയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻട്രായുട്രീൻ ഡിവൈസ് ആണത്. അത് ശരിയാ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ 4 പറയാം. എയും സിയുമാണ് കേട്ടോ, എയും സിയും. അടുത്തത് നോക്കട്ടെ. ICSI ഇക്സി അത് നമുക്ക് നോക്കാം. ഇക്സി ആരാ ചെയ്യാം? ഇക്സി ചെയ്യുന്നത് എപ്പോഴും ഇക്സി എപ്പോഴും ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആണ്. പിന്നെ ഗിഫ്റ്റ് ചെയ്യുന്നത് ഉള്ളിലാണ്, ഇൻവിവോ ഫെർട്ടിലൈസേഷൻ ആണ്. സിഫ്റ്റ് എന്ന് പറയുന്നത് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. AI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുന്നത് സ്പേം കൗണ്ട് കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഒലിഗോ സൂസ്പെർമിയ എന്ന് പറയും. ഇവർ എഴുതിയിട്ടില്ല. ഒലിഗോസ്പെർമിയ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. സോ ഇവിടെ ഓപ്ഷൻ വരിക ഏതാണ്? ഇതിൽ ഓപ്ഷൻ 2 ആണ് വരിക അല്ലേ? ഓപ്ഷൻ 2 ആണ് വരിക. ഓപ്ഷൻ 2. യെസ്. സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഗിവൺ ഫിഗർ. ഇത് ഏത് ഫിഗർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഫെമിഡോം ആണ്, ഇത് ഡയഫ്രം ആണ്, കോപ്പർട്ടി ആണ്, ഇതെന്താണ്? ഇംപ്ലാന്റ്സ് ആണ്. ഓക്കെ. A is the മെയിൽ കോണ്ടം. ഇതിൽ ഏതാ ചോദിച്ചേക്കണം നമ്മളോട്? കറക്റ്റ് ആണോ ചോദിച്ചേക്കണേ? കറക്റ്റ് ആണ് ചോദിച്ചേക്കണം. അപ്പോൾ A എന്നത് മെയിൽ കോണ്ടം എന്നാ പറയണേ. അല്ലല്ലോ, അത് ഫീമെയിൽ കോണ്ടമാണ്. B is the ഡയഫ്രം. അതേലോ, ശരിയാണ്. C is മൾട്ടിലോഡ്. C മൾട്ടിലോഡാണോ? An intrauterine device which suppress the motility. Okay. D is Depo-Provera. അല്ല, Depo-Provera എന്ന് പറയുന്നത് ഹോർമോണൽ ഇഞ്ചക്ഷൻ ആണ്. ഇതല്ല, ഇത് ഇംപ്ലാന്റ്സ് ആണ്. സോ നമുക്ക് ഏതാ പറയാം? നമുക്ക് പറയാൻ പറ്റുന്നത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ 4 ആണ്. കണ്ട, ഓപ്ഷൻ 4 ആണ്. ഇനി റവോൾഫിയ വൊമിറ്റേറിയ, അത് നമുക്ക് അറിയാം. 3 ടൈപ്പ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പഠിക്കണോ? അതിൽ ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അപ്പോൾ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. റവോൾഫിയ വൊമിറ്റോറിയ ജെനറ്റിക് ഡൈവേഴ്സിറ്റി ആണ്. ഓക്കെ. യെസ്. കുറച്ച് ഫാസ്റ്റായിട്ട് പറയാൻ പോവാട്ടോ, കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. റീഅബ്സോർപ്ഷൻ നോക്കട്ടെ നമുക്ക്. റീഅബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ് മെത്തേഡ്? റീഅബ്സോർപ്ഷനിൽ നമുക്ക് ആക്റ്റീവ് ഓർ പാസീവ് മെത്തേഡ്സ് ഉപയോഗിക്കാം. ട്യൂബുലാർ സെക്രീഷനിൽ നമ്മൾ എപ്പോഴും അയണിക് ആൻഡ് ഇതിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ട്യൂബുലാർ സെക്രീഷൻ ഉപയോഗിക്കുക. എങ്ങോട്ട്? ഫിൽട്രേറ്റിലോട്ട്, ബ്ലഡിൽ നിന്നും. അങ്ങനെയാണ്. ഇന്റർസ്റ്റീഷ്യം ടു ദ ഫിൽട്രേറ്റ്. റീഅബ്സോർപ്ഷൻ ഫിൽട്രേറ്റിൽ നിന്നും ഇന്റർസ്റ്റീഷ്യത്തിലോട്ട് കേട്ടോ. കണ്ടീഷണൽ വാട്ടർ റീഅബ്സോർപ്ഷൻ ചെയ്യണത് ആരാണ്? DCT ആൻഡ് CD ആണ്. കളക്റ്റിംഗ് ഡക്റ്റിലും CD-യിലാണ്, DCT-യിലാണ് കൂടുതൽ ചെയ്യുക. അത് ആൽഡോസ്റ്റിറോണും വാസോപ്രസനാണ് ചെയ്യണം. കൗണ്ടർ കറണ്ട് മെക്കാനിസത്തിൻ്റെ ജോലി ഓസ്മോളാരിറ്റി നോക്കട്ടെ. ഓസ്മോളാരിറ്റി. അപ്പോൾ നമുക്കിതിൽ കുറച്ചും കൂടി നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരണത് ഇതാണ്, 1 ആണ്. നമുക്ക് നോക്കാം. A 3 ആണ്. B പറയണത് റീഅബ്സോർപ്ഷൻ 4 ആണ് വരിക. C 1 ആണ് വരിക. ആൻഡ് D 2 ആണ്. സോ ഓപ്ഷൻ 1. സിഗ്നൽസ് ഫ്രം ദ ഫുള്ളി ഡെവലപ്ഡ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്സിറ്റോസിൻ ഫ്രം ദി മെറ്റേണൽ പിറ്റ്യൂട്ടറി. ഒന്നും ആലോചിക്കാനില്ല. മെറ്റേണൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓക്സിറ്റോസിൻ ആണ് വിഗറസ് കൺട്രാക്ഷൻ ഉണ്ടാകുന്നത്. ദെൻ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ആൻഡ് ദി ഓക്സിറ്റോസിൻ ഫ്രം ദി മെറ്റേണൽ പിറ്റ്യൂട്ടറി. ഓക്കെ. സെമിനൽ പ്ലാസ്മയുടെ ജോലി നോക്കാത്തത്. സെമിനൽ പ്ലാസ്മ എന്ത്? റിച്ച് ഇൻ ഫ്രക്ടോസ്. എത്രയോ പ്രാവശ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നു. ഫ്രക്ടോസ് ഉണ്ട്, Ca2+ ഉണ്ട്, ചില എൻസൈംസ് ഉണ്ട്. എനർജി സോഴ്സ് ആണ് ഫ്രക്ടോസ്. ഓക്കെ. അപ്പോൾ ഏതാ വരുന്ന ഓപ്ഷൻ? Ca2+ 2. അടുത്തത്. In humans, what is the ratio of number of gametes produced by the spermatogenesis? 1 primary spermatocyte and 1 primary oocyte. അതൊരു ക്വസ്റ്റ്യൻ ആട്ടോ, നല്ല ക്വസ്റ്റ്യനാണ്. നോക്കൂ, നമ്മളെ സ്പെർമറ്റോജെനസിന്റെ റേഷ്യോ സ്പെർമറ്റോജെനസിൽ ഇങ്ങനെ ചോദിക്കുക. ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റിന് എത്ര സ്പെർമറ്റോസോവ ഉണ്ടാവണം? 4 ആണ്. അപ്പോൾ 25 എത്ര ഉണ്ടാവും? 100 ആണ്. അതുപോലെ ഒരു പ്രൈമറി ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് എത്ര ഓവ ഉണ്ടാവും? 1. അപ്പോൾ 4:1 ആണ് റേഷ്യോ.
ചില സമയത്ത് ഇവർ റെസ്പെക്റ്റീവ്ലി എന്നുള്ള വേർഡ് മാറ്റിയാൽ ചോദിക്കും. അപ്പം നിങ്ങൾ ചോദിക്കണം, ആദ്യം ഊസൈറ്റ് ആണെങ്കിൽ നിങ്ങൾ 1:4 എന്ന് എഴുതണം, ഇതാണെങ്കിൽ 4:1 ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ദ ട്യൂബ് വിത്ത് എ ട്യൂബ് ബോഡി പ്ലാൻ, ഇത് ഏതിനാണ്? ട്യൂബ് വിത്ത് എ ട്യൂബ് ബോഡി പ്ലാൻ ഹയർ ഓർഗാനസിനെ കാണിക്കുന്നതാണ്. അതിൽ ആരാ ഹയർ ഓർഗാനസ് നോക്കൂ? ഫ്ലാറ്റ് വർംസ്, എർത്ത് വർംസ് ഉണ്ട്, ഫൈലം അനലിഡ, ഫൈലം എക്കൈനോഡെർമേറ്റ. സോ എർത്ത് വർംസ് ആൻഡ് സീ കുക്കുംബർ ബോത്ത് ആർ കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. നമുക്ക് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ചെയ്യാം. മാമൽസിന് എന്തുണ്ട്? മാമൽസിന് മാമറി ഗ്ലാൻസ് ഉണ്ട്. എയ്വ്സിന് എന്തുണ്ട്? എയ്വ്സിന് ന്യൂമാറ്റിക് ബോൺസ് ഉണ്ട്. റെപ്റ്റീലേക്ക് എന്തുണ്ട്? സ്കെയിൽസ് ഉണ്ട്. ഓസ്റ്റൈത്തിസിന് എന്തുണ്ട്? ഓസ്റ്റൈത്തിസിന് എയർ ബ്ലാഡർ ഉണ്ട്. കോൺട്രൈത്തസിന് ക്ലാസ്പർ ഉണ്ട്. കാരണം ഒരാൾക്ക് ഇല്ല മറ്റേ സാധനം. ക്ലാസ്പർ ആർക്കാ? കോപ്പുലേറ്ററി ഓർഗനാ. ആരാണ് ഇതിൽ? വിവിപാരി കോൺട്രൈത്തസ് ആണ്. ഓസ്റ്റൈത്തിസ് ഓവിപാരിയ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാ വരിക മക്കളെ? 3 ആണ് വരിക. 3 ട്ടാ. Which of the following sets of animals belong to the same class of phylum? ഇത് നമുക്ക് എന്നുവെക്കേണ്ടതെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ശരിയായിട്ട് വരണം കേട്ടോ. ഹൈഡ്ര, ജെല്ലി ഫിഷ്, ക്രേ ഫിഷ്. ഇതിൽ 2 ശരി, മറ്റേത് തെറ്റാ. സ്പൈഡർ, സ്കോർപ്പിയോൺ, ലിമുലസ് എല്ലാം ആർത്രോപോഡയാണ്, കറക്റ്റാണ്. ബാറ്റ്, പീജിയൻ, വെയിൽ. പീജിയൻ ബേർഡ്, അത് മാറിപ്പോയി, വെയിൽ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ശരി. ഓപ്ഷൻ 2 ആണ്. The tight junctions are the type of cell junctions they helps in. 3 ജംഗ്ഷൻ ഉണ്ട്, adhering tight gap. ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു തരി പോലും സാധനം പുറത്തേക്ക് പോകണ്ട. സബ്സ്റ്റൻസിലെ ലീക്കേജ് പ്രിവെന്റ് ചെയ്യുന്നു. നോക്കൂ, ആ ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. സ്റ്റോപ്പ് സബ്സ്റ്റൻസ് ഫ്രം പ്രിവെന്റിങ് ലീക്കേജ് അക്രോസ് എ ടിഷ്യൂ. ഓപ്ഷൻ 1. ഫോറസ്റ്റ് ഓഫ് നെഫ്രീഡിയ എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് ക്വസ്റ്റ്യൻ ആണ്. പല കുട്ടികളും പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. കോക്രോച്ച് എന്നാലും സമയം കിട്ടുമ്പോൾ ഒന്ന് എർത്ത് നോക്കാം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ടത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിക്കോളൂ കേട്ടോ. 14 to 16 സെഗ്മെന്റ്സിലാണ് ഫോറസ്റ്റ് ഓഫ് നെഫ്രീഡിയ. അവിടെ തന്നെ നമുക്ക് വേറൊരു സാധനം ഉണ്ട്, എന്താണ്? ക്ലൈറ്റെല്ലാം അല്ലേ? 14 to 16 സെഗ്മെന്റ്സിൽ നമുക്ക് അതുണ്ട് കേട്ടോ. ഓക്കെ, ഇനി കഴിയാറായി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഫോർ കോക്രോച്ച്? കോക്രോച്ചിനെ കുറിച്ച് ശരിയായ കാര്യമാണ് ചോദിക്കണത്. ദ നമ്പർ ഓഫ് ഓവറീസ് ഇൻ ഈച്ച് ഓവറി ആർ 8 ആണ്. ദ ലാർവൽ സ്റ്റേജ് ഇസ് കോൾഡ് കാറ്റർപില്ലർ, അല്ല, ലിംഫ് ആണ്. ദേ ആർ യൂറിയോട്ടലിക്, അല്ല, യൂറിക്കോട്ടലിക് ആണ്. ആനൽ സ്റ്റൈൽസ് ആർ ആബ്സെന്റ് ഇൻ ഫീമെയിൽ, കറക്റ്റ് ആണ്. ആനൽ സ്റ്റൈൽസ് ആർക്കാണുള്ളത്? മെയിലിനാണുള്ളത്. ഓക്കെ. The component of ECG that represents the return of ventricle from excited to the normal state. നമ്മളതിനെ എന്തെന്നാണ് വിളിക്കുക? വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ എന്ന് വിളിക്കും. വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ എന്ന് വിളിച്ചാൽ വീണ്ടും നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നു. അതിൻ്റെ ഓപ്ഷൻ വേവ് നോക്കണോ? ടി വേവ് ആണ്. പി വേവ്, QRS കോംപ്ലക്സ്, ടി വേവ്. പി വേവ് ആട്രിയൽ ഡീപോളറൈസേഷൻ, QRS കോംപ്ലക്സ് ആട്രിയൽ, യെസ്, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. ദെൻ ടി വേവ് ആണ് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ, ജോയിന്റ് ഡയസ്റ്റോൾ. ഓപ്ഷൻ 2. സിസ്റ്റമിക് ഹാർട്ട് റെഫേഴ്സ് ടു, നമുക്ക് 2 ഹാർട്ട് ഉണ്ട്, സിസ്റ്റമിക് ഉണ്ട്, പൾമിനറി ഉണ്ട്. രണ്ട് ഹാർട്ട് അല്ലടോ, 2 സർക്കുലേഷൻ. അപ്പോൾ സിസ്റ്റമിക് ഹാർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്? 2 വെൻട്രിക്കിൾസ് ടുഗെദർ ഇൻ ഹ്യൂമൻസ്, അതാണ് സിസ്റ്റമിക് ഹാർട്ട് കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡ് എപ്പോഴും ഡീഓക്സിനേറ്റ്, ലെഫ്റ്റ് സൈഡ് ഓക്സിനേറ്റഡ് ആണ്. അതുപോലെ പൾമിനറി ഉണ്ട്, സർക്കുലേഷൻ സിസ്റ്റമിക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആൻസർ ഇത് പറയുന്നത്. ആട്രിയ ഇൻ ലോവർ വെർട്ടിബ്രേറ്റ്സ് അല്ല. അതിൻ്റെ മീനിങ് ദ ഹാർട്ട് ദാറ്റ് കൺട്രാക്ട്സ് അണ്ടർ സ്റ്റിമുലേഷൻ ഫ്രം ദ നെർവസ് സിസ്റ്റം, ലെഫ്റ്റ് ഓറിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇൻ ഹയർ വെർട്ടിബ്രേറ്റ്സ്. സോ ഓപ്ഷൻ 2 is the right answer. The 2 ventricles together in human. യെസ്, ഇത് നമ്മുടെ റെസ്പിറേഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി, FRC നമുക്ക് നോക്കാം കേട്ടോ. FRC എന്ന് പറയുന്നത് എന്തോ സംഭവം? ഇതിൽ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. കുറേ ഓപ്ഷൻസ് നമുക്ക് ഒരുമിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ FRC എന്ന് പറയുമ്പോൾ ഏതാ വരിക? ഇൻസ്പിരേറ്ററി റെസിഡ്യൂവൽ വോളിയം അത് വരും. ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി അത് വരും. പിന്നെ ഇത് വരുമല്ലോ, എക്സ്പിരേറ്ററി റിസർവ് വോളിയം വരും. കാരണം എന്താ അങ്ങനെ പറയാൻ കാണുന്നറിയോ? FRC is equal to RV plus ERV. അപ്പോൾ രണ്ടും കൂടിയതാണ്, RV plus ERV. സോ ബോത്ത് വിൽ കം. അടുത്തത് പ്രോട്ടിയേസസ് ആണ്. പ്രോട്ടിയേസസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, ഒന്ന് പെപ്സിൻ ഉണ്ട്, പിന്നെ രണ്ടാമത്തത് നമുക്ക് നോക്കിക്കേ ഓപ്ഷൻ 4 നോക്കാം, കൈമോട്രിപ്സിൻ. ദീസ് ഓൾ ആർ ദ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം, ദാറ്റ് ഇസ് VC is equal to TV plus IRV plus ERV. കണ്ടടാ? അപ്പോൾ ഇതാണ് വരിക. പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കൈമോട്രിപ്സിനോജൻ ഉണ്ടെന്ന് പറയും. പിന്നെന്ത് പറയും? ന്യൂക്ലിയേസ് ഉണ്ട്, ന്യൂക്ലിയോടൈഡേസ്, ന്യൂക്ലിയോസൈഡേസ്, ഇതൊക്കെ ജ്യൂസസിലുള്ളതാണ്. ഒരെണ്ണം തെറ്റി കഴിഞ്ഞാൽ എല്ലാം തെറ്റും. അതുകൊണ്ട് ഏതിലാണ് ഉള്ളത്? ന്യൂക്ലിയോസൈഡേസ് ഇൻഡസ്ട്രിയൽ ജ്യൂസിലാണ്,
എൻറ്റിറോ കൈനേസ് ഇൻട്രസ്റ്റൈനൽ ജ്യൂസിലാണ്, അത് മറക്കാണ്ട് പഠിക്കണം, ന്യൂക്ലിയൈസ് ആണ്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ 2 ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ് അബൌട്ട് ദ ഗിവൺ ഗ്രാഫ്? പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. യെസ്, ഇത് നമ്മുടെ ഏതാണ് കർവ്? ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവാണ്. ഈ കർവിന് 2 പാർട്ട് ഉണ്ട്. ഇത് റൈറ്റ് ആണ്, ഇത് ലെഫ്റ്റ് ആണ്. ഇത് നമ്മുടെ എന്താ പറയുക, H+ കൂടുമ്പോൾ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ കർവ് ഷിഫ്റ്റ് ടു റൈറ്റ് അല്ലേ? ദാറ്റ് ഈസ് ദ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ഓക്സി ഹീമോഗ്ലോബിൻ. At the low temperature the curve shift to left. ഓക്സിജൻ കൂടുമ്പോൾ H+ കുറയുമ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. ടെമ്പറേച്ചർ കൂടുക ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ നോക്കിക്ക് ഇവിടെ ഏതാണ് ചോദിക്കാം? ഇൻക്രീസ് ഇൻ ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൻ്റെ ഒരു സൈഡിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിനും അപ്പുറത്തെ സൈഡിൽ ഇതിലുമാണ് വരിക. ഇത് നമ്മളോട് ഏത് ഇൻകറക്റ്റ് എന്നല്ല ചോദിച്ചേക്കണേ. അപ്പോൾ ഇൻക്രീസ് ഇൻ പാർഷ്യൽ പ്രഷർ ഓഫ് CO2, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, അത് കറക്റ്റാണ്. അറ്റ് ലോ ടെമ്പറേച്ചർ ദ കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾക്ക് കർവ് ഇതിലേക്ക് കൂടുന്ന സമയത്ത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇനി ഡിക്രീസ് ഇൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഷിഫ്റ്റ് ദ കർവ് ടു റൈറ്റ്. അതെ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയാന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി എന്നല്ല അർത്ഥം. അപ്പോൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അറ്റ് ഹൈ pH ദ കർവ് ഷിഫ്റ്റ് ടു റൈറ്റ്. ഹൈ pH ദാറ്റ് മീൻസ് ഹൈ. എന്താണ് ഹൈ pH? ഇവിടെ ഒരു പ്രശ്നം വരണ്ടേ, നോക്കൂ. ഹൈ pH എന്നാ പറഞ്ഞേക്കണേ, ഹൈ H+ എന്നല്ല. ഹൈ H+ ആണ് ആക്ച്വലി ലോ pH അല്ലേ? ലോ pH ആണ് ഇവിടെ ഉണ്ടാവുക. pH കുറയുക, ദാറ്റ് മീൻസ് H+ കൂടുക. ഹൈ pHലെ കർവ് റൈറ്റിലോട്ടല്ലല്ലോ ഷിഫ്റ്റ് ചെയ്യണത്, ഹൈ pHലെ കർവ് ലെഫ്റ്റിലോട്ടല്ലേ പോവുക. ദാറ്റ് മീൻസ് ഹൈ pH മീൻസ് ലോ H+. ഹിയർ ഓപ്ഷൻ 4 നോക്കൂ, ഇൻകറക്റ്റ് ആണ് കേട്ടോ. ഹൈ pH ദ കർവ് ഷിഫ്റ്റ് ടു റൈറ്റ്, തെറ്റാ. ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ക്യാൻസർ സെൽ? ക്യാൻസർ സെൽസിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് എന്താണ്? ദേ ഷോ കോണ്ടാക്ട് ഇൻഹിബിഷൻ അവരുടെ ജോലിയല്ല, നോർമൽ സെൽസിന്റെ ജോലിയാണ്. ദ എൻസൈം ദാറ്റ് ആക്ടിവേറ്റ്സ് ട്രിപ്സിനോജൻ ഇൻടു ട്രിപ്സിൻ സിംപ്ലി ഏതാണ്? അതേതാ ചെയ്യുന്നത്? ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ അല്ലേ? ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ. ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കുന്ന ആളുടെ പേരെന്താണ്? എൻഡിറോ കൈനസ് ആണ്. ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് സബ് മ്യൂക്കോസ ഓഫ് ഡിയോഡനം ആണ്. പാൻക്രിയാറ്റിക് ഐലറ്റ്സ് എല്ലാം ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ. കഴിഞ്ഞു. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ട്രൂ റിബ്സ് ഇൻകറക്റ്റാ ചോദിച്ചേക്കണേ. ട്രൂ റിബ്സ് ആർ അറ്റാച്ച് ടു ദ സ്റ്റേർണം ബൈ കോസ്റ്റൽ കാർട്ടിലേജ്. കോസ്റ്റൽ കാർട്ടിലേജ് റിബ് കാർട്ടിലേജ് ആണ്. റിബ്സ് പ്രൊട്ടക്ട്സ് ദ കിഡ്നി. റിബ്സ് T12ഉം L3 വരെയാണ് കിഡ്നിയുടെ ലൊക്കേഷൻ. വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് ആർ ആർട്ടിക്കുലേറ്റ് വിത്ത് കോസ്റ്റൽ കാർട്ടിലേജ് ഓഫ് 7th റിബ്സ്. ഓക്കെ, 7th 8th 9th 10th ആണ് വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ്. ഇതിൽ പിന്നെ ഫ്ലോട്ടിംഗ് റിബ്സ് ആർ നോട്ട് അറ്റാച്ച് ടു സ്റ്റേർണം, അത് ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റാം? ട്രൂ റിബ്സ് പ്രൊട്ടക്ട്സ് ദ കിഡ്നി. ട്രൂ റിബ്സ് എന്ന് പറയുന്നത് ഏതാ നോക്കുക വളരെ? 1 2 7 ആണ് ട്രൂ റിബ്സ്, അല്ലല്ലോ. T12 ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, തെറ്റാ. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഇൻ ആൻ ഓർണിത്തൈൻ സൈക്കിൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ റിമൂവ്ഡ് ഫ്രം ദി ബ്ലഡ്? ഓർണിത്തൈൻ സൈക്കിൾ നമ്മുടെ സിലബസിൽ ഇല്ല, എന്നാലും നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് അമോണിയാണ് റിമൂവ് ചെയ്യുന്നത്. ദ ട്രാൻസ്ജനിക് എനിമൽസ് ആർ ദോസ് വിച്ച് ഹാവ്. ട്രാൻസ്ജനിക് എനിമൽസിന്റെ കയ്യിൽ ഒരു ട്രാൻസ്ജീൻ ഉണ്ടാവും. ദാറ്റ് ഇസ് എ ഫോറിൻ DNA ഇൻ ഓൾ ഓഫ് ഇറ്റ് സെൽസ്. എല്ലാത്തിലും അത് അപ്ടേക്ക് ചെയ്തിട്ടുണ്ടാവും, അതാണ് ഫോറിൻ DNA, ട്രാൻസ്ജനിക് ജീൻ. സ്കാല ടിംബാനി ഓഫ് കോക്ലിയ. സ്കാല ടിംബാനി എവിടെ ഇരിക്കണം നോക്കൂ. ആ 3 ചേമ്പർ പഠിക്കുക കോക്ലിയയുടെ. സ്കാല വെസ്റ്റിബുലൈ, സ്കാല മീഡിയ, സ്കാല ടിംബാൻ. ഇതിൽ സ്കാല ടിംബാനി ടെർമിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഓവൽ വിൻഡോ ആണോ റൗണ്ട് വിൻഡോ ആണോ? റൗണ്ട് വിൻഡോ. ഓക്കെ, റൗണ്ട് വിൻഡോ. An example of ex situ conservation. In situ and ex situ പഠിക്കുക. അതിൽ സീഡ് ബാങ്ക് ex situ conservation ആണ്, ബാക്കിയെല്ലാം ഇൻ സിറ്റു ആണ്. അപ്രൈറ്റ് പിരമിഡ് ഓഫ് നമ്പർ ഇസ് ആബ്സെന്റ് ഇൻ. ഒരു ഓൾവേസ് അപ്രൈറ്റ് എനർജിയാണ്, ചിലതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ട്രീൻ്റെ എക്കോസിസ്റ്റത്തിൽ അപ്രൈറ്റ് പിരമിഡ് ഇല്ല, അവർക്ക് ഇല്ല കേട്ടോ. ട്രീ എക്കോസിസ്റ്റത്തിൽ ഇല്ല. ഡൈക്കാരിയോട്ട് ഫേസ് ഇസ് പ്രസന്റ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗി? ഡൈക്കാരിയോട്ട് ഫേസ് N+N സ്റ്റേജ് ഉള്ളത് ആർക്കാണെന്ന് ചോദിക്കണേ. മെയിൻലി ബെസിഡിയോമൈസെറ്റ്സും പിന്നെ അസ്കോമൈസെറ്റ്സും ആണ്. ഓക്കെ, ബെസിഡിയോമൈസെറ്റ്സും അസ്കോമൈസെറ്റ്സും ആണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുമ്പോൾ നമുക്ക് ബെസിഡിയോമൈസെറ്റ് പറയാം. അഗാരിക്കസ് ഉണ്ട്. മ്യൂക്കർ ഫൈക്കോമൈസെറ്റ് ആണ്. റൈസോപ്പസ് ഫൈക്കോമൈസെറ്റ് ആണ്. അൽബുഗോ ഫൈക്കോമൈസെറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് അഗാരിക്കസ് പറയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ സ്പീഡിലാണ് പറഞ്ഞത്. എനിവേ നമുക്ക് ചെയ്യാം.
നമുക്ക് ഇനി ബോട്ടണിയുടെ മിസ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. മിസ് റിമൈനിങ് ക്വസ്റ്റ്യൻസ് ചെയ്യും. സോ എല്ലാവരും നന്നായി പഠിക്കാം. ഓക്കെ, താങ്ക് യു. Good evening to all. സുമി മിസ് നിങ്ങൾക്ക് ഓൾറെഡി കുറേ സുവോളജി ക്വസ്റ്റ്യൻസ് ചെയ്തു തന്നു. ഇനി നമുക്ക് കുറച്ച് ബോട്ടണി ക്വസ്റ്റ്യൻസ് നോക്കാം. Surface structures in bacteria help to attach on rocks in streams. Also the host tissues are called. ബാക്ടീരിയയിൽ മെയിനായിട്ടും 3 സർഫസ് സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഫ്ലജല്ല, ഒന്ന് പൈലെ, ദെൻ ഫിംബ്രിയെ. ഫ്ലജല്ല നമുക്കറിയാം ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. അപ്പോൾ അതല്ല ഇതിനകത്ത് വരിക. ദെൻ പൈലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ട്യൂബ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ അത് കോഞ്ചുഗേഷന് ഹെൽപ്പ് ചെയ്യും. ബാക്ടീരിയയിലെ പ്രിമിറ്റീവായിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷനാണ് കോഞ്ചുഗേഷൻ എന്ന് പറയും. അപ്പോൾ അതും വരില്ല. ഫിംബ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. ചെറിയ നമ്മുടെ ബ്രഷിൻ്റെയൊക്കെ ബ്രിസിൽ പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സാണ്. ബോഡി നിറയെ ഉണ്ടാകും. അതെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്നറിയോ? ഏതെങ്കിലും സബ്സ്ട്രേറ്റത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ബോഡിയിലായാലും അല്ലെങ്കിൽ റോക്കിലായാലും ഒക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. സോ ദ ആൻസർ ഈസ് ഫിംബ്രി. ഓക്കെ, ഫിംബ്രിയാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nowadays, auxin is widely applied in. Auxin എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺ ആണ്. ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്ന ഹോർമോണാണ്. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏത് പ്ലാന്റേഷനിലാണെന്നാണ്? ടീ പ്ലാന്റേഷനിലാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് അത് നമ്മുടെ ഓക്സിനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടീ എന്ന് പറയുന്നത് നമുക്കറിയാം, തേയില അത് ഒരു സ്മോൾ ട്രീ ആയിട്ട് വളരുന്ന സാധനമാണ്. പക്ഷേ അത് ലുക്ക് ലൈക്ക് ഹെഡ്ജ്. അതെങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തേയില വളർന്നു വരുമ്പോൾ അതിൻ്റെ ടിപ്പ് നമ്മൾ പ്ലക്ക് ചെയ്യും. ഓക്കെ, ടിപ്പ് പ്ലക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഓക്സിൻ എടുത്ത് മാറ്റുക എന്നാണ്. അപ്പോൾ ആക്സിലറി ബഡ് വളർന്ന് അടുത്ത ബ്രാഞ്ച് ആവും. അതിൻ്റെ ടിപ്പ് നമ്മൾ പ്ലക്ക് ചെയ്യും, വീണ്ടും അതിൻ്റെ ആക്സിലറി ബഡ് വളർന്ന് ബ്രാഞ്ച് ആവും. അപ്പോൾ ദ പ്ലാന്റ് ലുക്ക് ലൈക്ക് എ ഹെഡ്ജ്. അപ്പോൾ അത് ഏതാണ്? ഓക്സിനാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഓക്സിൻ്റെ റോളാണ്. ആ ഓക്സിൻ എടുത്ത് മാറ്റുന്നു. അപ്പോൾ എന്ത് ചെയ്യാണ്? ആക്സിലറി ബഡ് വളർന്ന് അത് എന്ത് ചെയ്യും? ലുക്ക് ലൈക്ക് എ ഹെഡ്ജ്. അപ്പോൾ ആ ടിപ്പ് മാറ്റുന്ന പ്രോസസ്സിന് നമ്മൾ ഡീക്യാപിറ്റേഷൻ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ദ ആൻസർ ഈസ് ടീ പ്ലാന്റേഷൻ. ടീ പ്ലാന്റേഷൻ ആണ് ആൻസർ വരിക. ഇനി എ ടിപ്പിക്കൽ ആന്തർ ഈസ്, മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആൻഡ്രീഷ്യമാണല്ലോ. ആൻഡ്രീഷ്യത്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? സ്റ്റേമൻസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേമൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ അതിനെന്ത് പറയും? ഫിലമെൻ്റ് എന്ന് പറയും. ഓക്കെ, ഫിലമെൻ്റ് എന്ന് പറയും.
രണ്ട് ലോബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് ആന്തർ എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് അല്ലേ? ടിപ്പിക്കൽ ആന്തർ ഈസ് ബൈലോബ്ഡ്. ഇത് കറക്റ്റ് ആണ് അല്ലേ? ബൈലോബ്ഡ് ആണ്. ഇനി ഡൈതീക്കസ് ആണെന്ന് പറയും. ഡൈതീക്കസ് ഈ ആന്തറിന്റെ ക്രോസ് സെക്ഷൻ അങ്ങ് എടുക്കുവാണെങ്കിൽ ഇറ്റ് ലുക്ക് ലൈക്ക് എ ബട്ടർഫ്ലൈ ഷേപ്ഡ് സ്ട്രക്ചർ. ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. കണ്ടോ, രണ്ട് ലോബ്, ബട്ടർഫ്ലൈ ഷേപ്ഡ് സ്ട്രക്ചർ. ഇതിന് രണ്ട് ലോബ് ഉണ്ട്. 4 ലോബ് എന്ന് പറയില്ലേ, 2 ലോബാണ്. 4 സൈഡഡ് ആണെന്നേ ഉള്ളൂ. ഓരോ ലോബിലും 2 സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് മീൻസ് 4 മൈക്രോസ്പൊറാഞ്ചിയം ഒരു പോളൻ സാക്ക് ഉണ്ട്. അപ്പോൾ ഇത് ടെട്രാസ്പൊറാഞ്ചിയേറ്റ് കറക്റ്റ് ആണല്ലോ. ഇനി ഡൈതീക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്തർ മെച്യൂർ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ 2 പോളൻ സാക്കുകളെ ഒരുമിച്ച് ചേർന്ന് ഒരു സ്ലിറ്റ് വഴി ഓപ്പൺ ചെയ്യും. ഈ 2 പോളൻ സാക്കുകളെ ഒരുമിച്ച് ചേർന്ന് ഈ സ്ലിറ്റ് വഴി ഓപ്പൺ ചെയ്യും. അപ്പോൾ 2 തീക്ക വഴിയാണ് ഇതിൻ്റെ ഓപ്പണിങ്. ദാറ്റ് മീൻസ് ഡൈതീക്കസ് കറക്റ്റ് ആണല്ലോ. പിന്നെ ഹാപ്ലോയിഡ് അല്ല, ആന്തർ ഒരിക്കലും ഹാപ്ലോയിഡ് അല്ല. അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പോളൻ ഗ്രെയിൻസ് ആണ് ഹാപ്ലോയിഡ്. മോണോതീക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ തീക്കയുള്ളതും അതുപോലെ തന്നെ 2 പോളൻ സാക്ക് ഉള്ളതിനെയാണ് നമ്മൾ മോണോതീക്കസ് എന്ന് പറയുക. അത് ടിപ്പിക്കൽ ആന്തറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ല, വളരെ കുറച്ച് പ്ലാന്റിലേ ഉള്ളൂ. ഹിബിസ്കസ് അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പം നമുക്ക് 1, 2, 3 ആർ കറക്റ്റ്. ഇതാണ് കേട്ടോ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോസോഫില മെലാനോഗാസ്റ്റർ നമുക്കറിയാം, ഫ്രൂട്ട് ഫ്ലൈ ഇല്ലേ? നമ്മുടെ മോർഗന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓർഗാനിസം ആയിരുന്നു. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ വർക്ക് ചെയ്തത് ഡ്രോസോഫില മെലാനോഗാസ്റ്ററിലാണ്, ഫ്രൂട്ട് ഫ്ലൈയിലാണ്. അതിൻ്റെ ലൈഫ് സൈക്കിൾ വളരെ കുറവേ ഉള്ളൂ, 2 weeks. 2 is the answer. Okay, then next is apoplastic pathway of water occurs through. റൂട്ട് ഹെയറിലേക്ക് വെള്ളം എത്തുന്നു അല്ലേ? എവിടെ നിന്ന്? സോയിലിൽ നിന്ന്. സോയിൽ നിന്ന് റൂട്ട് ഹെയറിലേക്ക് വെള്ളം എത്തുന്നു. ഈ റൂട്ട് ഹെയറിൽ നിന്ന് റൂട്ട് സൈലത്തിലേക്ക് വെള്ളം എത്തണം അല്ലേ? അതിന് 2 പാത്വേ ഉണ്ട്. സോയിലിൽ നിന്ന് റൂട്ട് ഹെയർസിലേക്ക് വെള്ളം എത്തും. ഈ റൂട്ട് ഹെയർസിൽ നിന്ന് റൂട്ട് സൈലത്തിലേക്ക് വെള്ളം എത്താനായിട്ട് 2 പാത്വേ ആണുള്ളത്. ഒന്ന് അപ്പോപ്ലാസ് പാത്വേ എന്ന് പറയും, നമുക്കറിയാം. സിംപ്ലാസ് പാത്വേ എന്ന് പറയും. ഇനി അപ്പോപ്ലാസ് പാത്വേ നടക്കുന്നത് നോൺ ലിവിങ് പാർട്ടിലൂടെയാണ്. അതായത് സെൽവാളും ഇന്റർസെല്ലുലാർ സ്പേസും. ദേ കിടക്കുന്നു സെൽവാളും ഇന്റർസെല്ലുലാർ സ്പേസും. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഇതാണ് കേട്ടോ, 4 ആണ്. ഇനി സിംപ്ലാസ്റ്റ് ഏതിലൂടെ നടക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്ത്, അതായത് പ്ലാസ്മോഡെസ്മേറ്റയിലൂടെയാണ് നടക്കുന്നത്. അപ്പോപ്ലാസ്റ്റിന് എനർജി വേണ്ട, സിംപ്ലാസ്റ്റിന് എന്ത് വേണം? എനർജി വേണം. സോ ദ ആൻസർ ഈസ് 4. The most abundant tissue in plant organ is plant organ, അതായത് റൂട്ട് എടുത്താലും സ്റ്റെം, ലീഫ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്, സീഡ്സ് എല്ലാത്തിലും കാണുന്ന ടിഷ്യൂ എന്ന് പറയുന്നത് പാരൻകൈമയാണ്. ദ ആൻസർ ഈസ് പാരൻകൈമ. ഓക്കെ, സ്ക്ലീറൻകൈമ ഡെഡ് മെക്കാനിക്കൽ ടിഷ്യൂ ആണ്. കോളൻ കൈമ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. കോളൻ കൈമ ലിവിങ് മെക്കാനിക്കൽ ടിഷ്യൂ ആണ്. എല്ലാ മെക്കാനിക്കൽ ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസ് എല്ലാം ഡെഡ് ആണ്, പക്ഷെ കോളൻ കൈമ മാത്രം ലിവിങ് മെക്കാനിക്കൽ ടിഷ്യൂ ആണ്. നോട്ട് ദ പോയിന്റ്, ലിവിങ് മെക്കാനിക്കൽ ടിഷ്യൂ. ഓക്കെ, അപ്പോൾ ആൻസർ 1 ആണ് കേട്ടോ. Then the R group of an amino acid is methyl group, then the amino acid is called. അതായത് R ഗ്രൂപ്പ് ഒരു അമിനോ ആസിഡിനെ വേറൊരു അമിനോ ആസിഡിൽ നിന്ന് വേർതിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്ന R ഗ്രൂപ്പാണ് അല്ലേ? ഇപ്പോൾ R ഗ്രൂപ്പ് സിമ്പിളായിട്ട് അവിടെ ഒരു ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ അത് ഗ്ലൈസീൻ ആയിട്ട് മാറി. ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡാണ് ഗ്ലൈസീൻ എന്ന് പറയുന്നത്. ഇനി CH2OH ഗ്രൂപ്പ് ആണെങ്കിൽ അത് സെറിൻ ആയിട്ട് മാറി. ഇവിടെ നമ്മുടെ അടുത്ത് മീഥൈൽ ഗ്രൂപ്പാണ് ചോദിച്ചേക്കുന്നത്. സോ ദ ആൻസർ ഈസ് അലാനിൻ. നമുക്ക് അസ്പാർട്ടിക് ആസിഡ് പഠിക്കാനില്ല, ഈ 3 എണ്ണേ ഉള്ളൂ. ദെൻ ഗ്ലൈസിൻ ഹൈഡ്രജൻ ആണ്, ദെൻ സെറിൻ CH2OH ആണ്, ദെൻ അലാനിൻ CH3 ആണ്. ദ ആൻസർ ഈസ് 4. ഓക്കെ, the number of carbon atoms in palmitic acid and arachidonic acid including the carboxyl carbon are respectively. Not the point.
ഇൻക്ലൂഡിങ് കാർബോക്സിൽ കാർബൺ. നമ്മുടെ അടുത്ത് ചിലപ്പോൾ എക്സ്ക്ലൂഡിങ് കാർബോക്സിൽ കാർബൺ എന്ന് പറയാറുണ്ട്. നമ്മൾ നോട്ട് ചെയ്യണം അത് എക്സ്ക്ലൂഡിങ് ആണോ ഇൻക്ലൂഡിങ് ആണോ എന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ പാൽമിറ്റിക് ആസിഡ് ഓർത്തിരിക്കാൻ പാൽ 16. യെസ്, അറാക്കിഡോണിക് ആസിഡ് കാണാതെ പഠിച്ചോളൂ 20. സോ ദ ആൻസർ ഈസ് 16, 20 ആണ്. 4 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇൻക്ലൂഡിങ് ആണോ എക്സ്ക്ലൂഡിങ് ആണോ എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കിക്കോളണം. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 4 ആണ് കേട്ടോ ആൻസർ. ഇനി all solutions have a lower water potential than pure water. The magnitude of this lowering is due to the dissolution of solute Cs. Cs is always. Cs means solute potential ആണ്. നമുക്ക് മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ, വാട്ടറിൻ്റെ ഫ്രീ എനർജി ഏറ്റവും കൂടുതൽ പ്യുവർ വാട്ടറിനാണ് 0. ബാക്കി ഏത് സിസ്റ്റം എടുത്താലും ഈ 0യിൽ താഴെയായിരിക്കും. ദാറ്റ് മീൻസ് നെഗറ്റീവ് ആയിരിക്കും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് 2 ആണ് കേട്ടോ, 2. റിഗാർഡിംഗ് സ്റ്റാർച്ച്, സ്റ്റാർച്ച് ഒരു പോളിസാക്കറൈഡ് ആണെന്ന് നമുക്കറിയാം. സ്റ്റാർച്ച് ഫോം ഹെലിക്കൽ സ്ട്രക്ചർ. ഓക്കെ, സ്റ്റാർച്ച് എന്ത് ഫോമിലാണ് കാണുന്നത്? ഹെലിക്കൽ സ്ട്രക്ചർ ആയിട്ടാണ്. വൺ ഓഫ് ദ സബ് യൂണിറ്റ് ഓഫ് സ്റ്റാർച്ച് ഈസ് സ്ട്രക്ചറലി സിമിലർ ടു ഗ്ലൈക്കോജൻ. അതായത് സ്ട്രക്ചറലി നല്ല സിമിലാരിറ്റി ഉണ്ട് സ്റ്റാർച്ചിന് ആരുമായിട്ട്? ഗ്ലൈക്കോജനായിട്ട്. സ്റ്റാർച്ച് ഐഡിൻ ഈസ് റെഡ് ഇൻ കളർ. തെറ്റാണ്, ബ്ലൂ കളറാണ്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റാർച്ച്, നമ്മൾ സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റിന് എന്താ യൂസ് ചെയ്യുന്നത്? ഐഡിനല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐഡിൻ ഒഴിച്ചു കഴിയുമ്പോൾ ഈ ഐഡിൻ വന്ന് ഈ ഹെലിക്സിൽ ചെന്ന് ബൈൻഡ് ചെയ്യുകയും സ്റ്റാർച്ച് ഐഡിൻ കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുകയും ഈ കോംപ്ലക്സ് ആണ് അതിന് എന്ത് കളർ കൊടുക്കുന്നത്? ബ്ലൂ കളർ കൊടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. റെഡ് അല്ല കേട്ടോ, ബ്ലൂ കളറാണ്. സ്റ്റാർച്ച് ഈസ് എ പോളിസാക്കറൈഡ് നമുക്കറിയാം. ഗ്ലൈക്കോജൻ ഈസ് ഓൾസോ കോൾഡ് അനിമൽ സ്റ്റാർച്ച് എന്നാണ് പറയുക, അനിമൽ സ്റ്റാർച്ച്. അപ്പോൾ 3 മാത്രം തെറ്റായിട്ടുള്ള ഇതാണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓക്കെ, ആൻസർ 3 മാത്രം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഓക്കെ, 4 ഈസ് ദ ആൻസർ. ഓക്കെ, 4 ഈസ് ദ ആൻസർ. The energy currency in living system is the bond energy in chemical called, അതായത് എനർജി കറൻസി ഓഫ് ദ സെൽ നമുക്കറിയാവുന്നതാണ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇനി ATP എവിടെയാണ് എനർജി സൂക്ഷിച്ച് വെച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോസ്ഫേറ്റ് ബോണ്ടിലാണ് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ATP സംശയമില്ലാതെ നമുക്ക് പറയാം എനർജി കറൻസി ഓഫ് ദ സെൽ വി കോൾ ഇറ്റ് ആസ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. 4th ആണ് ആൻസർ. ഇൻഹിബിഷൻ ഓഫ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ബൈ മാലോണേറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന എൻസൈം എന്ന് പറയുന്ന പോർഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ഒരു എൻസൈം ആണെന്ന് നമുക്കറിയാം. ഇതാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം. ഇതിനകത്ത് നോർമലി വന്ന് അറ്റാച്ച് ചെയ്യേണ്ട സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന സക്സിനേറ്റ് ആണ്. നോട്ട് ദ പോയിന്റ്, അതിനകത്ത് തന്നെ ഉണ്ട്. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസിൽ അറ്റാച്ച് ചെയ്യേണ്ട സബ്സ്ട്രേറ്റ് ഏതാണ്? സക്സിനേറ്റ് ആണ്. അപ്പോൾ അതേ കോൺഫിഗറേഷൻ, അതേ സൈസുള്ള, അതേ ഷേപ്പുള്ള മാലോണേറ്റ് വന്ന് അവിടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കും. സക്സിനേറ്റിന് പകരം ആരാണ് ഇടിച്ചു കയറുക? മാലോണേറ്റ്. അപ്പോൾ ഇതെന്തിന് എക്സാമ്പിളാണ്? കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷന് എക്സാമ്പിളാണ്. ആൻസർ 1 ആണ് കേട്ടോ വരിക. ഇനി നമുക്ക് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ നോക്കാം. ഇത് ആക്റ്റീവ് സൈറ്റിൽ വന്നല്ലേ സക്സിനേറ്റിന് പകരം മാലോണേറ്റ് വന്ന് ബൈൻഡ് ചെയ്തത്? ആക്റ്റീവ് സൈറ്റിലല്ലാതെ എൻസൈമിൽ വേറെ ഏതെങ്കിലും സൈറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയും. നമുക്ക് എക്സാമ്പിൾ പഠിക്കാനില്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം. സൈനൈഡിൻ്റെ ആക്ഷൻ, റെസ്പിറേറ്ററി എൻസൈമിൽ വന്ന് സൈനൈഡ് എവിടെയെങ്കിലും വന്ന് ആ എൻസൈമിൽ അറ്റാച്ച് ചെയ്താൽ മതി, ആ എൻസൈം ഡാമേജ് ആയി പോകും, ഫംഗ്ഷൻ നടക്കില്ല. അപ്പോൾ അത് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്. ഈ ഫീഡ്ബാക്ക് ഓർ അലോസ്റ്റീറി ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പഠിക്കാനേ ഇല്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലിക് റിയാക്ഷനിൽ ഈ കാൽവിൻ സൈക്കിൾ, അതുപോലെ C2 പാത്വേ, C4 പാത്വേ, അതുപോലെ തന്നെ സൈക്ലിക് റിയാക്ഷനിൽ അതിൻ്റെ എൻ പ്രൊഡക്റ്റ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അലോസ്റ്റീറിക് ഓർ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ എന്ന് പറയുക. അതില്ല കേട്ടോ, ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ് ആൻസർ എന്ന് പറയുന്നത്.
റൈബോസൈംസ് ആർ, റൈബോസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിൽ നോക്കി റൈബോ പകുതി നോക്കുക, റൈബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ റൈബോ ന്യൂക്ലിക് ആസിഡ് RNA അല്ലേ, RNA. റൈബോ ന്യൂക്ലിക് ആസിഡ് എന്താണ്? RNA ആണല്ലോ. എൻസൈമിന്റെ പകുതി സൈം, അതായത് RNA ആക്ട്സ് ആസ് എൻസൈം. RNA എൻസൈമിന്റെ ഫംഗ്ഷൻ ഏറ്റെടുക്കും. നോർമലി എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്ന മോളിക്യൂൾ ഏതാ? പ്രോട്ടീൻ ആണല്ലോ. ഇവിടെ RNA എൻസൈമായിട്ട് ആക്ട് ചെയ്യും. RNA എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡ് ആണ്. സോ ദ ആൻസർ ഈസ് ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ക്ലിയർ? Prosthetic group are organic compounds and are distinguished from other cofactors in that they are tightly bound to. അതായത് ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. എൻസൈം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻസൈമിൻ്റെ മേജർ പാർട്ട് എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ അപ്പോ എൻസൈം എന്ന് പറയും. നോട്ട് ദ പോയിന്റ്, അപ്പോ എൻസൈം. ഓക്കെ, ഈ പ്രോട്ടീൻ പാർട്ടാണ് എൻസൈമിൻ്റെ 99% എങ്കിൽ ഒരു ചെറിയ പാർട്ട് നോൺ പ്രോട്ടീൻ പാർട്ട് വരും. ഈ നോൺ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ കോഫാക്ടേഴ്സ് എന്ന് പറയും. കോഫാക്ടേഴ്സ്. ഓക്കെ, ഈ കോഫാക്ടേഴ്സ് അപ്പോ എൻസൈമും കൂടുന്നതാണ് ഹോളോ എൻസൈം. ഹോളോ, അപ്പോ എൻസൈം കോഫാക്ടേഴ്സും കൂടുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ഹോളോ എൻസൈം എന്ന് പറയും. ഇനി ഈ കോഫാക്ടേഴ്സ് 3 ടൈപ്പ് ഉണ്ട്. പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, ദെൻ കോ എൻസൈംസ്, ദെൻ മെറ്റൽ അയോൺസ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ കിടക്കുന്നതെന്ന് നോക്കിയേ. ദ പ്രോസ്തറ്റിക് ഗ്രൂപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ടൈറ്റ് ആയിട്ട് ബൗണ്ട് ചെയ്യും. ആരുമായിട്ട്? ദെൻ അപ്പോ എൻസൈമായിട്ട്. കണ്ടോ, അപ്പോ എൻസൈമാണ് ഇതിനകത്ത് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഒരു എൻസൈം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേജർ പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ പാർട്ടിന് നമ്മൾ അപ്പോ എൻസൈം എന്ന് പറയും. ഒരു ചെറിയ പാർട്ട് നോൺ പ്രോട്ടീൻ പാർട്ടുണ്ട്, അതിനെ കോഫാക്ടേഴ്സ് എന്ന് പറയും. ഈ കോഫാക്ടേഴ്സ് 3 ടൈപ്പാണ്. പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, ദെൻ മെറ്റൽ അയോൺസ്, കോ എൻസൈം. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് അപ്പോ എൻസൈമായിട്ട് ടൈറ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ദെൻ മറ്റേ കോ എൻസൈംസ് ആണ് വീക്കായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. മെറ്റൽ അയോൺസ് അങ്ങനെ വീക്ക് ടൈറ്റ് എന്നൊന്നുമില്ല, ജസ്റ്റ് ഫോർ അറ്റാച്ച്മെൻറ്റ് ഫോർ എൻസൈം ആക്ടിവിറ്റി. അപ്പോൾ ആൻസർ ഏതാ വരുന്നതെന്ന് മനസ്സിലായല്ലോ? അപ്പോ എൻസൈം. ഓക്കെ, the food stored in red algae is Floridian starch, which is similar to red algae, rhodophyceae. ശ്രദ്ധിച്ചറിയാം, റെഡ് ആൽഗെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് ആൽഗയുടെ നമുക്കറിയാം ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് റോഡോഫൈസേ ആണ് അല്ലേ? റോഡോഫൈസേ. അപ്പോൾ അതിൽ തന്നെയുണ്ട് R for റെഡ് ആൽഗെ. അപ്പോൾ അതിൻ്റെ ഫുഡ് മെറ്റീരിയൽ ഏതാ? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. അതിലും D ഉണ്ട് കേട്ടോ. ഫ്ലോറിഡിയൻ, റെഡിൽ D ഉണ്ട്, ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിൽ D ഉണ്ട്. പിന്നെ നമുക്ക് പറയാം അതിൻ്റെ പിഗ്മെന്റ് ക്ലോറോഫിൽ എയും ഡിയും ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഫുഡ് എന്താണെന്ന് നോക്കിയാൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ചാന്ന് പറഞ്ഞു. ആ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് സ്ട്രക്ചറലി എന്തുമായിട്ട് സിമിലർ ആണെന്നറിയോ? അമൈലോപെക്റ്റിനും ഗ്ലൈക്കോജനും. അമൈലോപെക്റ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു തരം സ്റ്റാർച്ചാണ്. ആ സ്റ്റാർച്ചിൻ്റെ സ്ട്രക്ചറിനോടും ഗ്ലൈക്കോജനോടും സിമിലാരിറ്റി ഉള്ള ഫുഡ് മെറ്റീരിയൽ തന്നെയാണ് ആര് പ്രിപ്പയർ ചെയ്യുന്നത്? റെഡ് ആൽഗെ പ്രിപ്പയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഓക്കെ, അപ്പോൾ ആൻസർ അമൈലോ pectin and glycogen. Third one is the answer. ഇനി the prothallus of fern. പ്രോത്താലസ്, ഫേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടെറിഡോഫൈറ്റ് ആണ്. ടെറിഡോഫൈറ്റിൻ്റെ മെയിൻ ബോഡി എന്ന് പറയുന്ന സ്പോറോഫൈറ്റ് ആണ് അല്ലേ? അപ്പോൾ അത് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പോർസ് മണ്ണിൽ വീണ് കഴിഞ്ഞാൽ അത് ജെർമിനേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്രോത്താലസ് എന്ന് പറയുന്നത്. പ്രോത്താലസ് ഹാപ്ലോയിഡ് ആണ്, ഗ്യാമറ്റോഫൈറ്റ് ആണ്. ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ സെക്സ് ഓർഗൻസ് ഉണ്ടാകും. ആ സെക്സ് ഓർഗൻസ് മൾട്ടി സെല്ലുലാർ ആണ്. ഈ പ്രോത്താലസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലിവിങ് ആണ്, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. ദാറ്റ് മീൻസ് ഓട്ടോട്രോഫിക് ആണ്, ക്ലോറോഫിൽ കണ്ടെയ്നിങ് ആണ്. അതിനകത്ത് ഉണ്ടാകുന്ന സെക്സ് ഓർഗൻ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സെക്സ് ഓർഗൻ ആണ്. ഗ്രീൻ കളറാണ്. ഇൻകോൺസ്പൈക്കസ്, ഫ്രീ ലിവിങ് എല്ലാം വരും. ഓൾ ആർ കറക്റ്റ്. ദ ആൻസർ ഈസ് 1 ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി പ്ലാസന്റേഷൻ ഇൻ അശ്വഗന്ധ. അപ്പം നമ്മൾ മനസ്സിലാക്കണം അശ്വഗന്ധ ഏത് ഫാമിലിയിൽ വരുന്ന മെമ്പറാണ്. അശ്വഗന്ധ സൊളാനേസിയ ഫാമിലിയിൽ വരുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അശ്വഗന്ധ ബെലഡോണെ. ഓക്കെ, ഈ അശ്വഗന്ധയുടെ പ്ലാസന്റേഷൻ. അപ്പോൾ സൊളാനേസിയയിൽ പ്ലാസന്റേഷൻ എന്താന്ന് ഓർത്താൽ മതി? സൊളാനേസിയ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വളൻ ആക്സിയൽ പ്ലാസന്റേഷൻ. പ്ലാസൻ്റെ സ്വെൽ ചെയ്തിരിക്കുന്ന ആക്സിയൽ പ്ലാസന്റേഷൻ ആണ് സൊളാനേസിയയിൽ കാണുക. സോ ദ ആൻസർ ഈസ് 1.
ഓക്കെ, ഈ ബെലഡോണ അശ്വഗന്ധ എന്ന് ഓർത്തിരുന്നോളൂ, സൊളാനേസിയയിലെ മെഡിസിനൽ പ്ലാന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ ഫോർ പെരിഗൈനസ് ഫ്ലവേഴ്സ് ആർ. പെരിഗൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓവറി ഹാഫ് ഇൻഫീരിയർ ആയിരിക്കും, ഓവറി അങ്ങ് സുപ്പീരിയർ ആയിരിക്കില്ല, എപ്പോഴും താഴെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലവറിന് എക്സാമ്പിൾ, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ നമുക്ക്. അപ്പോൾ പെരിഗൈനസിന് പി ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. P4 പ്ലം, റോസ്, പീച്ച്. അതായത് 2 പിയും 1 ആറും പെരിഗൈനസിന്. പ്ലം, റോസ്, പീച്ച്. അപ്പോൾ ആൻസർ ഏതാ വരിക? 4th വൺ ഈസ് ദ ആൻസർ. പെരിഗൈനസിൻ്റെ പി ഓർക്കുക, പിന്നെ പ്ലം, പീച്ച്, റോസ്. ഓക്കെ. ദെൻ അലിറോൺ ലെയർ ഓഫ് മെയ്സ് എൻഡോസ്പെർം ഷോസ് ദ പ്ലോയിഡി. അതായത് മെയ്സ് എന്ന് പറയുന്നത് മോണോക്കോട്ട് പ്ലാന്റ് ആണ് അല്ലേ? മെയ്സ് എന്ന് പറയുന്ന മോണോക്കോട്ട് പ്ലാന്റ് ആണ്. അതിൻ്റെ സീഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാറ്ററൽ സൈഡിൽ എംബ്രിയോ ഇരിക്കും. ഈ ഭാഗം എന്ന് പറയുന്ന മെജോറിറ്റി പാർട്ട് എന്ന് പറയുന്നത് എൻഡോസ്പേം ആണ് അല്ലേ? മെജോറിറ്റി പാർട്ട് എൻഡോസ്പേം, ഈ ലാറ്ററൽ സൈഡിൽ എംബ്രിയോ ഇരിക്കും. ഈ എംബ്രിയോയിനെ എൻഡോസ്പേമിൽ നിന്ന് വേർതിരിക്കുന്ന ലെയർ ആണ് അലിറോൺ ലെയർ എന്ന് പറയുന്നത്. എംബ്രിയോയിനെ എൻഡോസ്പേമിൽ നിന്ന് വേർതിരിക്കുന്ന ലെയർ ആണ് അലിറോൺ ലെയർ. അലിറോൺ ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ എൻഡോസ്പേമിന്റെ പാർട്ടല്ലേ ഈ ഏതെന്ന് പറയുന്ന അലിറോൺ ലെയർ. സോ ദ പ്ലോയിഡി ഈസ് 3N. ഓക്കെ, ആൻസർ 3 ആണ് കേട്ടോ. ഇനി പ്രോട്ടോഡം മെരിസ്റ്റം ഗീവ് റൈസ് ടു, ഇത് നമ്മുടെ NCERT-യിൽ പറയുന്നില്ല. ഇത് പ്രോട്ടോഡം മെരിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോയിൽ ആദ്യം ഉണ്ടാകുന്ന മെരിസ്റ്റം, അത് പല പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എംബ്രിയോയിലെ ആദ്യത്തെ മെരിസ്റ്റത്തിനെ പല പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു മെരിസ്റ്റമാണ് ഈ പ്രോട്ടോഡം മെരിസ്റ്റം എന്ന് പറയുന്നത്. ഈ പ്രോട്ടോഡം മെരിസ്റ്റം എന്തായിട്ടാണ് മാറുന്നത്? The answer is 1. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ആണ്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാസ്കുലർ ബണ്ടിൽ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. നമുക്ക് അതിൽ നിന്ന് അനാറ്റമിയുടെ പാർട്ടിൽ നിന്ന് വരുന്നതാണ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുക കേട്ടോ. അനാറ്റമി എന്നൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതിനകത്ത് ഡൈക്കോട്ട് സ്റ്റെം ആണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വാസ്കുലർ ബണ്ടിൽസ് ലിമിറ്റഡ് ഇൻ നമ്പർ ആൻഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ്. ഇങ്ങനെ ഒരു റിങ്ങിലാണ് എന്ത് അറേഞ്ച് ചെയ്തേക്കുന്നത്? ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വാസ്കുലർ ബണ്ടിൽ. ഇനി ഇത് കൺജോയിൻ്റ് ആണ്. കൺജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോയും സൈലവും ഒറ്റ ബണ്ടിലിൽ വരും. ഫ്ലോയം പുറത്ത്, P4 പുറത്ത്, സൈലം അകത്ത്. ഇനി അതിൻ്റെ ഇടയിലായിട്ട് എന്ത് വരും? കേംബിയം വരും. അപ്പോൾ കേംബിയം ഉണ്ടെങ്കിൽ ഓപ്പൺ, സൈലോം ഫ്ലോയം ഒറ്റ ബണ്ടിലാണ് കൺജോയിൻ. സോ ദ ആൻസർ ഈസ് 4. നോക്കിക്കോളാം കേട്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രോട്ടോസൈലം ലാക്യുണ ഈസ് പ്രസൻറ്റ് ഇൻ. പ്രോട്ടോസൈലം ലാക്യുണ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ പ്രത്യേകതയാണ്. മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ പ്രത്യേകത. അപ്പോൾ മോണോക്കോട്ട് സ്റ്റെം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാസ്കുലർ ബണ്ടിൽ മാത്രമാണ് കേട്ടോ മിസ് വരയ്ക്കുന്നുള്ളൂ. ഇത് മെറ്റാസൈലം, ഇത് പ്രോട്ടോസൈലം. മെറ്റാസൈലം വളരെ വലിയ സൈലായിരിക്കും, പ്രോട്ടോസൈലം വളരെ ചെറുതാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ പ്രോട്ടോസൈലം അങ്ങ് ഡീഗ്രേഡ് ചെയ്ത് പോവുകയും അവിടെ ഒരു ക്യാവിറ്റി രൂപപ്പെടുകയും ചെയ്യും. ദാറ്റ് ക്യാവിറ്റി വി കോൾ ഇറ്റ് ആസ് പ്രോട്ടോസൈലം ലാക്യുണ. അത് ആരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്? മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ. അപ്പോൾ മോണോക്കോട്ട് സ്റ്റെം ഇതിനകത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂല്ലോ, മെയ്സ് ആണ്. മെയ്സ്. അപ്പോൾ സ്റ്റെം ഓഫ് മെയ്സ് 1 ആണ് കേട്ടോ ആൻസർ വരിക. ദെൻ ഡൈക്കോട്ട് റൂട്ട് സ്റ്റീൽ സ്റ്റാർട്ട്സ് ഫ്രം. സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കറക്റ്റായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഓൾ ദ ടിഷ്യൂസ് ഇന്നർ ടു ദ എൻഡോഡെർമിസ്. എൻഡോഡെർമിസിൻ്റെ അകത്തുള്ള ടിഷ്യൂസ്, എൻഡോഡെർമിസ് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അപ്പോൾ ഏതാ വരിക? പെരിസൈക്കിൾ മുതൽ. പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽ, പിത്ത്, ഇത് 3ഉം കൂടുന്നതാണ് സ്റ്റീൽ. ഒരിക്കലും എൻഡോഡെർമിസ് ആഡ് ചെയ്യരുത്, അങ്ങനെ പല മിസ്റ്റേക്ക് നമുക്ക് വരാം. ഓൾ ദ ടിഷ്യൂസ് ഇന്നർ ടു ദ എൻഡോഡെർമിസ് ആണ്. അപ്പോൾ എൻഡോഡെർമിസ് ഇൻക്ലൂഡ് ചെയ്യില്ല. തൊട്ട് താഴെ വരുന്ന പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽ, പിത്ത്. അപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പെരിസൈക്കിൾ. ഫസ്റ്റ് വൺ ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 70S റൈബോസോം. ബാക്ടീരിയയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലേ 70S റൈബോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് ആരിലാണ് കാണുന്നതെന്ന്? മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലും. മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് 3 and 4. സോ ദ ആൻസർ ഈസ് 3. ഡയറക്റ്റ് ആണ് കേട്ടോ. മൈറ്റോകോൺട്രിയോൾ ക്ലോറോപ്ലാസ്റ്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ബാക്ടീരിയ പോലെയുള്ള റൈബോസോം കാണിക്കുക. സെമി ഓട്ടോണോമസ് ഓർഗനൽസ് ആണ്.
നെക്സ്റ്റ്, ഇൻ പൊട്ടറ്റോ ട്യൂബർ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആർ സ്റ്റോർഡ് ഇൻ. ഈ ക്വസ്റ്റ്യൻ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേരളയ്ക്കും അതുപോലെ തന്നെ നീറ്റിനും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളത് വായിക്കാതെ പോകരുത് കേട്ടോ. ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത് നമുക്കറിയാം നിറയെ സ്റ്റാർച്ചാണ്. അപ്പോൾ ആ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഏതിലാണ്? അമൈലോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റ് മീൻസ് അമൈലം മീൻസ് സ്റ്റാർച്ച് എന്നാണ്. അപ്പോൾ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഏതിലാണ്? അമൈലോപ്ലാസ്റ്റിലാണ്. ഇനി എലിയോപ്ലാസ്റ്റ് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. എലിയോ, IO, അപ്പോൾ ഒരു എല്ലും കൂടെ ചേർത്താൽ മതി. ഓയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് എലിയോപ്ലാസ്റ്റ്. ഇനി അലിറോപ്ലാസ്റ്റ്, അലിറോൺ ഗ്രെയിൻസ് പ്രോട്ടീൻ അല്ലേ, അപ്പോൾ പ്രോട്ടീൻ സ്റ്റോർ ചെയ്ത് വെച്ച്. ക്രോമോ, എന്തെങ്കിലും മുന്നിൽ ക്രോമോ ചേർത്ത് കഴിഞ്ഞാൽ കളർന്നാണ് മീനിങ്. അപ്പോൾ സാന്തോഫില്ല്, കരോട്ടിനോയിഡ്സ് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? 1. കോഎൻസൈംസ് NAD, NADP അതിൽ കാണുന്ന വൈറ്റമിൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിയാസിനാണ്. നിയാസിൻ എന്ന് പറയുന്നത് വൈറ്റമിനാണ് അതിനകത്ത് കാണുക. ഓക്കെ, നമുക്ക് ഇതിനകത്ത് പരിചയമുള്ള ഇല്ലാത്തൊരു സാധനം കൊടുത്തിട്ടുണ്ട്, സിട്രീൻ. ഇതറിയപ്പെടുന്ന വൈറ്റമിൻ P എന്നാണ് കേട്ടോ, വൈറ്റമിൻ P. റൈബോഫ്ലാവിൻ B2 ആണ്. ദെൻ പാന്തോതെനിക് ആസിഡ്, പാഞ്ച് B5. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാ വരിക? നിയാസിൻ. ദെൻ പാക്കറ്റിൻ substage, a bivalent consists of leptotin, zygotin, packaging, diplotin, dikinesis. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ 2 ക്വസ്റ്റ്യൻ മാക്സിമം ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ ഈ 5 സബ്സ്റ്റേജസിൽ നിന്നായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഇതിനകത്ത് ചോദിച്ചേക്കുന്ന പാക്കറ്റിൽ നിന്നാണ്. പാക്കറ്റിൽ ബൈവാലൻ, ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലേ, അപ്പോൾ 2 ക്രോമസോം ഉണ്ടാകും. ആ 2 ക്രോമസോം, 1 ക്രോമാറ്റിഡ്, 2 ക്രോമാറ്റിഡ്, 3, 4, ടോട്ടൽ 4 ക്രോമാറ്റിഡ്, 2 സെൻട്രോമിയർ. ഓക്കെ, അപ്പോൾ 2 ക്രോമസോം, 2 ക്രോമാറ്റിഡ്, 2 സെൻട്രോമിയർ. ഓക്കെ, സോ ദ ആൻസർ ഈസ് 4th one ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരിക. ഗട്ടേഷൻ ഈസ് ടേക്സ് പ്ലേസ് അണ്ടർ. ഗട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിൽ എക്സസ് ആയിട്ടുള്ള വെള്ളം ഡ്രോപ്പ് ആയിട്ട് പുറത്തേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗട്ടേഷൻ എന്ന് പറയുക. ഗട്ടേഷൻ നടക്കുന്നത് ഏർലി മോർണിംഗിലോ നൈറ്റിലോ ആണ്. അതായത് പകൽ സമയത്ത് ഒരിക്കലും ഗട്ടേഷൻ നടക്കില്ല. അപ്പം നടക്കുന്നത് ട്രാൻസ്പിറേഷനാണ്. ട്രാൻസ്പിറേഷൻ കൂടുതലുള്ളപ്പോൾ ഗട്ടേഷൻ നടക്കില്ല. ഗട്ടേഷൻ നടക്കുന്ന ലീഫിൽ എൻഡിങ്ങിലുള്ള ചെറിയ ലീഫ് വെയിൻസ് എൻഡ് ചെയ്യുന്ന പാർട്ടിലുള്ള ചെറിയ ഓപ്പണിംഗ് വഴിയാണ്. ഈ ഓപ്പണിങ്ങിനെ നമ്മൾ ഹൈഡത്തോഡ്സ് എന്നാണ് പറയുക. ഓക്കെ, ഹൈഡത്തോഡ്സ്. അപ്പോൾ ഹൈഡത്തോഡ്സ് വഴി വെള്ളം ഡ്രോപ്പ് ആയിട്ട് പോകുന്നതിനാണ് ഗട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ ആ സമയത്ത് ലോ ട്രാൻസ്പിറേഷൻ ആയിരിക്കും. നല്ല ഹൈ റൂട്ട് പ്രഷർ വേണം. റൂട്ടിൽ നന്നായിട്ടുള്ളൊരു റൂട്ട് പ്രഷർ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഈ പ്രോസസ്സ് നടക്കുകയുള്ളൂ. നോർമലി ഇത് കാണുന്നത് ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സിലാണ്, എസ്പെഷ്യലി ഗ്രാസിൽ. ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സമയത്ത് കൂടുതലായിട്ട് നമുക്കിത് ഒബ്സർവ് ചെയ്യാം. സോ ദ ആൻസർ ഈസ് low transpiration and high root pressure. 4th one is the answer. The element present in the structure of chlorophyll, mineral nutritionലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ട്രക്ചർ ക്ലോറോഫിലിൻ്റെ സിന്തസിസിനും അതുപോലെ ക്ലോറോഫിൽ കാണുന്ന എലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഗ്നീഷ്യമാണ്. സിങ്ക്, ഓക്സിൻ്റെ പ്രിപ്പറേഷൻ ആവശ്യമാണ്. ബോറോൺ, പോളൻ ഗ്രെയിൻ ജെർമിനേഷൻ ആവശ്യമാണ്. അയൺ, കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമാണ്. ഇനിയും കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കോളൂ കേട്ടോ. ഫോട്ടോഫോസ്ഫോറിലേഷൻ ടേക്സ് പ്ലേസ് ഇൻ. ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ATP സിന്തസിസ്. ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ ATP ഉണ്ടാകുക. ലൈറ്റിൻ്റെ പ്രസൻസിൽ ATP ഉണ്ടാകുന്ന എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ. സോ ദ ആൻസർ ഈസ് 3rd one. ഇനി മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന ATP സിന്തസിസിനെ നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നാണ് പറയുക. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇനി സൈറ്റോസോൾ എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന ATP സിന്തസിസിനെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ആൻസർ ഇതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. C4 പ്ലാന്റ്സ്. എല്ലാ വർഷവും C4 പ്ലാന്റ്സിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. C4 പ്ലാന്റ്സിൻ്റെ പ്രത്യേകത, അത് ഷുഗർ കെയിൻ, മെയ്സ് പോലുള്ള പ്ലാന്റ് ആണ്. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്ന പ്ലാന്റ് ആണ്. കാരണം എന്താ? ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി കാണിക്കുന്ന പ്ലാന്റ് ആണ് C4 പ്ലാന്റ്സ്. അപ്പോൾ ടോയ്സ് ആസ് എഫിഷ്യൻറ്റ് ആസ് ദാറ്റ് ഓഫ് ദ C3 പ്ലാന്റ്. C3 പ്ലാന്റ്സിനേക്കാളും ഇരട്ടി എഫിഷ്യൻസി കാണിക്കുന്നു.
കാർബൺ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസിൽ. കാരണം എന്താ? ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെൻറ്റ്. ഇനി അതിനകത്ത് ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഏതാ? ഓക്സാലോഅസറ്റിക് ആസിഡ്. കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരാ? PP, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. അവിടെ ഡീകാർബോക്സിലേഷൻ നടക്കുന്നത് എവിടെയാണ്? ബണ്ടിൽ ഷീത്ത് സെല്ലിൽ. റുബിസ്കോ എവിടെ പ്രസൻറ്റ്? ബണ്ടിൽ ഷീത്ത് സെല്ലിൽ. പെപ്കേസ് എവിടെ പ്രസൻറ്റ്? ദെൻ മീസോഫിൽ സെൽ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. C4 pathway വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ. ഓക്കെ, അപ്പോൾ ഇത് ആൻസർ 1 ആണ് കേട്ടോ. 1 ആണ് ആൻസർ വരിക. ടോയ്സ് ആസ് എഫിഷ്യൻറ്റ് ആസ് ദാറ്റ് ഓഫ് C3 plants in terms of carbon fixation. ഇനി PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. നമുക്കൊരു കുറച്ച് DNA കിട്ടി, അത് നമുക്ക് ലക്ഷക്കണക്കിന് കോപ്പീസ് ആക്കി മാറ്റണം. ഏത് ടെക്നിക്ക് യൂസ് ചെയ്യും? PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. 30 സൈക്കിൾ, നമ്മൾ ആ ഡയഗ്രത്തിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് ഇത്. 30 സൈക്കിൾ നടന്നാൽ മതി ഏകദേശം 1 ബില്യൺ കോപ്പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. PCR വഴി 1 ബില്യൺ കോപ്പീസ് ഓഫ് DNA. സോ ദ ആൻസർ ഈസ് 2 ആണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാ? ടാക് പോളിമറൈസ്. അത് ഏത് ബാക്ടീരിയ എന്നാണ് എടുത്തേക്കുന്നത്? തെർമസ് അക്വാട്ടിക്കസ്. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദെൻ 2 ഈസ് ദ ആൻസർ. First recombinant DNA was made by Cohen and Boyer in the year 1972. Stanley Cohen and Herbert Boyer. ഏത് ബാക്ടീരിയ ഉപയോഗിച്ചിട്ടാണ് റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കിയെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൽമണല്ല ടൈഫിമ്യൂറിയം. അത് പഠിച്ചോളൂ കേട്ടോ. 1972. ഇയർ ചോദിക്കില്ല എന്ന് വിചാരിക്കേണ്ട. മെൻ്റൽ വർക്ക് ചെയ്ത ആ പീരീഡ് ഓഫ് ടൈം ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ ഇത് നോക്കിക്കോളാം. Then in the name restriction endonuclease, restriction means restrict the growth of bacteriophage. 2 ആണ് ആൻസർ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ്. നമ്മളിപ്പോൾ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ? എന്തിനാ? ആൻറ്റിജന് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ? അതേപോലെ ബാക്ടീരിയയുടെ ഡിഫൻസിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന ആരാ? ബാക്ടീരിയോഫേജ്. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ നമ്മൾ അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ബയോടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നു. സോ ദ ആൻസർ ഈസ് 2 ആണ് കേട്ടോ. During isolation of DNA, purified DNA precipitated out after the addition of, അതായത് DNA മിക്സ് ആണ് അല്ലേ? RNA ആയിട്ടും പ്രോട്ടീനും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കിടക്കും. അപ്പോൾ നമ്മൾ RNA എങ്ങനെ റിമൂവ് ചെയ്ത് കളയും? RNase വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി. പ്രോട്ടീനെ എങ്ങനെ റിമൂവ് ചെയ്ത് കളയും? പ്രോട്ടിയേസ് വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് DNA ആ സാമ്പിളിലേക്ക് നമ്മൾ നല്ല ചിൽഡ് ആയിട്ടുള്ള എത്തനോൾ അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ DNA മാത്രം മുകളിൽ ഇങ്ങനെ മഞ്ഞ കളറിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരും. എന്നിട്ട് അത് നമ്മളൊരു സ്പാറ്റുല ഉപയോഗിച്ച് പൊക്കിയെടുക്കും. അതിനെയാണ് നമ്മൾ സ്പൂളിംഗ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇത് ഏതാ യൂസ് ചെയ്യുന്നത്? ചിൽഡ് എത്തനോളാണ് DNAയുടെ സെപ്പറേഷന് വേണ്ടി അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിൽഡ് എത്തനോൾ. ആൻസർ 4 ആണ് കേട്ടോ. In recombinant DNA technology, to make a competent host cell, it is usually treated with ഒരു DNA നമുക്കൊരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. അപ്പോൾ ആ സെല്ലിനെ അതിന് വേണ്ടി മോഡിഫൈ ചെയ്യണമല്ലോ. ആ സെല്ലിനെ ഡൈവാലൻ്റ് കാറ്റയോൺ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു DNA ഇതൊരു സെല്ല്, ഈ സെല്ലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ DNA കയറ്റണം. അപ്പോൾ ഈ സെല്ലിനെ എന്ത് ചെയ്യും? നമ്മൾ ഡൈവാലൻ്റ് കാറ്റയോൺ വെച്ച് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ സെല്ലിൽ ചെറിയ ചെറിയ ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഓപ്പണിംഗ് വഴി ഈ ഫോറിൻ DNA അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കോളും. ഓക്കെ, അപ്പോൾ ഡൈവാലൻ്റ് കാറ്റയോൺ വെച്ച് ട്രീറ്റ് ചെയ്യും എന്നല്ലേ പറഞ്ഞേ? ഏത് കാറ്റയോണാണ്? കാൽഷ്യം അയോൺസ് ആണ് നമ്മൾ അതിന് യൂസ് ചെയ്യുക. ആൻസർ 1. ഓക്കെ. ഡൊമസ്റ്റിക് സീവേജ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് എസ്പെഷ്യലി, അതായത് നമ്മുടെ ഒരു പോണ്ടിലേക്ക് വേസ്റ്റ് വരികയാണ്, ഡൊമസ്റ്റിക് സീവേജ് വരികയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ NP ആണ്, നൈട്രജനും ഫോസ്ഫറസും. അത് എന്ത് കൂട്ടും? ആൽഗയുടെ ഗ്രോത്ത് കൂട്ടും. അതുപോലെ തന്നെ ഐക്കോർണിയ പോലുള്ള പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കൂട്ടും. യൂട്രോഫിക്കേഷന് കാരണമാവും നൈട്രജനും ഫോസ്ഫറസും. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. NP 4 ആണ് ആൻസർ. In protein synthesis, messenger RNA has some additional sequence towards the 5' end and at the 3' end, then which are not translated. This region is called, അതായത് മെസ്സഞ്ചർ RNA പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് മെസ്സഞ്ചർ RNA ആണ്. 5' end 3' end. ഇവിടെ ഒരു ക്യാപ്പിംഗ് ഉണ്ടാകും, ഇവിടെ ഒരു ടെയിലിംഗ് ഉണ്ടാകും. ഈ റീജിയൻസ് ഒരിക്കലും ട്രാൻസ്ലേഷൻ നടക്കില്ല. അതായത്
ബിഫോർ സ്റ്റാർട്ട് കോഡോൺ ആൻഡ് ആഫ്റ്റർ സ്റ്റോപ്പ് കോഡോൺ കാണുന്ന റീജിയൻ ആണ് UTR എന്ന് പറയാം, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. ഒരിക്കലും ഇവിടെ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകില്ല കേട്ടോ. അപ്പോൾ ആൻസർ 2 ആണ് വരിക. The most commonly used mutagen, ഗാമ റേസ്, എക്സ് അൾട്രാവയലറ്റ് ഒക്കെ മ്യൂട്ടാജൻ ആയിട്ട്, ഫിസിക്കൽ മ്യൂട്ടാജൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വൺ ഗാമ റേസ് ആണ്. നോട്ട് ദ പോയിന്റ്, ഗാമ റേസ്. ബാക്കി എല്ലാം മ്യൂട്ടാജൻ ആണ്, ഗാമ റേസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഈസ് ദ മെക്കാനിസം ഓഫ് ATP സിന്തസിസ്. ഓൾറെഡി പറഞ്ഞാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്ന മൈറ്റോകോൺട്രിയയിൽ. ദെൻ ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൽ. ഓക്കെ. ടീവോഡൈനർ, സുവോളജി ഓൾറെഡി ഡിസ്കഷൻ കഴിഞ്ഞാണ്. ടീവോഡൈനർ ഡിസ്കവേർഡ് ബൈറോയിഡ്സ് വിച്ച് ആർ എന്താണെന്നറിയോ? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള RNA മോളിക്യൂളാണ്. RNA മോളിക്യൂൾ ടീവോഡൈനർ കണ്ടെത്തി. അത് RNA ആണ്, ലോ മോളിക്കുലർ വെയിറ്റിലുള്ള RNA ആണ്. അത് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഉണ്ടാക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫ്രീ ഇൻഫെക്ഷ്യസ് RNA ആണ്, പ്രോട്ടീൻ കോട്ട് ഉണ്ടാകില്ല. ദെൻ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഫൈലോജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, എവല്യൂഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ ആൻസർ ഏതാണ്? 2 ആണ്. എൻക്ലർ ആൻഡ് പ്രാൻഡിൽ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകളാണ് അത് കൊണ്ടുവന്ന്. ആൻസർ 2 ആണ്. An analytical technique that is used in solving paternity dispute. അച്ഛൻ ഏതാണ് അമ്മ ഏതാണെന്ന് അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്ന DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ്. ക്രിമിനൽസിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, DNA ഫിംഗർ പ്രിൻറ്റിംഗ് പഠിച്ചോളൂ കേട്ടോ. The DNA fragments can be separated by using DNA സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. അഗാറോസ് ജെൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസിൽ സൈസ് അനുസരിച്ച് DNA സെപ്പറേറ്റ് ചെയ്യും. സ്മോൾ സൈസ് ഉള്ളത് ആദ്യം പോയി സെപ്പറേറ്റ് ചെയ്യും. DNA കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ ഒഴിക്കും, UV ലൈറ്റിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഓറഞ്ച് കളറിൽ അത് അപ്പിയർ ചെയ്യും. ആ ഓറഞ്ച് കളറിലുള്ള ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കും. ദറ്റ് കട്ടിങ് ഓഫ് DNA, ആ പാർട്ട് കട്ട് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് എന്താ പറയുക? എലൂഷൻ. പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ ആൻസർ ജെൽ ഇലക്ട്രോഫോറസിസ്. എൻസൈം യൂഷ്വലി റെഫേർഡ് ആസ് മോളിക്കുലർ സിസേഴ്സ്. മോളിക്കുലർ സിസേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? യെസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. മോളിക്കുലാർ സൂച്ചേഴ്സ് എന്ന് പറയുന്നത്, മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയുന്നത് ഏതാണ്? ലിഗേസ് എൻസൈം ആണ്. ഇത് മോളിക്കുലാർ സിസേഴ്സ് ആണ്. സോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് 2 ആണ് ആൻസർ. ഈ ഗൈറേസ് എന്നാണ് കേട്ടോ, 6 ആണ്. ഗൈറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNAയുടെ സൂപ്പർ കോയിലിംഗ് റിമൂവ് ചെയ്ത് കളയാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈമാണ് ഗൈറേസ്. ഓക്കെ, ആൻസർ 2. മോളിക്കുലർ ഗ്ലൂ ഓൾറെഡി മിസ് പറഞ്ഞു, ലിഗേസ് എൻസൈം ആണ്. ലിഗേസ് എൻസൈം. ടാക് പോളിമറൈസ്, PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ യൂസ് ചെയ്യുന്ന എൻസൈമാണ്. അത് തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചറിൽ വളരാൻ സാധിക്കുന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. സോ ദ ആൻസർ 1 ആണ് കേട്ടോ. സാൽമണല്ല ടൈഫിമ്യൂറി അറിയാലോ, ഇതിൻ്റെ പ്ലാസ്മിഡ് ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കിയെടുത്തത്. റൈസോബിയം നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യും. ഈ കോളെ ഹ്യൂമൻ ഇൻസുലിൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ മെത്തേഡ് ഓഫ് ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ ഈസ് സ്യൂട്ടബിൾ ഫോർ. അത് ഏതിലാണ് യൂസ് ചെയ്യുന്നത്? പ്ലാന്റ് സെല്ലിലാണ്. ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ പ്ലാന്റിൽ യൂസ് ചെയ്യും. ടങ്സ്റ്റൺ ഓർ ഗോൾഡ് അതിനകത്ത് DNA പ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ അത് ബൊമ്പാർഡ് ചെയ്യുകയാണ് സെൽസിലേക്ക്. അപ്പോൾ ആൻസർ ഏതാ വരിക? പ്ലാന്റ്സ്, ഗോൾഡ് ഓർ ടങ്സ്റ്റൺ. മൈക്രോ ഇഞ്ചക്ഷൻ എടുക്കുന്ന മനുഷ്യർക്കല്ലേ, അതായത് അനിമൽസിനാണല്ലോ. അപ്പോൾ ഓർത്ത് അത് അനിമൽസിൽ മൈക്രോ ഇഞ്ചക്ഷൻ ആണ്. ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ എന്ന് പറയുന്ന പ്ലാന്റ്സിലാണ് യൂസ് ചെയ്യുക. 1 ആണ് കേട്ടോ ആൻസർ. എക്കോ R1 ക്ലീവ് ദ റെസ്ട്രിക്ഷൻ സൈറ്റ് ബിറ്റ്വീൻ. എക്കോ R1 എന്ന് പറയുന്നത് നമുക്കറിയാം എസ്ട്രീഷ്യ കോളയിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ആണ് അല്ലേ. അപ്പോൾ GAATTC ഇതാണല്ലോ റെസ്ട്രിക്ഷൻ സൈറ്റ്. ഇത് കട്ടുണ്ടാക്കുന്നത്, അതായത് എക്കോ R1 എന്ന് പറയുന്ന എൻസൈം കട്ടുണ്ടാക്കുന്നത് ഈ സൈറ്റിൽ വന്നാണ്, Gയുടെ Aയുടെ ഇടയിൽ കേട്ടോ. അപ്പോൾ ആൻസർ ഏതാ? A ആൻഡ് G. ആൻസർ 1 ആണ് കേട്ടോ വരിക. ജെമ്മെ ആർ ഫൗണ്ട് ഇൻ. ജെമ്മെ
അതാരില്ല? ലിവർ വേർഡ്സിൽ 2 പേരുണ്ട്, റിക്സിയും മാർക്കാൻഷ്യയും. മാർക്കാൻഷ്യയുടെ സർഫസിൽ കപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്, ജമ്മ കപ്പ് എന്ന് പറയും. ആ കപ്പിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയ ബഡ് ലൈക്ക് സ്ട്രക്ചറാണ് ജമ്മ എന്ന് പറയുക. അത് 2 ലോബായിരിക്കും, മൾട്ടി സെല്ലാർ ആയിരിക്കും. ഒടിഞ്ഞു വീണ് നിലത്ത് വീണ് കഴിഞ്ഞാൽ പുതിയ മാർക്കാൻഷ്യ ഉണ്ടാവും. ദാറ്റ് മീൻസ് മാർക്കാൻഷ്യ ബിലോങ് ടു ബ്രയോഫൈറ്റ്സ് ആണ്. ആൻസർ 2 ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ പൂർത്തിയായി. നിങ്ങൾ കൂടുതൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിക്കോളുക. കൂടുതൽ ഇമ്പോർട്ടൻസ് ജനറ്റിക്സ്, അതുപോലെ തന്നെ ബയോ ടെക്നോളജി, മോർഫോളജി, അനാറ്റമി അങ്ങനെയുള്ള പാർട്ടിനൊക്കെ കൂടുതൽ കൊടുക്കുക. അതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. താങ്ക് യു.
മക്കളെ, നമ്മൾ കെമിസ്ട്രി പാർട്ടിൻ്റെ ഡിസ്കഷനാണ് കേട്ടോ ഇന്നത്തെ പേപ്പർ. കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെന്നാ മനസ്സിലാവുന്നല്ലേ? നിങ്ങൾ അൺയൂഷ്വലായിട്ട് 1-2 മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടാവും എന്നല്ലാതെ ബാക്കി ഓൾമോസ്റ്റ് 45 നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കുന്ന പേപ്പറാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ കറക്റ്റ് ആക്കാൻ പറ്റിയ പേപ്പറാണ് കേട്ടോ. നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻസ് 1 by 1. ഓക്കെ മക്കൾ നോക്കും. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 10 moles ഓഫ് അസെറ്റിലീന. അസെറ്റിലീന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംഭവം മനസ്സിലായി, C2H2 ആണ്. C2H2 എന്ന് പറയുമ്പോൾ സംഭവം CnH2n ആണ്. CnH2n -2. CnH2n -2 ആവുമ്പോൾ നമുക്ക് എത്ര മോൾ ഓക്സിജൻ വരുന്ന നമ്മൾ പഠിച്ചിരിക്കുന്നത് ഓർമ്മയില്ലേ? CnH2n +2 ആയിരുന്നെങ്കിൽ 1 മോളിന് 3n+1 2 മോൾ ഓക്സിജൻ വേണം. അത് CnH2n ആണെങ്കിൽ 3n/2 വേണം. CnH2n -2 ആണെങ്കിൽ 3n-1/2 വേണം. ഇവിടെ സാധനം ആരാ? C2H2 ആ. N എത്രയാ? C2. N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സംഭവങ്ങൾ കിട്ടും. 3n-1/2 അല്ലേ? അപ്പോൾ 3 × 2 6, 6 - 1 5, 5/2 2.5. അത് എത്രയ്ക്കാണ്? 1 മോളിനാണ്. ഇവിടെ എത്ര മോളാ? 10 മോൾസാണ്. അപ്പോൾ 1 മോളിനാണ് 2.5. അപ്പോൾ 10 മോൾസിന് 25. വെറുതെ മനക്കണക്കാണ്, മെൻ്റൽ മാത്സ് ആണ് അത്. ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ. മനസ്സിലായോ നിങ്ങൾക്കത്? എങ്ങനെ ജസ്റ്റ് ആ സംഭവങ്ങൾ ആലോചിച്ചാൽ പോരെ? ആ സംഭവങ്ങൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി നിങ്ങൾ. സംഭവം ഏതാ? CnH2n -2 ആണ് ഇവിടെ. C2H2 അല്ലേ? അത് 1 മോളിന് അയാൾ എത്ര വേണം? 3n-1/2 മോൾ ഓക്സിജൻ വേണം. ഈ സംഭവം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം. അത് CnH2n +2 ആയിരുന്നെങ്കിലോ 3n+1/2. CnH2n ആയിരുന്നെങ്കിലോ 3n/2. അത്രയും മോൾ ഓക്സിജനാണ് വേണ്ടത് 1 മോളിന്. ഇതാണ് N, ഇതാണ് N. നമുക്കിവിടെ സംഭവം ആരാ? അസെറ്റിലീന. അതാരാ? C2H2. അവിടെ N എത്രയാ? 2 ആ. അപ്പോൾ 3 × 2 6, 6 - 1 5/2 2.5 ആ. എത്രയ്ക്ക്? 1 മോളിന്. അപ്പോൾ 10 മോൾസിനോ 25. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെയല്ല നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നതെങ്കിൽ മക്കൾ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക. C2H2 + O2 ഗീവ്സ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി കൊണ്ടുവരിക, എന്നിട്ട് സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഫോർമുലേറ്റ് ചെയ്യുന്നതായിരിക്കും കംഫർട്ടബിൾ മെത്തേഡ്. മക്കൾ അത് ചെയ്താൽ മതി. തെറ്റുകൂടാതെ നമുക്ക് ആൻസർ ചെയ്യണം. ഫുൾ മാർക്ക് അടിക്കുകയും വേണം. നോക്കൂ, അടുത്ത നോക്കും നിങ്ങൾ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. ഫോർ ഹൈഡ്രജൻ ആറ്റം ബാമർ സീരീസ് ബിലോങ്സ് ടു വിസിബിൾ റീജിയൻ. അത് ശരിയാണ്. ബാമർ ബിലോങ്സ് ടു വിസിബിൾ റീജിയൻ എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വിസിബിളിൽ വരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയാണ്. ദി എനർജി ഓഫ് 5s ഓർബിറ്റൽ ഈസ് ലെസ് ദാൻ എനർജി ഓഫ് 5p ഓർബിറ്റൽ ഇൻ കേസ് ഓഫ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എന്നാ പറഞ്ഞ. either ഹൈഡ്രജൻ ഓർ ഹൈഡ്രജൻ ലൈക്ക് മക്കൾ പഠിച്ചിട്ടുണ്ട്. 1 ഇലക്ട്രോൺ സ്പീഷീസ് വന്നാൽ ഒരു പർട്ടിക്കുലർ ഷെല്ലിൽ വരുന്ന എല്ലാ സബ് ഷെല്ലിനും എനർജി സെയിം ആയിരിക്കും. 5s = 5p = 5d = 5 അങ്ങനെ അങ്ങ് പോവും. മനസ്സിലായോ? അപ്പോൾ 5sനും 5pക്കും എനർജി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എവിടെ? ഹൈഡ്രജൻ ഓർ ഹൈഡ്രജൻ ലൈക്ക്. മൾട്ടി ഇലക്ട്രോൺ വന്നിട്ടുണ്ടെങ്കിലോ? മൾട്ടി ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ n+ റൂൾ വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ പിന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവും. മൾട്ടി ഇലക്ട്രോൺ ഇത് ഹൈഡ്രജൻ ലൈക്കാണ്. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചില മക്കൾ എന്ത് ചെയ്യുന്നറിയോ? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവർ അൺയൂഷ്വലായിട്ട് അവർ സ്പീഡ് കൂട്ടും. എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ വായിക്കാൻ നിൽക്കില്ല. കാരണം സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ വായിച്ചാൽ സമയം പോവുമല്ലോ എന്നുള്ളൊരു പേടിയുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പകുതിയെ വായിക്കുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇതാ എനർജി ഓഫ് 5s ഓർബിറ്റൽ ഈസ് ലെസ് ദാൻ എനർജി ഓഫ് 5p ഓർബിറ്റൽ. അവിടെ വരെ നിർത്തും. അത് ശരിയാണ്. ആർക്ക്? മൾട്ടി ഇലക്ട്രോൺ. ഇതാര് സ്പെസിഫൈ ചെയ്തു? ഹൈഡ്രജൻ ലൈക്ക് എന്ന് സ്പെസിഫൈ ചെയ്തു. അപ്പോൾ അത് തെറ്റിപ്പോയി. മൂന്നാമത്തത് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് എനർജി ടൈമിൻ്റെ ടേംസിൽ ഫോർമുലേറ്റ് ചെയ്യാം. നമ്മൾ വെലോസിറ്റി അല്ലെങ്കിൽ മൊമെൻറ്റം ദെൻ പൊസിഷൻ്റെ ടേംസിൽ നമുക്ക് എഴുതാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ആംഗിൾ ആൻഡ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ എഴുതാം. കോംപ്ലിമെൻ്ററി വേരിയബിൾസിൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് എഴുതാം. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദെൻ d² - y² പിന്നെ അറിയാമല്ലോ. അതിൻ്റെ 4 ലോബ് കിടക്കണം.
ആക്സിസിൻ്റെ മുകളിലാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എലോങ് ദി ആക്സിസ് ആണ്, ആസ് വെൽ ആസ് ഇൻ ദി XY പ്ലെയിനും ആ ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്നുണ്ട്. നോട്ട് ഓൺലി ഇൻ ദി ആക്സിസ് ബട്ട് ഓൾസോ ഇൻ ദി പ്ലെയിൻ ഓൾസോ, XY പ്ലെയിനിലും അത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ സെക്കൻഡ് വൺ ആണ് തെറ്റിപ്പോയത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ അത് ഓപ്ഷൻസ് മൊത്തം വായിക്കണം കേട്ടോ, തെറ്റിപ്പോരുത്. അത് എന്തായാലും ഒരു 4, 5, 6, 7 സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ശ്രദ്ധിച്ചാൽ മതി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ റിയാക്ഷൻ ഇൻ വിച്ച് yield of product cannot be increased by the application of high pressure എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രഷറിന് ഇക്വിലിബ്രിയത്തിൽ ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ള ഒരു സെൻസിലല്ല ക്വസ്റ്റ്യൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇക്വിലിബ്രിയത്തിൽ പ്രഷറിന് ഇൻഫ്ലുവൻസ് ഇല്ല എന്നല്ല പറഞ്ഞത്. പ്രഷർ അപ്ലൈ ചെയ്തു, പക്ഷേ പ്രോഡക്റ്റിൻ്റെ ഫോർമേഷൻ ഫേവേർഡ് ആവുന്നില്ല എന്നാണ് പറഞ്ഞത്. പ്രോഡക്റ്റിൻ്റെ ഫോർമേഷൻ ഫേവേർഡ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻറ്റിൻ്റെ ഫോർമേഷൻ ഫേവേർഡ് ആയാൽ മതി, ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്താൽ മതി, ഒരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും മനസ്സിലറിയുന്ന പ്രഷറിന് ഇൻഫ്ലുവൻസ് ഒട്ടുമില്ല. അപ്പോൾ നമുക്കറിയാം ΔN0 ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആ ഒരു പോസിബിലിറ്റി ഉണ്ടോയെന്നാണ്. ഏത് ΔN0 ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ടോയെന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഓടി വരുമ്പോൾ നമുക്കറിയാം N2 + O2 = NO, അതിൽ ΔN0 ആണ്. നോക്കണേ മൊത്തം ഗ്യാസ് അല്ലേ എന്ന്, അതെ ΔN0 ആണ്. അപ്പോൾ അവിടെ പ്രഷറിന് ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പോൾ അവിടെ പ്രഷർ കൂട്ടിയാലും പ്രോഡക്റ്റിൻ്റെ ഫോർമേഷന് ഫേവേർഡ് ആവില്ല. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് ആൻസറാണ്. ഇത് മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസറാണ്, വേറെ മൾട്ടിപ്പിൾ കറക്റ്റ് അല്ല ഇത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇൻക്രീസ് ഇൻ പ്രഷറാണ് അടുത്ത. എങ്ങനെ നോക്കണം? ഇൻക്രീസ് ഇൻ പ്രഷർ ഫേവേഴ്സ് ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസാണ്. ആ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ് എങ്ങോട്ട് വരരുത്? ഫോർവേഡിലേക്ക് വരരുത്. എന്നാൽ മാത്രമേ ഫോർവേഡിലേക്ക് വന്നാലേ ഫോർവേഡിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്ത് പ്രോഡക്റ്റ് ഫേവേർഡ് ആവുള്ളൂ. അപ്പോൾ ഇൻക്രീസ് ഇൻ പ്രഷർ ഫേവേഴ്സ് ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ്, അത് എങ്ങോട്ട് ഹാപ്പൻ ചെയ്യണം? ബാക്ക്വേർഡ് ഹാപ്പൻ ചെയ്യണം. മനസ്സിലായോ? അങ്ങനെയുള്ള ഓപ്ഷൻസും ആവാം ഇതില്ലെങ്കിൽ. ഏത് ΔN0 ഇല്ലെങ്കിൽ. അപ്പോൾ അതിൻ്റെ ആദ്യം ചെക്ക് ചെയ്യേണ്ട പോസിബിലിറ്റി ΔN0 ആണ്. രണ്ടാമത്തെ പോസിബിലിറ്റി ഇൻക്രീസ് ഇൻ പ്രഷർ ഫേവേഴ്സ് ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ് ഷുഡ് ഹാപ്പൻ ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയറക്ഷൻ. അതുണ്ടോയെന്നാൽ പിന്നെ നോക്കേണ്ടത് ഇതില്ലെങ്കിൽ. ക്ലിയർ ആണല്ലോ? പിന്നെ ലെഷാർലി പ്രിൻസിപ്പിളിൻ്റെ ബാക്കി എല്ലാ സംഭവങ്ങളും നോക്കണം കേട്ടോ. അക്വസ് ഇക്വിലിബ്രിയത്തിൽ അത് അപ്ലൈ ചെയ്യുന്നൂടെ നോക്കണം, മറന്നു വരുതേ, ഇമ്പോർട്ടൻ്റ് ആണ് അത്. ദെൻ ഇനി പെർസെൻറ്റേജ് ഓഫ്, ആ ക്വസ്റ്റ്യൻ ശരിക്കും നോക്കി. പെർസെൻറ്റേജ് ഓഫ് ആരാ ചോദിച്ചത്? പെർസെൻറ്റേജ് ഓഫ് percentage of aniline that forms anilinium ion in 0.1 molar aqueous aniline solution എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അനിലീൻ ഉണ്ട്. അനിലീൻ ആരാ നമുക്ക് വന്നിരിക്കുന്നത്? PHNH2 ആണ്. ഇതാണ് നമ്മളുടെ അനിലീൻ. വാട്ടറിൽ പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് വരും? H2O. റിവേഴ്സിബിളി ഗിവ്സ് നമുക്കതിന് പ്രോട്ടോണേഷൻ നടന്ന NH3+ വരും, ദെൻ OH- വരും. ഇതാണ് ബേസിക് റിയാക്ഷൻ. ഈ അനിലീൻ്റെ ഈ ഒരു റിയാക്ഷൻ അനിലീൻ അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രസീൻ വെച്ചിട്ട് NCERTയിൽ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ കാണാം. സോൾഡ് ആണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതോ ഇതിൻ്റെ കോൺസെൻട്രേഷൻ C ആയിരുന്നെങ്കിൽ ഇക്വിലിബ്രിയം എത്തുമ്പോൾ C∞ ഇവിടുന്ന് പോവും. അപ്പോൾ ബാക്കി C- C∞, ഇത് C∞ എത്തും, അത് C∞ എത്തും. ഈ സംഭവം C∞ ആണ് വരിക. അപ്പം എത്രയാണ് പോയത്? C∞ ആണ് പോയത്. നമ്മളോട് എന്താ ചോദിച്ചത്? എത്ര പെർസെൻറ്റേജ് പോയിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. പെർസെൻറ്റേജ് ഓഫ് അനിലീൻ ദാറ്റ് ഫോംസ്. അപ്പം ആകെ എത്ര ഉണ്ട്? C ഉണ്ട്. അതിലെത്ര പോയി? C∞ പോയി. ഇൻറ്റു 100 ചെയ്താൽ ഇതാണ് നമ്മളുടെ പെർസെൻറ്റേജ് ഓഫ് അനിലീൻ ദാറ്റ് ഹാസ് കൺവേർട്ടഡ് ഇൻറ്റു അനിലീനിയം അയോൺ. ആകെ എത്ര ഉണ്ട്? C. അതിലെത്ര പോയി? C∞ പോയി. അപ്പോൾ C∞ എന്ന് പറയുമ്പോൾ അപ്പം കത്തണം. ഒരു വീക്ക് ബേസ് അല്ലെങ്കിൽ വീക്ക് ആസിഡിൻ്റെ ഹൈഡ്രോക്സിൽ അയൺ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം ഈക്വൽ ടു C∞ ഈസ് ഈക്വൽ ടു റൂട്ട് ബേസ് ആയതുകൊണ്ട് KB ഇൻറ്റു C ആണ്. ആസിഡ് ആണെങ്കിൽ Ka ഇൻറ്റു C. അതിൽ KB എല്ലാവർക്കും അറിയുന്നതാ. KB എത്രയാണ് വരുന്നത്? നമുക്ക് തന്നിട്ടുണ്ടല്ലോ. 10⁻⁷ ആണ്. ഇൻറ്റു 10⁻⁻1. അപ്പോൾ 10⁻⁸. റൂട്ട് എടുത്താൽ 10⁻⁴. അപ്പോൾ ഈ C∞ എന്ന് പറഞ്ഞാൽ 10⁻⁴ ആണ്. C എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് എത്രയുള്ളത്? 0.1 ആണ്. ഇൻറ്റു 100 ചെയ്താൽ നമ്മുടെ ആൻസറാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ അറൗണ്ട് 0.1% അടുത്ത് അവിടെ ആൻസർ വരും. മെത്തേഡ് നോക്കണേ. ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടൈപ്പാണ്. ഒന്നുകിൽ അത് PH ആയിരിക്കും ചോദിക്കുക. ഇവിടുന്ന് അവിടെ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം ഏരിയ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണേ മക്കൾ കേട്ടോ. ദെൻ അടുത്തത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നോർമൽ അയോൺസ് ആണ് എല്ലാം തന്നിരിക്കുന്നത്. പെറോക്സി ലിങ്കേജുകൾ അവിടെ വന്നിരിക്കുന്നത് S2O8 2- അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. H2S2O8. അത് അടിച്ചുറപ്പിച്ച് മനസ്സിൽ വെച്ചോളണം കേട്ടോ. സൾഫർ അവിടെ +6.
ഇവിടെ ഫോസ്ഫറസ് നോർമൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് +5 വരും. ഓക്സിജൻ -2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ +5 വരണം. പിന്നെ നമുക്ക് അവിടെ നൈട്രജൻ N2H4 ആണ് പിന്നെ പറയുന്നതല്ലേ, 4 ഹൈഡ്രജന് +4 നൈട്രജൻ -4. അപ്പം നിങ്ങൾ സോൾവ് ചെയ്താൽ 5ഉം 6ഉം -2ഉം വരും. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റായിട്ട് വരും. ദെൻ അടുത്ത കണ്ടോ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ നിങ്ങൾ, എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞത് യെസ് 2 മോൾസ് ഹീലിയ തന്നിരിക്കുന്നത്, പിന്നെ 4 മോൾസ് ആരുണ്ട്, ഹൈഡ്രജനുണ്ട്. എന്നിട്ട് എന്താ ചോദിച്ചത്? പാർഷ്യൽ പ്രഷർ ഓഫ് ഹീലിയം ഗ്യാസ് വിൽ ബി. അപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. മോൾ ഫ്രാക്ഷൻ കിട്ടേണ്ട ഐഡിയാസ് ഉണ്ട്, കാരണം ഓരോരുത്തരും റെസ്പെക്റ്റീവ് നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. ടോട്ടൽ പ്രഷർ ഉണ്ടോ നമുക്കവിടെ? ടോട്ടൽ പ്രഷർ നമുക്കവിടെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരാം. ഒന്ന് മെത്തേഡ് അങ്ങനെ ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? PV = nRT യൂസ് ചെയ്യാം. ആരുടെ പാർഷ്യൽ പ്രഷർ ചോദിച്ചിരിക്കുന്നത്? പാർഷ്യൽ പ്രഷർ ഹീലിയ. അപ്പോൾ ഹീലിയത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയേണ്ടതുള്ളൂ. അപ്പം ഹീലിയത്തിൻ്റെ വോളിയം പറയണം. എവിടെയാണ് അതിന് വെസലുള്ളത്? 10 ലിറ്റർ വെസലാണ്. അപ്പോൾ 10 ലിറ്റർ വെസൽ ഹീലിയത്തിൻ്റെ വോളിയം 10 ലിറ്ററാണ്. എന്ന് ഹീലിയത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ് കൊടുക്കുക. ആറിൻ്റെ വാല്യൂ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ടെമ്പറേച്ചർ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറാണ് നിങ്ങൾക്ക്. അപ്പോൾ മക്കൾക്ക് 4.93 അറ്റ്മോസ്ഫിയറിൻ്റെ അടുത്ത് ആൻസർ വരും. യൂണിറ്റ് ശ്രദ്ധിക്കണേ, അറ്റ്മോസ്ഫിയർ ആണോ ബാർ ആണോ, ആറിൻ്റെ യൂണിറ്റ് നോക്കണം. ഇവ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാവുള്ളൂ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് എക്സ്പെക്ട് ചെയ്യാം, തെറ്റിക്കാതെ വേണം ആൻസർ ചെയ്യുക. കഴിഞ്ഞ വർഷവും സിമിലർ ആയിട്ട് ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്, അപ്പം നോക്കി ചെയ്താൽ മതി മക്കൾ. ദെൻ അടുത്തത് നമുക്ക് ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്, കണ്ടോ? ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ചോദിച്ചത് ഓർഡർ ഓഫ് റിയാക്ഷൻ. ഇവർ പലരും എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ വരെ വായിക്കുള്ളൂ, ഓർഡർ ഓഫ് ദി റിയാക്ഷൻ എന്ന് മാത്രമേ വായിക്കുള്ളൂ. വിത്ത് റെസ്പെക്റ്റ് ടു അങ്ങോട്ട് നിങ്ങൾ നോക്കൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓർഡർ ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വിത്ത് റെസ്പെക്റ്റ് ടു ദാറ്റ് റിയാക്ടിങ് സ്പീഷീസ് ചോദിക്കുക, അല്ലെങ്കിൽ സിംപ്ലി ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ആവുക. ക്വസ്റ്റ്യൻ ശരിക്കും നോക്കി ആൻസർ ചെയ്യാവുള്ളൂ കേട്ടോ. നമ്മൾ ഓർഡർ എവിടെയാണ് പറയുക? സ്ലോവസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് P2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Q ആണ്. ഇതാണ് നമ്മളുടെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ, സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ റേറ്റ് ഇക്വേഷൻ വരുമ്പോൾ അങ്ങനെയാണ് വരിക. ഇനി അതിൽ P2 എന്നുള്ള ടേം നമുക്കിവിടെ റിയാക്റ്റിംഗ് സൈഡിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. നോർമലി റിയാക്റ്റൻസിൻ്റെ ടേംസിലാണ് നമ്മൾ റേറ്റിലോ എക്സ്പ്രഷൻ നമ്മൾ കോൺസ്ട്രക്ട് ചെയ്യുക. അതിൽ P2 ഓൾറെഡി അവിടെ വരുന്നുണ്ട്. ഇനി വരാത്ത ആളാരാ? Q എന്ന് പറയുന്ന ആൾ ഇവിടെ ഇല്ല, അവിടെ ഉള്ളത് Q2 ആണ്. അപ്പോൾ നമ്മൾ ഈ Qനെ, റേറ്റ് ഇക്വേഷനിലുള്ള Qനെ നമ്മൾ ഈ Q2ൻ്റെ ടേംസിൽ അല്ലെങ്കിൽ P2ൻ്റെ ടേംസിൽ നമ്മൾ വേറെ അഡീഷണലായിട്ട് എക്സ്പ്രസ് ചെയ്യണം. അതിനാണ് നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ റിവേഴ്സിബിളി തരുന്നത്. റിവേഴ്സിബിളി തരുന്നതുകൊണ്ട് ഷോർട്ട് വൈൽ ആഫ്റ്റർ ഇറ്റ് റീച്ചസ് അറ്റ് ഇക്വിലിബ്രിയം. ഈ റിയാക്ഷൻ റിവേഴ്സിബിൾ അല്ലേ? അതെ. അവിടെ Q2 ഇല്ലേ? അവിടെ Q ഇല്ലേ? ഉണ്ട്. അപ്പോൾ നമുക്ക് Qന് എക്സ്പ്രഷൻ കാണാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ ഈ റിവേഴ്സിബിൾ റിയാക്ഷനിൽ എന്ത് പറയുക? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് പറയുക. റിവേഴ്സിബിൾ റിയാക്ഷൻ കുറച്ച് കഴിഞ്ഞ് ഇക്വിലിബ്രിയം വരും. അപ്പം Q² / Q2 എന്നാണ് അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പ്രഷൻ വരിക. അപ്പം നമുക്ക് Qൻ്റെ എക്സ്പ്രഷൻ അവിടെ നിന്ന് കിട്ടും. Qൻ്റെ എക്സ്പ്രഷൻ Q2ൻ്റെ ടേംസിൽ വരും. സ്ക്വയർ അല്ലേ അത്? അപ്പോൾ Q2⁻½ എന്നാണ് വരിക. കോൺസ്റ്റൻ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ Q2⁻½ എന്നും പറഞ്ഞിട്ട് നമുക്ക് ഈ Qൻ്റെ എക്സ്പ്രഷൻ വരും. ആ Qൻ്റെ എക്സ്പ്രഷൻ ഇവിടെ കൊടുക്കുക, എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കോൺസ്റ്റൻറ്റ്. അപ്പം നമുക്ക് P2⁻1ഉം Q2⁻½ ഓവറോൾ ഓർഡർ 1½ വരും, 3/2 വരും. വിത്ത് റെസ്പെക്ട് ടു Q2 ഓർഡർ 0.5 വരും. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ, പക്ഷേ അത് കൃത്യമായിട്ട് സമയമെടുത്തിട്ട് ചെയ്യണം. അത് സമയമെടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് ഒരു ലൈഫ് ടൈം ഉണ്ട്, മനസ്സിലായില്ല? അൺനെസസറി ആയിട്ട് നിങ്ങൾ സ്പീഡ് കൂട്ടേണ്ട ആവശ്യമില്ല. സമയം എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇതിനൊരു നാച്ചുറൽ ടൈം ഉണ്ട്, അതെടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അത് വേഗം വായിച്ച് ആൻസർ ചെയ്യുക. കൂടുതൽ സമയം എടുക്കരുത്, 5 മിനിറ്റ് ഒന്നും അല്ല പറഞ്ഞത്, അതിൻ്റെ ഒരു ലൈഫ് ടൈം. ആ ലൈഫ് ടൈം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ മിസ്റ്റേക്സുകൾ കമ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ അടുത്തതിൽ വരുന്നത്. അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത് കണ്ടുവോ? അടുത്ത് നമ്മളോട് ബോണ്ട് എനർജിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അല്ല, എൻതാൽപ്പി ചേഞ്ച് ഇല്ലേ? യെസ്, എൻതാൽപ്പി ചേഞ്ച്. അതിന് റിയാക്ഷൻ തന്നിട്ടുണ്ടല്ലോ. ബോണ്ട് എനർജി അല്ലേ തന്നത്? അതെ. അപ്പോൾ ബോണ്ട് എനർജീൻ്റെ ടേംസിൽ എങ്ങനെയാണ് എഴുതുക? ബോണ്ട് എനർജി ഓഫ് ദി റിയാക്റ്റൻ്റ് മൈനസ് ബോണ്ട് എനർജി ഓഫ് ദി പ്രോഡക്റ്റ്. ഇപ്പോൾ റിയാക്റ്റൻറ്റിൽ ഏതൊക്കെ ബോണ്ട് വരുന്നുണ്ട്? CH ബോണ്ട് ഉണ്ട്. അത് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 3 എണ്ണം ഉണ്ട്. അവിടെ CH ബോണ്ട് ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 4 എണ്ണം ഉണ്ട്. CH ബോണ്ട് എനർജി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? X ആണ്. അപ്പോൾ 4 × X പ്ലസ് ബോണ്ട് എനർജി ഓഫ് ദി റിയാക്റ്റൻറ്റ്. പിന്നെ CC ബോണ്ട് ഉണ്ട്. CC ബോണ്ട് എനർജി എത്രയുള്ളത്? Z ആണ് പ്ലസ്. പിന്നെ ഇവിടെ CHOയിൽ C ഡബിൾ ബോണ്ട് O ഉണ്ട്.
സി ഡബിൾ ബോണ്ടോ ബോണ്ട് എനർജി എത്രയുള്ളത് വി ആണ്. എത്രയല്ലേ ഇവിടുത്തെ ബോണ്ട് എനർജി ഉള്ളൂ? സി എച്ച് 3 എണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം, അപ്പം 4 എണ്ണം വരും. പിന്നെ സി സി ബോണ്ട് ഒരെണ്ണം, പിന്നെ സി ഒ ബോണ്ട് ഒരെണ്ണം. പിന്നെ നമ്മൾ റിയാക്ടിങ് സൈഡിൽ ഹൈഡ്രജൻ ആണുള്ളത്. ഹൈഡ്രജൻ്റെ ബോണ്ട് എനർജി നമുക്ക് തന്നിട്ടുണ്ടല്ലോ എ ആണ്. അപ്പോൾ പ്ലസ് എ ഇത് ബോണ്ട് എനർജി ഓഫ് റിയാക്റ്റൻ്റ് ആയി. മൈനസ് ബോണ്ട് എനർജി ഓഫ് ദി പ്രോഡക്റ്റ്. മൈനസ് ബോണ്ട് എനർജി ഓഫ് ദി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരാ? സി സി ബോണ്ട് ഉണ്ട്. സി സി സിംഗിൾ ബോണ്ടിൻ്റെ എനർജി എത്രയാ? നമുക്ക് അവിടെ ഒരു സെഡ് വരുന്നുണ്ട്. സി സി സിംഗിൾ ബോണ്ട് സെഡ് വരുന്നുണ്ട്. പിന്നെ സി എച്ച് ബോണ്ട് എത്ര എണ്ണം ഉണ്ട്? നമുക്ക് 5 എണ്ണം വരുന്നുണ്ട്. സി എച്ച് ബോണ്ട് 5 എണ്ണം എന്ന് പറഞ്ഞാൽ 5x അവിടെ വരുന്നുണ്ട്, പ്ലസ് 5x. ദെൻ പ്ലസ് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വരുന്നുണ്ട്? ഒരു സി ഒ ബോണ്ടും ഉണ്ട്, ഒരു ഒ എച്ച് ബോണ്ടും ഉണ്ട്. സി ഒ ബോണ്ട് എനർജി വൈ ഉണ്ട്, ഒരു ഒ എച്ച് ബോണ്ട് എനർജി ഡബ്ല്യു ഉണ്ട്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആൻസർ വരും. അപ്പോൾ നമ്മൾ നോക്കി ചെയ്താൽ മതി അത് കേട്ടോ, കുഴപ്പമില്ലല്ലോ. അത് ഒരു ടേം വിട്ടുപോയില്ലേ, പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളത്. ടേം വിട്ടുപോകരുത്, മാത്രമല്ല കൃത്യം നമ്പർ ആയിരിക്കുകയും വേണം. ഏതൊക്കെ ബോണ്ട് ഉണ്ടെന്ന് നോക്കി അതിനനുസരിച്ചിട്ട് അങ്ങ് എഴുതിയാൽ മതി. ബോണ്ട് എനർജി ഓഫ് ദി റിയാക്റ്റൻ്റ് മൈനസ് ബോണ്ട് എനർജി ഓഫ് ദി പ്രോഡക്റ്റ്. എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണേ അത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തൊക്കെ തന്നെ ചോദിക്കുള്ളൂ. അത് നന്നായിട്ട് നോക്കി അങ്ങ് ചെയ്താൽ മതി. ദെൻ അടുത്ത കണ്ടു മക്കൾ, അവർ 34.2 ഗ്രാം ഷുഗർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കെയിൻ ഷുഗറാണ്. ഫോർമുല മാസ് നിങ്ങൾക്ക് മനസ്സിലായി, അതിൻ്റെ മോളാർ മാസ് 342 ആണ്. അപ്പോൾ 34.2 എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി അത് 0.1 മോളാണ്. ഇനി അത് എവിടെയുള്ളത്? ഈസ് പ്രസൻറ്റ് ഇൻ 214.2 ഗ്രാം ഓഫ് ഷുഗർ സിറപ്പാണ്. ഇത് ഷുഗർ സിറപ്പാണ് കേട്ടോ. അത് വാട്ടറോടെ ചേർത്തിട്ടുള്ള മാസാണ് 214.2 എന്ന് പറഞ്ഞത്. പെട്ടെന്ന് നിങ്ങൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയോ? നിങ്ങൾ ഷുഗർ സിറപ്പ് ഇത് ആരെ മാസമായിട്ട് എടുത്തു പോകും? വാട്ടറിൻ്റെ മാസമായിട്ട് അങ്ങ് എടുത്തു പോകും. ശ്രദ്ധിക്കണേ, ഷുഗറും വാട്ടറോടെ ചേർന്ന മാസം അത്. അതിൽ നമ്മളെ ഷുഗർ എത്ര ഉണ്ട്? 34.2 ഉണ്ട്. അപ്പോൾ ഇത് ബാക്കി മൈനസ് ചെയ്ത് എത്രയുള്ളത്? 180 ഗ്രാം. അപ്പോൾ 180 ഗ്രാം ആരാ? വാട്ടറാണ്. അത് എത്ര മോളാ? 180/18. അപ്പോൾ 10 മോൾസ് ആണ് ഈ സാധനം വാട്ടർ എന്ന് മനസ്സിലായി. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഒക്കെ സൊല്യൂഷൻ ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് ടു ദാറ്റ് ഓഫ് ദി സൊല്യൂട്ട്. അത് ശ്രദ്ധിച്ചോ നിങ്ങൾ? റേഷ്യോ ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് ടു ദാറ്റ് ഓഫ് ദി സൊല്യൂട്ട്. അപ്പോൾ സോൾവെൻ്റ് ആരാ? മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സോൾവെൻറ്റാ. അത് എത്രയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സോൾവെൻറ്റ് എത്ര ഉണ്ട്? 10 ഉണ്ട്. മോൾ ഫ്രാക്ഷൻസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ടി ആയിട്ട് വെച്ച്, അല്ലെങ്കിൽ 10.1 എന്ത് വേണമെങ്കിലും എടുക്കുക. കാരണം അവിടെ ടോട്ടൽ വരുമ്പോൾ കട്ട് ചെയ്ത് പോകും. അപ്പോൾ പിന്നെ റേഷ്യോ അല്ലേ ചോദിച്ചിരിക്കുന്നത്. പിന്നെ മറ്റേത് എത്രയാ? 0.1 ഡിവൈഡഡ് ബൈ ടോട്ടൽ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 10/0.1 100 എന്ന് വരും. അപ്പോൾ 100 എന്ന് നമ്മുടെ ആൻസർ വരും. അത് ശ്രദ്ധിക്കണം കേട്ടോ, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കണേ. വെറുതെ മോൾ ഫ്രാക്ഷൻ അല്ല ചോദിച്ചത്. ചിലവർ എന്ത് ചെയ്യുന്നറിയോ? റേഷ്യോ ഓഫ് മോൾ സോൾവെൻറ്റ് ടു ദാറ്റ് ഓഫ് സൊല്യൂട്ട് അങ്ങനെയൊക്കെ എടുത്ത് കളയും. മോൾ ഫ്രാക്ഷൻ എന്നുള്ളത് അവരെ മനസ്സിലേക്ക്, ഈ ഫ്രാക്ഷൻ അവരെ മനസ്സിലേക്ക് കയറൂല. എന്നിട്ട് എന്ത് ചെയ്യും? അവർ മോൾ എടുക്കും. മോൾ ഓഫ് സോൾവെൻറ്റിന് മോൾ എത്രയാണ്? 10 ടു ദാറ്റ് ഓഫ് ദി സൊല്യൂട്ട് എത്രയാണ്? നമുക്ക് 0.1. ഇവിടെ അത് കുഴപ്പമില്ല. എന്താ കാരണം? നമുക്ക് റേഷ്യോയിൽ മറ്റേതാകും ക്യാൻസൽ ചെയ്ത് പോകും. മോൾ ഫ്രാക്ഷൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ എടുത്താൽ മതി. N1/N2 എടുത്താൽ മതി. N ടോട്ടൽ ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇവിടെ അത് പ്രശ്നം വരില്ല കേട്ടോ, ശ്രദ്ധിച്ചോളണം. പിന്നെ റേഷ്യോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിരിച്ചിട്ടുള്ള റേഷ്യോ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ അത് നോക്കണം കേട്ടോ, ആൻസർ ചെയ്യണേ. യെസ്, അടുത്ത നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് മഷി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. നോക്കിയാൽ നിങ്ങൾ ഡെൽറ്റ യു തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഡെൽറ്റ ജി ആ ചോദിച്ച്. അപ്പോൾ ഡെൽറ്റ യു എന്ന് നേരിട്ട് ഡെൽറ്റ ജിയിലേക്ക് കണക്ഷൻ ഇല്ല. ഏത് വഴി വരണം? ഡെൽറ്റ എച്ച് വഴി വരണം. അപ്പോൾ എന്താ ഇക്വേഷൻ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ഇൻറ്റു ആർ ടി. അപ്പോൾ നമുക്ക് ഡെൽറ്റ എച്ച് കിട്ടേണ്ട സംഭവത്തിൽ ഡെൽറ്റ യു ഉണ്ട്. പിന്നെ എന്ത് വേണം? ഡെൽറ്റ എൻ വേണം. ഡെൽറ്റ എന്നിന് നമുക്ക് റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗ്യാസസ് എത്ര ഉണ്ട്? 2. ഇതാരാ? ലിക്വിഡാണ്. അപ്പോൾ ഡെൽറ്റ എൻ എത്രയാ? 2 - 0 ആണ്. അപ്പോൾ 2 ആണ്. ഇത് ലിക്വിഡാണേ, തെറ്റിപ്പോകരുത്. അപ്പോൾ അവിടെ 2 വന്നു. ഡെൽറ്റ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് നോക്കണം. ദെൻ പിന്നെ വരുന്നത് നമ്മൾ ടെമ്പറേച്ചർ 300. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ എച്ച് ആയി. ഇനി ഇവിടെ കൊടുക്കണം ഡെൽറ്റ ജിൻ്റെ ഇക്വേഷനിൽ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അതിൽ ടെമ്പറേച്ചർ തന്നിട്ടില്ലേ നമുക്ക്? എല്ലാ സംഭവങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അങ്ങോട്ട് സോൾവ് ചെയ്താൽ മതി. മറ്റേത് ഉണ്ടല്ലോ, ഇത് ഡെൽറ്റ എച്ച് ഈക്വൽ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി ഉണ്ടല്ലോ. ആറിൻ്റെ വാല്യൂ കാലറീസിൽ വാല്യൂ കൊടുക്കണേ. 2 കലോറി പെർ മോൾ പെർ കെൽവിൻ. തെറ്റിപ്പോകരുത്. ജൂൾസിൽ നിന്ന് എടുത്ത് വാല്യൂ കൊടുക്കരുതേ. ജൂൾസിലൊക്കെ കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? വാല്യൂ ഇങ്ങനെ ചെയ്ത് നോക്കും, സാധനം കിട്ടൂല. അപ്പോൾ നിങ്ങൾ ആകെ റെസ്റ്റ്ലെസ് ആവും. അപ്പോൾ അത്രയും ടൈം മിസ്സായി പോയല്ലോ എന്നുള്ള സങ്കടം പിന്നെ വരും. അപ്പോൾ പാനിക് ആവാൻ തുടങ്ങും, ഒരു അൺയൂഷ്വൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് നോക്കണം. തെർമോഡൈനാമിക്സിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് കൃത്യമായിട്ട് നോക്കണം.
പിന്നെ തെർമോഡൈനാമിക്സിൽ എല്ലാ പ്രോപ്പർട്ടീസും എക്സ്റ്റെൻസീവാണ്, മിക്കവാറും പ്രോപ്പർട്ടീസൊക്കെ എക്സ്റ്റെൻസീവാണ്. നമ്മൾ ഡെൽറ്റ യു ആണെങ്കിലും ഡെൽറ്റ എച്ച് ആണെങ്കിലും ഡെൽറ്റ ജി ആണെങ്കിലും ഒക്കെ എക്സ്റ്റെൻസീവാണ്. അതുകൊണ്ട് എമൗണ്ട് ഡിപ്പെൻഡൻറ്റാണ്. തന്ന എമൗണ്ടിനാണോ ക്വാണ്ടിറ്റി ചോദിച്ചത് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യുക. തന്നത് ഒരു മോളിനായിരിക്കും, പക്ഷേ ക്വാണ്ടിറ്റി ചോദിച്ചത് 2 മോളിനും 4 മോളിനൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാം. ഇവിടെ ആൻസർ നിങ്ങൾക്ക് -2.7 ആ വരിക. ഓക്കെ, യെസ്. അടുത്ത കണ്ടു മക്കൾ, മോൾട്ടൺ NaCl എത്ര കറണ്ട് പാസ് ചെയ്തു? 3 ആംപിയർ. ദെൻ എത്ര മിനിറ്റ്? 1 hour and 50 minutes. അപ്പോൾ ഒരു ഇവിടെ 1 hour അല്ലയോ, അപ്പോൾ 60 minutes. ഇവിടെ വേറൊരു 50 minutes. അപ്പോൾ 110 minutes ആയി. ഇൻറ്റു 60 അത്രയും സെക്കൻഡ്സ് ആയി. കുഴപ്പമില്ലല്ലോ. ഇൻറ്റു നമ്മളുടെ എന്ത് വരുന്നുണ്ട്? നമ്മളുടെ ആര് വന്നിട്ടുണ്ട്? കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കൂളംസ് ആയി. അത്രയും കൂളംസിന് എത്ര നമുക്ക് കിട്ടുന്ന നോക്കണ്ടേ. അപ്പോൾ നിങ്ങളത് സോൾവ് ചെയ്തെടുത്താൽ മതി. അത് എളുപ്പമാണിടേ മക്കളെ, എളുപ്പമാണിടാ. ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിൻ ഗ്യാസ് റിലീസ്ഡ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? 2Cl മൈനസ് ഗിവ്സ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺ. കണ്ടോ, 2 moles ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 2 ഫാരഡേ പാസ് ചെയ്യുമ്പോഴാണ് 1 mol ക്ലോറിൻ അവിടെ റിലീസ്ഡ് ആവുന്നത്. ഹൗ മെനി മോൾസ് ഓഫ് ക്ലോറിൻ ഗ്യാസ് ഈസ് റിലീസ്ഡ്? അപ്പോൾ 1 mol ക്ലോറിൻ അവിടെ റിലീസ്ഡ് ആവണമെങ്കിൽ 2 ഫാരഡേ നിങ്ങൾ പാസ് ചെയ്യണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എത്ര ഫാരഡേ അല്ലെങ്കിൽ എത്ര കൂളംസ് ഉണ്ടെന്നാണ്. മക്കൾ ഇത് സോൾവ് ചെയ്യുക. ഇത് 1 hour അല്ലേ, അപ്പോൾ 60 minutes. പിന്നെ നമുക്കിവിടെ 50 minutes. അപ്പോൾ എത്ര മിനിറ്റ് ആയി? 110 minutes ആയി. ഇൻറ്റു 60 ചെയ്താൽ സെക്കൻഡ്സ് ആയി. ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് അത്രയും കൂളംസ് ആയി. ഇത്രയും കൂളംസ് ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നിയർലി 0.2 ഫാരഡേ ആണ്. നിയർലി 0.2 ഫാരഡേ ആണ് നിങ്ങളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വരിക. 2 ഫാരഡേ ആയിരുന്നെങ്കിൽ നമുക്ക് 1 മോളാ. 0.2 ഫാരഡേ ആകുമ്പോൾ അറൗണ്ട് 0.1 മോളാണ് നമുക്ക് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 0.1 എന്ന ആൻസർ വരും. നല്ല ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളണേ, നമ്മൾ മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാതിരിയല്ല ഇവിടെ നമുക്ക് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് സംഭവം വരുന്നത്. അപ്പം ബാലൻസ്ഡ് ഇക്വേഷൻ ഇലക്ട്രോൺ ട്രാൻസ്ഫർ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ നോക്കുക, തെറ്റിപ്പോരുത് അത്. ദെൻ അടുത്ത് കണ്ടോ, അടുത്ത നമ്മൾ സർഫേസ് എന്ന ഫോർ സ്പോണ്ടേനിയസ് അഡ്സോർപ്ഷൻ ഓഫ് എ ഗ്യാസ് ΔG ΔH ആർ നെഗറ്റീവ് ബട്ട് ΔS ഇസ് പോസിറ്റീവ്. തെറ്റല്ലേ? ΔS നെഗറ്റീവ് അല്ലേ? ഗ്യാസ് സ്റ്റേറ്റിലുള്ള ആൾ കംപ്ലീറ്റ് കണ്ടൻസ് ചെയ്ത് പോവല്ലേ ചെയ്യുന്നത്. ദെൻ കറക്റ്റാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ 1 by 1 നോക്കി വരിക. 1/n വാല്യൂ നോക്കിക്കൊള്ളണേ. NCERT അതൊക്കെ എല്ലാവർക്കും ഫെമിലിയറാണ്. ഇതൊക്കെ നോക്കിക്കൊള്ളണേ. എൻസൈം കറ്റാലിസിസ് ഒക്കെ വളരെ ഫാസ്റ്റാണ്. ബട്ടർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ടർ ഓയിൽ എമൽഷൻ. അത് കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 3rd one ആണ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അവിടെ തെറ്റിപ്പോയി. എൻസൈംസ് ആർ ലീസ്റ്റ് റിയാക്റ്റീവ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മോസ്റ്റ് റിയാക്റ്റീവാണ്, അല്ലെങ്കിൽ അവർ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അത് യെസ്, നോട്ട് അറ്റ് ഓൾ റിയാക്റ്റീവ് ഓർ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. അടുത്ത് നോക്കി, പ്രോട്ടോണേറ്റഡ് അറ്റ് ഫാസ്റ്റസ്റ്റ് റേറ്റ്. H+ ആരാ എളുപ്പത്തിൽ വാങ്ങുകയെന്ന്. ഇയാളുടെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്, അത് എവിടെ കൊടുത്തു? അത് റിങ്ങിലേക്ക് കൊടുത്തു, റെസൊനൻസിൽ പോയി. അപ്പോൾ ഒരു H+ വന്നാൽ വാങ്ങാൻ പറ്റുമോ? അത്ര എളുപ്പത്തിൽ വാങ്ങാൻ പറ്റില്ല. അപ്പം ടെൻഡൻസി മിനിമം. ഇവിടെ വരുമ്പോഴോ അതേ സംഭവം തന്നെ, ലോൺ പെയർ റെസൊനൻസിലേക്ക് പോകേണ്ട ചാൻസ് ഉണ്ട്. ഇവിടെ വരുമ്പോഴോ ലോൺ പെയർ റെസൊനൻസിലേക്ക് വരേണ്ട ഒരു ലിറ്റിൽ ബിറ്റ് ചാൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതാ ഇയാളുടെ ലോൺ പെയർ ഇവിടെ ഫ്രീ അല്ലേ. നോ ചാൻസ് ഫോർ എനി കൈൻഡ് ഓഫ് റെസൊനൻസ്. ബെൻസൈൽ അമൈനാണ് കേട്ടോ. അപ്പോൾ അത് ബേസിക് സ്ട്രെങ്ത് നോക്കണേ. ഏത് അമൈൻസിൻ്റെ ചാപ്റ്ററിൽ ആ ഡാറ്റ ഒന്ന് ശരിക്കും ക്രോസ് ചെയ്ത് വെക്കുക. ഓക്കെ മക്കളെ. ദെൻ അടുത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർ കാർബോക്സിലിക് ആസിഡാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ കോമ്പൗണ്ടുകളൊക്കെ ഒന്ന് നോക്കുക. കാർബോക്സിലിക് ആസിഡാണ്. അപ്പോൾ 2 ഓക്സിജൻ വേണം. അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾ 1 ഓക്സിജനേ ഉള്ളൂ. ഹൈഡ്രോക്സി ആൽഡിഹൈഡ്, ഹൈഡ്രോക്സിന്ന് 1 ഓക്സിജൻ, ആൽഡിഹൈഡിന്ന് 1 ഓക്സിജൻ, 2 ഓക്സിജൻ. അൺസാച്ചുറേറ്റഡ് കീറ്റോൺ 1 ഓക്സിജനേ ഉള്ളൂ. അൺസാച്ചുറേറ്റഡ് ഈതർ കണ്ടോ, എസ്റ്റർ അല്ല കേട്ടോ, ശ്രദ്ധിക്കണേ നിങ്ങൾ. എസ്റ്റർ അല്ല, അത് ഈതറാണ്. അൺസാച്ചുറേറ്റഡ് ഈതർ, അൺസാച്ചുറേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ഈതറാകുമ്പോൾ 1 ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ആകെ 2 ഓക്സിജൻ വരുന്നയാൾ 2 മാത്രമേ ഉള്ളൂ. ടപ്പെന്ന് പറഞ്ഞ ആൻസറാണ്. ഒന്നുകിൽ അങ്ങനെ നോക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കാർബോക്സിലിക് ആസിഡ് അല്ലേ, കാർബോക്സിലിക് ആസിഡിൻ്റെ ജനറൽ ഫോർമുല എന്താ? CnH2nO2 ആണ്. CnH2nO2. അപ്പോൾ CnH2nO2 ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരെ നോക്കിയാൽ മതി. അത് പിന്നെ അൺസാച്ചുറേറ്റഡ് ആൽക്കഹോളിനൊന്നും അത് വരാറില്ല. അപ്പോൾ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഹൈഡ്രോക്സി ആൽഡിഹൈഡ്സിനാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആരായിരിക്കണം? എസ്റ്റർ ആയിരിക്കണം. അൺസാച്ചുറേറ്റഡ് എസ്റ്റർ അല്ല, എസ്റ്റേഴ്സ് ആയിരിക്കണം. സാധാരണ ലിഫാറ്റിക് എസ്റ്റേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ അത് ടപ്പെന്ന് പറഞ്ഞ ആൻസറാണ്. ദെൻ അടുത്ത് സൾഫർ ഡൈ ഓക്സൈഡ് കോസസ്. അതൊന്നും മാഷ് പറയേണ്ട കാര്യമില്ലേ, റെസ്പിറേറ്ററി ഡിസീസസ്. ദെൻ
ഇഫ് ദി ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് ടു ലിക്വിഡ് ഈസ് നോട്ട് മച്ച് ദെൻ വിച്ച് ഡിസ്റ്റിലേഷൻ മെത്തേഡ് അറിയാമല്ലോ എല്ലാവർക്കും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒക്കെ എക്സാമ്പിളാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ ഒക്കെ എക്സാമ്പിൾ NCERT ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമ്പിളും പഠിച്ചു വെക്കണം. മനസ്സിലായല്ലോ? കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുമ്പത്തെ വർഷം ക്രോമാറ്റോഗ്രാഫി എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ വർഷം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ടേംസിലുള്ള ഒരു സംഭവമേ വന്നിട്ടുള്ളൂ. അപ്പം ഈ വർഷം അതിൻ്റെ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചോളൂ. ഒപ്പം ഏതാ എസ്റ്റിമേഷൻ്റെ ആ ഏരിയാസ് നോക്കി വെച്ചോളണം. ദെൻ അടുത്തിൽ വരുന്നു നെക്സ്റ്റ് കെനിസറോ റിയാക്ഷൻ തരാത്തത് ചോദിച്ചത്. ഇത് തരും, ഇത് തരും, ഇത് തരും. അപ്പോൾ പിന്നെ തരാത്ത ആളാരാ? CH3 CHO നമുക്കത് തരൂല, കാരണം അവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ. ദെൻ അടുത്തത് കണ്ടു നിങ്ങൾ നമ്മളുടെ എസ്റ്റർ ഫോർമേഷനിൽ പഠിച്ചതാ നമ്മളുടെ ആൽക്കഹോളിൻ്റെ ചാപ്റ്ററിലുണ്ട്. പിരിഡീൻ്റെ പ്രസൻസിൽ ആൽക്കഹോൾ ഇസ് ട്രീറ്റഡ് വിത്ത് ആസിഡ് ക്ലോറൈഡ്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തു, Cl- ഇറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് PHC ഡബിൾ ബോണ്ടോ OCH3 വരും. ടിപ്പിക്കൽ ന്യൂക്ലിയോഫിലിക് അസൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആൻസർ 1 വരും. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മറന്നു പോരുത്. ദെൻ അടുത്തത് അത് C ഡബിൾ ബോണ്ടോ ആണ് കേട്ടോ. C ഡബിൾ ബോണ്ടോ H. ഡബിൾ ബോണ്ട് ഇവിടെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. C ഡബിൾ ബോണ്ടോ H. NH2OH OH- ആണ്. NH2 ആണ് അതവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. NH2 ആണ്, ഹൈഡ്രസീൻ ആണ്. ഹൈഡ്രസീൻ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് റിഡക്ഷൻ ആണ്, വോൾകിഷ്ണർ റിഡക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സംഭവം ടോളുവീന, മറക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു വരുത്. ദെൻ അടുത്തത് ഫിനോൾ ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഡൈല്യൂട്ട് HNO3 അറ്റ് ലോ ടെമ്പറേച്ചർ ഗീവ്സ് 2 പ്രോഡക്ട്സ് P and Q. അതിൽ P സ്റ്റീം വോളറ്റൈലാന്ന് നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ പിന്നെ മനസ്സിലായി ഡൈല്യൂട്ട് HNO3 ആണ്. അപ്പോൾ ഓർത്തോനൈട്രോഫിനോളും വരും, പാരാനൈട്രോഫിനോളും വരും. ഓർത്തോനൈട്രോയും പാരാനൈട്രോയും വരും. ഇതിൽ ഇൻട്രാ വരും. ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിയും വരുന്നതുകൊണ്ട് അത് അസോസിയേഷൻ പ്രിവെൻറ്റഡ് ആണ്. അപ്പോൾ അത് സ്റ്റീം വോളറ്റൈലാണ്. ഇത് നോൺ സ്റ്റീം വോളറ്റൈൽ. അപ്പോൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ആൻസർ 1 തന്നെ. ദെൻ നെക്സ്റ്റ് കണ്ടല്ലോ ആൽക്കഹോളിക് NaCN കൊടുത്ത്. അപ്പോൾ പിന്നെ Cl പോയിട്ട് അവിടെ CN വരും. അടുത്ത സ്റ്റെപ്പിൽ ഡിബാല കൊടുത്തത്. അപ്പോൾ CN എന്തായിട്ട് മാറും? ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ CHO ആയിട്ട് മാറും. അപ്പം അത് ഹലഫോം റിയാക്ഷനൊന്നും തരൂല, കന്നീസറോ റിയാക്ഷൻ അല്ല, കാർബിലമൈൻ അല്ല, അത് ഗീവ്സ് ആൾഡോൾ റിയാക്ഷനാണ്, കാരണം ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. യെസ്. നെക്സ്റ്റ് ചോദ്യം ഫോളോയിങ് ഈസ് നോട്ട് എസെൻഷ്യൽ അമിനോ ആസിഡ്. എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ലാത്തത് ടൈറോസിനാണ്, ബാക്കിയൊക്കെ എസെൻഷ്യൽ എല്ലാവർക്കും അറിയുന്നത്. അപ്പം അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി വെക്കണം. പിന്നെ നമ്മൾ എവറിഡേ ലൈഫിലെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് നോക്കണം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ 1 ലെറ്റർ സിമ്പിൾ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഈ സംഭവങ്ങൾ നമ്മളുടെ എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ സംഭവങ്ങളൊക്കെ കേട്ടോ. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. ക്ലോർ ഡയസിപ്പോക്സൈഡ്, മെപ്രവാമേറ്റ്, ഐക്വാനിൽ, അതൊക്കെ നമുക്ക് ട്രയാങ്കുലൈസറിൻ്റെ ടൈപ്പാണ്. മെഡിസിനൽ കെമിസ്ട്രി നോക്കണേ, 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉള്ള ചാപ്റ്ററാണത് കേട്ടോ. ദെൻ റിലേറ്റീവ് സ്വീറ്റ്നെസ് എന്ന ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അതെല്ലാവർക്കും അറിയുന്നതാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നയാൾ അലിറ്റൈമാണ്, അത് കഴിഞ്ഞിട്ട് സൂക്രാലോസ് ആണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സാക്കറിൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ അസ്പർട്ടൈം വരും. അപ്പോൾ നമ്മുടെ ആൻസർ സെക്കൻഡ് 1 വരും. ആൻസർ ഒന്ന് നോക്കി വെക്കണേ. സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് കൂടെ നോക്കണം കേട്ടോ. റിലേറ്റീവ് സ്വീറ്റ്നെസ് നോക്കുന്നപ്പോൾ തന്നെ അതിൻ്റെ സ്ട്രക്ചേഴ്സ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക, ഏതൊക്കെ ടൈപ്പ് ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടെന്നുള്ളത്. ദെൻ വിച്ച് ഈസ് കറക്റ്റ് മാച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് മാച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ല. ഇൻകറക്റ്റ് മാച്ചിൽ നിങ്ങൾക്ക് പൊട്ടാസ്യം റെഡ് വയലറ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പൊട്ടാസ്യം വയലറ്റ് ലൈലാക്ക് അല്ലേ നമുക്ക് പറഞ്ഞിരിക്കുന്നത്, ബാക്കിയൊക്കെ ശരിയാണ്. ദെൻ അടുത്തത് മാക്സിമം സൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്. മാക്സിമം സൊല്യൂബിൾ ഇൻ വാട്ടർ ആരാ? മാക്സിമം സൊല്യൂബിൾ ഇൻ വാട്ടർ നിങ്ങൾക്കറിയാം, സൾഫേറ്റിൻ്റെ സൊല്യൂബിലിറ്റി ഗ്രൂപ്പ് 2 വരുമ്പോൾ സൾഫേറ്റിൻ്റെ സൊല്യൂബിലിറ്റി ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസസ്. അപ്പോൾ ബേരിയം സൾഫേറ്റ് ബിക്കംസ് ഇൻസോല്യൂബിൾ ആൻഡ് മഗ്നീഷ്യം സൾഫേറ്റ് വിൽ ബി ഹൈലി സോല്യൂബിൾ തന്നതിൽ. അപ്പോൾ 1 ആണ് നമ്മുടെ ആൻസർ. തെറ്റിപ്പോരുതേ. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരിക KSPൻ്റെ ടേംസിലായിരിക്കും കേട്ടോ. ഹയസ്റ്റ് KSP ആർക്കുള്ളതെന്ന് ചോദിക്കും. മാക്സിമം സൊല്യൂബിൾ ആയിട്ടുള്ള ആൾക്കാണ് മാക്സിമം KSP വരിക. അപ്പോൾ മാക്സിമം സൊല്യൂബിൾ ആയിട്ടുള്ള ആൾ MgF4. മിനിമം സൊല്യൂബിൾ ആയിട്ടുള്ള ആൾക്ക് മിനിമം KSP വരും. ഇപ്പോൾ ബേരിയം സൾഫേറ്റ് മിനിമം സൊല്യൂബിൾ. അപ്പോൾ KSPൻ്റെ ടേംസിലായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഹാസ് ഹൈഡ്രേഷൻ എനർജി മോർ ദാൻ ലാറ്റിസ് എനർജി. അപ്പം ആരാണ് സൊല്യൂബിൾ ആവുന്നതെന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ആൻസർ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ദെൻ അടുത്ത ഗ്രൂപ്പ് 14 ആണ്. ഗ്രൂപ്പ് 14 വരുമ്പോൾ ഡൗൺ ദി ഗ്രൂപ്പ് പോകുമ്പം അസിഡിക് നേച്ചർ ഓഫ് ദി ഓക്സൈഡ് ഡിക്രീസസ് ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് അതിൽ റിലേറ്റീവ്ലി മോർ അസിഡിക്. ലെഡ് ഇനോട്ട് പെയർ എഫക്റ്റിൽ +2 കോമൺ സ്റ്റേറ്റ് ആണ്. പിന്നെ ഇത് നമ്മളുടെ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ്. ടിന്ന് സ്റ്റേബിൾ +4 സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ടിന്ന് സ്റ്റേബിൾ +4 സ്റ്റേറ്റ് ആണ്. +4 സ്റ്റേറ്റ് അല്ലേ ടിന്നിനുള്ളത്? യെസ്. അപ്പോൾ അത്
നോക്കി വെച്ചോളണേ. ദെൻ അടുത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ഡീക്ലറൈസ് അസിഡിഫൈഡ് KMnO4. അസിഡിഫൈഡ് KMnO4നെ ഡീക്ലറൈസ് ചെയ്യാത്തത് SO2 ഡീക്ലറൈസ് ചെയ്യും, I- ഡീക്ലറൈസ് ചെയ്യും, കാരണം അവിടെയൊക്കെ റിഡോക്സ് റിയാക്ഷനിൽ വരും. CO2 അത് ഡീക്ലറൈസ് ചെയ്യില്ല, കാരണം കാർബൺ +4 ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഓൾറെഡി ഓക്സിഡൈസിങ് ഏജൻറ്റ്, KMnO4 ഓക്സിഡൈസിങ് ഏജൻറ്റ്, നോ റിയാക്ഷൻ ഇൻ ബിറ്റ്വീൻ. ഇവിടെ Fe2+ ആണ്, Fe2+ ക്യാൻ ബി ഈസിലി ഓക്സിഡൈസ്ഡ് ഇൻറ്റു Fe3+, അപ്പോൾ അവിടെ റിഡോക്സ് റിയാക്ഷൻ വരും. അല്ലാത്തത് CO2 മാത്രമാണ്, ബാക്കി എല്ലായിടത്തും റിഡോക്സ് ഹാപ്പൻസ്. അടുത്തത് ഹാർഡ് വാട്ടർ ഡസ് നോട്ട് കണ്ടെയ്ൻ എന്നാണ് പറഞ്ഞു. ഹാർഡ് വാട്ടറിൽ ഇല്ലാത്തത് ബൈകാർബണേറ്റും സൾഫേറ്റും ഹാർഡ് വാട്ടറിൽ ഉണ്ട്. അത് ടെമ്പററി ആണോ പെർമനൻ്റ് ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല, സിംപ്ലി ഹാർഡ് വാട്ടർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ബേരിയം സൾഫേറ്റാണ്. ബേരിയം സൾഫേറ്റ് ആണ്, പക്ഷേ ബേരിയം സൾഫേറ്റ് ആയതുകൊണ്ട് അത് വാട്ടറിൽ ഇൻസോലുബിളാണ്. ഇൻസോലുബിൾ ആയതുകൊണ്ട് സോലുബിൾ ആയിട്ട് വന്നാൽ മാത്രമേ പ്രോബ്ലം വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇത് സൾഫേറ്റ് ആയതുകൊണ്ട് കാര്യമില്ല, ഇത് ഇൻസോലുബിൾ ആണ്, അപ്പോൾ പിന്നെ ഇയാൾ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യില്ല. തേർഡ് വൺ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ദെൻ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അമൗണ്ട് CrO4 2- ടെട്രാഹീഡ്രലാണ് സ്ട്രക്ചർ CrO4 2-ന്. യെല്ലോ കളർ ഈസ് ഡ്യൂ ടു DD ട്രാൻസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയിലാണ് കളർ വരുന്നത്. CT സ്പെക്ട്രയാണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ട് അത്. ഓൾ പൈ ബോൺസ് ആർ ഓഫ് D-π P-π ബോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കറക്റ്റാണ്. പാരാമാഗ്നറ്റിക് എന്നാണ് പറഞ്ഞല്ല, ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. അൺസ്റ്റേബിൾ ഇൻ ബേസിക് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞല്ല, ഇറ്റ് ഈസ് സ്റ്റേബിൾ ഇൻ ബേസിക് സൊല്യൂഷൻ. അസിഡിഫൈ ചെയ്താൽ അത് ഡൈക്രോമേറ്റിലേക്ക് കൺവേർട്ടഡ് ആവും. ആ റിയാക്ഷൻ NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്, ക്രോമേറ്റ് ഡൈക്രോമേറ്റ് ഇക്വിലിബ്രിയം വരുന്ന റിയാക്ഷൻ. അപ്പം ആൽക്കലൈൻ മീഡിയത്തിൽ അയാൾ സ്റ്റേബിളാണ്. ഇത് അൺസ്റ്റേബിൾ എന്നാണ് പറഞ്ഞത്, തെറ്റാണ്. നമ്മളോട് ശരിയാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ആൻസർ സെക്കൻഡ് വൺ ആണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സ് അയോൺ ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു അബ്സോർബ് വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് സീം ടു ബി കളേർഡ് അല്ല എന്നുള്ള മീനിങ്ങിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഉണ്ടാവാം, പക്ഷേ ഹയസ്റ്റ് വേവ് ലെങ്ത് മീൻസ് ഹയസ്റ്റ് എനർജിയാണ് അവിടെ അബ്സോർബ് ചെയ്യുന്നത്, ലോവസ്റ്റ് വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ അത് അൾട്രാ വയലറ്റ് റീജിയനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അപ്പോൾ അതിൻ്റെ സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലാണെന്ന് അർത്ഥം. അപ്പം ഗ്രേറ്റർ സ്പ്ലിറ്റിംഗ് കോസ് ചെയ്യുന്ന ആരുടെ കേസിലാണെന്ന് നോക്കുക. ഗ്രേറ്റർ സ്പ്ലിറ്റിംഗ് കോസ് ചെയ്യുന്ന സ്ട്രോങ് ലിഗാൻഡ് വരുന്ന കേസില്ല. അവിടെ നമുക്ക് CN ഉണ്ട് സ്ട്രോങ് ലിഗാൻഡ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് DsP2 ആണ്. DsP2ൽ സ്ക്വയർ പ്ലാനാർ സ്പ്ലിറ്റിംഗ് ആണ്. സ്ക്വയർ പ്ലാനാർ സ്പ്ലിറ്റിംഗ് വരുമ്പോൾ ആ സ്പ്ലിറ്റിംഗ് എനർജി ഒക്ടാഹീഡ്രലിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഹ്യൂജ് എമൗണ്ട് എനർജി അബ്സോർബ് ചെയ്താലേ ആ ട്രാൻസിഷൻ നടക്കുള്ളൂ. ദാറ്റ് സീം ടു ഗോ ബിയോണ്ട് വിസിബിൾ റീജിയൻ, അൾട്രാ വയലറ്റിൻ്റെ റീജിയനിലേക്കൊക്കെയാണ് അത് വരിക. അപ്പോൾ പിന്നെ കളർലെസ് ആയിട്ടാണ് വരിക, ടെട്രാസൈനിഡോ നിക്കലേറ്റ്. ബാക്കിയൊക്കെ നോർമൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ വരുന്ന കേസസുകളാണ്. ദെൻ അടുത്തത് ഡസ് നോട്ട് ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. കൊബാൾട്ടിൻ്റെ കൂടെ നമ്മളുടെ ഡൈഡൻറ്റേറ്റ് 3 ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് ജോമെട്രിക്കൽ ഇല്ല, ഇയാൾക്ക് ഒപ്റ്റിക്കലുണ്ട്. 2 ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ്. ഇയാൾ വരുമ്പോൾ En twice NH3 twice ആണ്. ഇയാൾക്ക് ജോമെട്രിക്കലുണ്ട്, സിസ്സും ഉണ്ട് ട്രാൻസും ഉണ്ട്. ഇത് സിമെട്രിക്കൽ ഡൈഡൻറ്റേറ്റ് ആണ്, സിസ്സും ഉണ്ട് ട്രാൻസും ഉണ്ട്. അതിൽ സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ട്രാൻസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പോൾ ഇയാൾക്ക് സ്റ്റീരിയോ ഐസോമേഴ്സ് 3 വരും. അതിൽ 2 എണ്ണം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, 2 ജോമെട്രിക്കൽ ഐസോമർ. ടോട്ടൽ സ്റ്റീരിയോ ഐസോമേഴ്സ് 3 വരും. പിന്നെ ഇത് വന്ന് നമ്മളുടെ MA3B3 ടൈപ്പാണ്, ഫേഷ്യൽ ആൻഡ് മെറിഡിനൽ. അത് രണ്ടും ജോമെട്രിക്കൽ ഐസോമേഴ്സാണ്, നോ ഒപ്റ്റിക്കൽ ഐസോമറിസം. അപ്പോൾ ആൻസർ 3 ആണ്. അതിനടുത്ത് വന്ന് ഒരെണ്ണം ഡൈഡൻറ്റേറ്റ, ബാക്കി 2 എണ്ണം നമുക്കവിടെ മോണോഡൻറ്റേറ്റ വന്ന് നമ്മൾ എഴുതി നോക്കുമ്പോൾ അയാൾക്ക് 3 ജോമെട്രിക്കൽ ഐസോമർ വരും. അതിലൊരു ജോമെട്രിക്കൽ ഐസോമർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ സ്റ്റീരിയോ ഐസോമേഴ്സ് 4 വരും. 3 എണ്ണം, ആ 3-ൽ ഒരാളുടെ എനാൻഷ്യമറും. അപ്പോൾ ടോട്ടൽ സ്റ്റീരിയോ ഐസോമേഴ്സ് 4 വരും. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് 2 വരും. ജോമെട്രിക്കൽ ഐസോമേഴ്സ് 3 വരും. ടോട്ടൽ ഐസോമേഴ്സ് 4 വരും. മറന്നു വരുത് ഈ കോംപ്ലക്സ്. ജോമെട്രിക്കൽ 3, ഒപ്റ്റിക്കലി ആക്റ്റീവ് 2. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഇയാൾക്ക് വരുന്നത് 4. 3 ജോമെട്രിക്കൽ, ആ ജോമെട്രിക്കൽ ഒരാളുടെ എനാൻഷ്യമർ. അപ്പോൾ ടോട്ടൽ സ്റ്റീരിയോ ഐസോമേഴ്സ് ഇയാൾക്ക് 4 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 3 ആണ്. ഐസോമേഴ്സ് നോക്കി വെക്കണേ, അത് ഓർഗാനിക്കിൻ്റെയും കോർഡിനേഷൻ കെമിസ്ട്രിയുടെയും. ബേസിക് ഐസോമേഴ്സേ ചോദിക്കുള്ളൂ, അങ്ങനത്തെ ഭയങ്കര സംഭവങ്ങളൊന്നും ചോദിക്കില്ല കേട്ടോ, സിമിലർ ആയിട്ടുള്ള ടൈപ്പുകൾ. ദെൻ ടു ദി ഫോളോയിങ് ഓക്സൈഡ് ഈസ് എംഫോട്രിക്. അറിയാമല്ലോ, ബെറിലിയം, അലൂമിനിയം, സിങ്ക്, ടിന്ന്, ലെഡ്, ഗാലിയം. അപ്പോൾ ലെഡിൻ്റെ ഓക്സൈഡ് ഉണ്ട്, ആൻസർ 2 ആണ്. ദെൻ ഡസ് നോട്ട് ഗീവ് നൈട്രജൻ ഗ്യാസ് എന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഡസ് നോട്ട് ഗീവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗിവ്സ് ഒക്കെ അങ്ങോട്ട് ആൻസർ ചെയ്യും. കാരണം ഡൈക്രോമേറ്റൊക്കെ നമുക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്, അമോണിയം ഡൈക്രോമേറ്റൊക്കെ നമുക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. അത് നമ്മൾ പെട്ടെന്ന് ചാടി കയറി ആൻസർ ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. ഇയാൾ നൈട്രജൻ തരും, ബേരിയ സൈഡ് നൈട്രജൻ തരും, പ്യുവർ നൈട്രജൻ. അമോണിയം നൈട്രൈറ്റ് ആണ്, അയാൾ നൈട്രജൻ തരും, നൈട്രേറ്റ് തരൂല, ഇയാൾ നൈട്രസ് ഓക്സൈഡാണ് തരിക. അപ്പോൾ സെക്കൻഡ് 1 ആണ് നമ്മുടെ ആൻസർ.
അടുത്തത് കോപ്പർ ഈസ് ഹീറ്റഡ് വിത്ത് ഡൈലൂട്ട് HNO3. നോക്കണം കേട്ടോ, ഡൈലൂട്ട് HNO3. അപ്പോൾ മെറ്റൽ നൈട്രേറ്റ് കിട്ടും. കോപ്പർ, സിൽവർ, മെർക്കുറി, അയൺ ഒക്കെ ആകുമ്പം നമുക്ക് എന്ത് വരും? NO വരും. മറന്നുകൊണ്ടോ? NO. അപ്പോൾ CuNO3 twice and NO. ശ്രദ്ധിച്ചോളണേ. അടുത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഫോർ BCC 4R ഈസ് ഈക്വൽ ടു √3. ശരിയല്ലേ? 2 കോർണർ ആറ്റവും 1 ബോഡി സെൻറ്റർ ആറ്റവും, ടോട്ടൽ 4R, ബോഡി ഡയഗണൽ √3. അപ്പോൾ അത് കറക്റ്റാണ്. സോഡിയം ക്ലോറൈഡ് സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റർ ആണ്, മീൻസ് നോൺ കണ്ടക്ടർ ആണ്. ഇലക്ട്രിസിറ്റി സെമി കണ്ടക്ടർ ആണ്, മറ്റതൊക്കെ ശരിയാണ്. അറിയാമല്ലോ. ദെൻ ഫ്ലൂറൈറ്റ് ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഫ്ലൂറൈറ്റ് എന്ന് പറഞ്ഞാൽ CaF2 ആണ്. CaF2 എന്ന് പറയുമ്പോൾ ഫോർമുലയിൽ 1ഉം 2 ആണ് വരുന്നത്. അപ്പോൾ കോർഡിനേഷൻ റേഷ്യോ പറയുമ്പോൾ തിരിച്ചിടണം, 2ഉം 1ഉം വരണം. അപ്പോൾ 8:4 വരുള്ളൂ. ഇവർ പറഞ്ഞു 4:8 ഇല്ല, അപ്പോൾ അത് തെറ്റിപ്പോയി. തേർഡ് വൺ തെറ്റാണ്. ഡയമണ്ട് ക്രിസ്റ്റൽ ഈച്ച് യൂണിറ്റ് സെൽ has 8 atoms. ശരിയാണ്. 4 ഫ്രം FCC അറേഞ്ച്മെൻറ്റ് ആൻഡ് 4 ഫ്രം ടെട്രാഹീഡ്രൽ വോയിഡ്സ്. അപ്പം 8 atoms പെർ യൂണിറ്റ് സെല്ലാണ് വരിക. അപ്പോൾ 4th വൺ കറക്റ്റാണ്. തേർഡ് വൺ അവിടെ തെറ്റിപ്പോയി. അടുത്ത എവിടുന്നാണ് വന്നിരിക്കുന്നത്? ദി ഗിവൺ ഫിഗർ നമ്മുടെ കൈനറ്റിക്സ് എന്നാണ്. എക്സും വൈയും ഉണ്ട്. 3x gives y എന്നാണ് പറഞ്ഞിരിക്കുന്നത്. as a function of time. If the above reaction follows first order kinetics, then calculate half life എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അങ്ങോട്ട് ചെയ്തു തുടങ്ങുക. ഹാഫ് ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യണം. ആകെ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നത് 30 മിനിറ്റ്സിലാണ്. ഇൻ്റർസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും കോൺസെൻട്രേഷൻ ഈക്വലായി എന്നർത്ഥം. ആ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് രണ്ടാളുടെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആവുന്നത്. അതിന് എക്സിൻ്റെയും വൈൻ്റെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആവുന്ന പോയിൻ്റാണ് ഇവിടെ. അതിന് എക്സും വൈ എവിടെയുള്ളത്? എക്സും വൈ ഇതാണുള്ളത്. 3x gives y. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ എന്താവുന്നു? ഈക്വൽ ആവുന്നു. അതങ്ങോട്ട് സ്ട്രക്ചർ ചെയ്യുക, അതങ്ങോട്ട് എഴുതുക, എക്സ്പ്രസ് ചെയ്യുക. അതിന് ഇയാൾ ഇനീഷ്യലി എത്ര എടുത്തു? 1 മോൾ എടുത്തു എന്ന് വിചാരിക്കുക. ഇയാളോ ഇനീഷ്യലി 0. ഇയാൾ എത്ര പോയി? ഒരു 3x പോയി. അപ്പോൾ 1 3x പോയാൽ ബാക്കി 1 - 3x. അപ്പോൾ ഇയാൾ എത്ര? 3 പോയാൽ 1 വരുന്നത്. അപ്പോൾ പിന്നെ ഇയാൾ എത്ര എത്തും? x എത്തും. എത്ര പോയോ? 3 പോകുമ്പം കണ്ടില്ലേ, അത് 1 വരുന്നത്. എത്ര പോയോ അതിൻ്റെ 1/3 വരുന്നത്. ഇവിടുന്ന് പോയത് എത്രയാ? 3x. അപ്പോൾ അവിടെ എത്ര എത്തും? അതിൻ്റെ 1/3. 3xൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ 3 പോയി. പിന്നെ നമുക്ക് x വരുന്നത്. ഇത് രണ്ടും ഈക്വൽ എന്നാണ് അവർ പറഞ്ഞത് ആ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ. അപ്പോൾ എത്രയാണ് വന്നത്? x ഈസ് ഈക്വൽ ടു അങ്ങോട്ടല്ലേ വന്നത്? 4x ഈസ് ഈക്വൽ ടു 1. x ഈക്വൽ ടു 1/4. x 1/4 ആണ്. അപ്പോൾ പിന്നെ ഇയാൾ എത്ര ബാക്കിയുണ്ടെന്ന് അർത്ഥം? നമ്മൾ റിയാക്റ്റൻ്റ് എത്ര ബാക്കിയുണ്ടെന്ന് അർത്ഥം? 1 - 3x ആണ് ബാക്കിയുള്ളത്. അതിൽ x എത്രയാണ്? 1/4 ആണ്. അപ്പോൾ 1 - 1/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 - 3/4 ആണ്. അപ്പോൾ 1/4 ആണത്. അപ്പോൾ ഇയാൾ 1/4 ആണ് ബാക്കിയുള്ളത്. ഇനീഷ്യലി എത്ര ഉണ്ട്? 1. ഇപ്പോൾ എത്രയേ ഉള്ളൂ? 1/4 ഉള്ളൂ. അപ്പോൾ എത്ര പോയി? ഇനീഷ്യലി 1 ഉണ്ട്, 1/4 എപ്പോഴും ഉള്ളൂ. അത് മനസ്സിലായില്ല? സിമ്പിൾ അല്ലേ അടിയായി? ഇത് സാധാരണ കാൽക്കുലേഷൻ അല്ലയോ? ഇനീഷ്യലി ഇത് 1 മോൾ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഇത് 0. 3 പോകുമ്പം 1 വരുന്നത്. എത്ര പോയോ അതിൻ്റെ 1/3 പോകുന്നത്. ഫ്രാക്ഷൻ ഒഴിവാക്കാൻ ഞാൻ പോയത് എത്ര ആയിട്ട് എടുത്തു? 3x ആയിട്ട് എടുത്തു. അപ്പോൾ 3 പോയാൽ 1 എത്തും. എത്ര പോയാൽ എൻ്റെ 1/3 എത്തും. എത്ര എത്തും ഇവിടെ? 3xൻ്റെ 1/3. അപ്പോൾ 3xൻ്റെ 1/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x എത്തും. ഇനി 30 മിനിറ്റ്സിൽ ഇത് രണ്ട് എന്തായി? 30 മിനിറ്റ്സിൽ ഇവിടെ ഇൻ്റർസെക്ട് ചെയ്തു. ഇൻ്റർസെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ 2 കോൺസെൻട്രേഷൻ ഈക്വലാന്ന് അർത്ഥം. അപ്പോൾ 2 കോൺസെൻട്രേഷൻ ഈക്വലായി. അപ്പോൾ അവിടുന്ന് എന്ത് കണ്ടു? x കണ്ടു. ഇനീഷ്യലി നമ്മൾ റിയാക്റ്റൻ്റ് എത്ര ഉണ്ട്? 1 മോൾ ഉണ്ട്. ഇപ്പോൾ എത്രയാണ് ഉള്ളത്? 1 - 3x. ആ 1 - 3xൽ x എത്രയാണ്? 1/4. അപ്പോൾ 1 - 3/4. അപ്പോൾ അത് എത്രയാണ്? 1/4. ഇനീഷ്യലി എത്ര ഉണ്ട്? 1 ഉണ്ട്. അതിൻ്റെ 1/4 ഇപ്പോഴുള്ളൂ എന്ന് പറഞ്ഞാൽ 75% റിയാക്ഷൻ കഴിഞ്ഞു. 75% റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഹാഫ് ലൈഫാണ്? 2 ഹാഫ് ലൈഫ്. അപ്പോൾ 2 ഹാഫ് ലൈഫാണ് 30 മിനിറ്റ്സ്. അപ്പോൾ ഒരു ഹാഫ് ലൈഫ് എത്രയാണ്? 15 മിനിറ്റ്സ്. നല്ല ക്വസ്റ്റ്യനാണ് അത്. നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങൾ തന്നെയുള്ളൂ. പക്ഷേ ജസ്റ്റ് അതൊന്ന് ലാംഗ്വേജ് ഒന്ന് മാറ്റി പിടിക്കണം, അത്രയേ ഉള്ളൂ. ഒരു മാത്തമാറ്റിക്കൽ സെൻസിലേക്ക് അത് കൊണ്ടുവരണം. ദെൻ അടുത്ത നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നോക്കണ്ടോ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ. 2 രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ. ഒന്ന്, സെൽ റിയാക്ഷൻ തന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ കാണാൻ. 1. 2, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ അല്ലാത്ത കണ്ടീഷൻ തന്നിട്ട് EMF കാണാൻ. അപ്പോൾ നോൺസ്റ്റിക്കേഷൻ യൂസ് ചെയ്തിട്ട്. 3ാമത്തത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ അല്ല, EMF തന്നിട്ട് ΔG കാണാൻ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക് കാണാൻ. ΔG ആണ് അവിടുത്തെ ഇലക്ട്രിക്കൽ വർക്ക്. അപ്പോൾ NFE വെച്ചിട്ട് ചെയ്യണം. ΔG ചോദിക്കുമ്പോൾ -NFE ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്യണം. പിന്നെ നമുക്ക് വരുന്നത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് -NFE0. അപ്പോൾ അതിന് E0 കയ്യിൽ വരണം.
പിന്നെ അതൊന്നും അല്ലാത്ത നമ്മളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ഇ നോട്ട് സെൽ ഈക്വൽ ടു 0.059 log KC. അത് KCൻ്റെ ടേംസ് തന്നെ വരണമെന്നില്ല കേട്ടോ, KPൻ്റെ ടേംസിലാവാം. ചിലപ്പോൾ അത് സ്പാരിംഗ്ലി സോലുബിൾ സാൾട്ട് ആകുമ്പോൾ KSPൻ്റെ ടേംസിലാവാം. ഇതൊക്കെ ആര് തന്നെയാണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ്. സെയിം ഇക്വേഷനാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം പൊട്ടൻഷ്യലൊക്കെ തന്നിട്ട് ചിലപ്പോൾ എന്തായിരിക്കും ചോദിക്കുക? KSP ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ സാധനം ആര് തന്നെ? നമ്മളുടെ KC തന്നെ. 0.0591/n ഇൻറ്റു ലോഗ് KCക്ക് പകരം യു ജസ്റ്റ് പുട്ട് KSP, അത്രേ ചെയ്യേണ്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണേ. ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂമറിക്കലാണിത്, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ ലോഗ് 4 × 10⁻⁴ എന്നാണ് വരിക ലോഗ് KC. അപ്പോൾ പിന്നെ അപ്ലൈ ചെയ്തിട്ട് ചെയ്തോളുക. നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോൾ 0.46 അടുത്തേക്ക് ആൻസർ വരും. നോക്കി ചെയ്തോളണം. ഓക്കെ. ദെൻ അടുത്ത നിങ്ങൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നുള്ളേ, മാഷ് ചെയ്യേണ്ട ആവശ്യം അതിനകത്ത് വരുന്നില്ല എന്നാണ് തോന്നുന്നത്. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് 4, 2, 5, 6 എന്നുള്ള ആ റേഞ്ചിലേക്ക് അത് വന്നിട്ടുണ്ടോ? യെസ്. പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് അല്ലേ? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എനർജി മാക്സിമം. ബാമർ സീരീസിൽ എനർജി മാക്സിമം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ടു 2. സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഗെറ്റ്. ഇനി അതിൻ്റെ വാല്യൂ ഒന്ന് പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതിൽ കേട്ടോ. ഫസ്റ്റ് ബാമർ ലൈനും ലാസ്റ്റ് ബാമർ ലൈനും. ബാമറിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിലോങ്സ് ടു ദി വിസിബിൾ റീജിയൻ. പിന്നെ ബാമർ ഫോർമുലയാണ് ഇനീഷ്യലി വന്നിരിക്കുന്നത്, അതിലേക്കാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ ബാമർ ലൈൻസ് എടുക്കുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് ഫസ്റ്റ് ബാമർ ലൈനും ലാസ്റ്റ് ബാമർ ലൈൻ്റെ വേവ് ലെങ്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലിട്ട് വെച്ചോളൂ. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ദെൻ അടുത്തത് കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് മീത്തൈന. അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി 4th 1. ബാക്കിയുള്ളതൊക്കെ റിയാക്ഷനാണ്. നിങ്ങൾ NCERT ടൈപ്പ് റിയാക്ഷനാണ്. അതിൻ്റെ റിയാക്ഷൻസ് റിയേജൻ്റ് ഒക്കെ നോക്കിയിട്ട് ആൻസർ ചെയ്ത് വെച്ചോളണം. എല്ലാ റിയേജൻറ്റും ബയോട്ടായിക്കൊള്ളണം കേട്ടോ, കാറ്റലിസ്റ്റ് സംഭവങ്ങളൊക്കെ. ദെൻ അടുത്തത് ഫോളോയിങ് ക്യാൻ ബി ഹൈഡ്രലൈസ്ഡ് അറ്റ് എ ഫാസ്റ്റസ്റ്റ് റേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇതൊക്കെ ആസിഡ് ക്ലോറൈഡാണ്. ആസിഡ് ക്ലോറൈഡ് ആകുമ്പോൾ അറിയാമല്ലോ എവിടെ റിയാക്ഷൻസ് വരുന്നത്? നമ്മളുടെ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് C ഡബിൾ ബോണ്ടോനാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുക. അതിന് ഇവിടുത്തെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. അതിൻ്റെ റിങ്ങിൽ ആര് വരണം? വിഡ്രോയിങ് ഗ്രൂപ്പ് വരണം. റിങ്ങിൽ വിഡ്രോയിങ് ഗ്രൂപ്പ് നിൽക്കുന്നത് NO2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇയാൾ വിഡ്രോ ചെയ്യും, ഇവിടുത്തെ പോസിറ്റീവ് പൊളാരിറ്റി കൂടും. പോസിറ്റീവ് പൊളാരിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ന്യൂക്ലിയോഫൈൽ എളുപ്പത്തിൽ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇയാളാണ് ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുക. ഇനി ഈ CO മാറ്റിയിട്ട് ഇവിടെ CH2 ആക്കി, ഇതൊക്കെ CH2 ആക്കി. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ CH2 ആക്കി. അപ്പോൾ നമ്മൾ സാധാരണ ഹാലൈഡുകളായി. അവിടെ SN1 റിയാക്ഷൻ്റെ ടൈപ്പിലേക്കാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ, SN1 ആണ് നടക്കുന്നതെങ്കിൽ നമുക്ക് കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റാണ്. അപ്പം നമ്മൾ റിങ്ങിൽ ഇലക്ട്രോൺ ഡോണർ വരണം. ആ കാർബോകാറ്റയോണെ മോർ സ്റ്റേബിളായിട്ട് വരുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് ആൻസർ ചെയ്തോളണം. ഇവിടെ നമ്മുടെ CH2 ആണോ അതിനല്ല ആസിഡ് ക്ലോറൈഡ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യുക കേട്ടോ. ഇവിടെ നമ്മുടെ ആൻസർ 3rd 1. ദെൻ ഈ റിയാക്ഷൻ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇത് കാണുമ്പോഴേക്ക് നിങ്ങൾ സൾഫാനിലിക് ആസിഡ് കൊണ്ടുപോയിട്ട് എഴുതരുത്. കാരണം ഈ റിയാക്ഷൻ ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളൂ. സൾഫാനിലിക് ആസിഡിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ കണ്ടീഷൻ കുറച്ചുകൂടെ വിഗറസ് ആണ്. ടെമ്പറേച്ചർ കണ്ടീഷൻസ് 400ൻ്റെ മുകളിലേക്ക് വന്നിരിക്കുന്ന കണ്ടീഷൻസാണ് അവിടെ ഉള്ളത്. അതൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. വേറെ കണ്ടീഷനൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് രണ്ടെണ്ണം മിക്സ് ചെയ്തൊരു സാധനമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ബേസ് ആണ്, ഒന്ന് ആസിഡാണ്. ടിപ്പിക്കൽ ആസിഡ് ബേസ് റിയാക്ഷൻ ടു ഫോം ദാറ്റ് പർട്ടിക്കുലർ സാൾട്ട്. അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ് ആണ് ഇനീഷ്യലി ഫോം ചെയ്യുക. ഇതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ബേക്കിംഗ് നടത്തുമ്പോഴാണ് നമുക്ക് ഇനീഷ്യലി അത് മെറ്റൽ വരും. പിന്നെ അടുത്ത പ്രോസസ്സിൽ റിഫ്ലക്സ് ചെയ്തിട്ടാണ് ബേക്കിംഗ് പ്രോസസ്സിൽ സബ്ജക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സൾഫാനിലിക് ആസിഡിലേക്ക് അത് മാറ്റണത്. അപ്പോൾ അത് സിമ്പിളി ഇത് കോമ്പിനേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് 1 ആണ് ആൻസർ. അടുത്തത് ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലായി. നമ്മൾ സ്ട്രക്ചർ ഒന്ന് നോക്കിയാൽ ഇതൊക്കെ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സംഭവങ്ങളായിട്ടാണ് കാണുക. അതിലിവിടെ നമുക്കിത് എസ്റ്ററാണ്. ഇതാ കണ്ടോ, OCOCH3 എസ്റ്ററ. ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ നോക്കി. ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസ് ഫെല്ലിംഗ് സൊല്യൂഷൻ. ഫെല്ലിംഗ് സൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് അപ്പോൾ തന്നെ മനസ്സിലായി. ഫെല്ലിംഗ് സൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റെഡ്യൂസിങ് ഷുഗേഴ്സിൻ്റെ ഫോമിലേക്ക് വരണമെങ്കിൽ നമ്മൾ അനോമറിക് കാർബൺ ഇതാണെങ്കിൽ അനോമറിക് സെൻറ്റർ ഫ്രീ ആയിട്ട് നിൽക്കണം. അവിടെ നമുക്ക് ആര് വരണം? OH വരണം. അപ്പോൾ നമ്മൾ നോക്കി ഫെല്ലിംഗ് സൊല്യൂഷൻ്റെ മീഡിയം എന്താ? ആൽക്കലൈന. എസ്റ്റർ ആൽക്കലൈൻ മീഡിയത്തിൽ കൊടുത്താൽ ഹൈഡ്രോലൈസ്ഡ് ആവും. എസ്റ്റർ ഹൈഡ്രോലൈസ്ഡ് ആയാൽ അതിൻ്റെ ഭാഗം ആസിഡായിട്ട് മാറും. ബാക്കി ഈ Oൻ്റെ ഭാഗം OH ആവും. അപ്പോൾ ഇത് OH ആവുന്നതോട് കൂടിയിട്ട് അത് നമ്മളുടെ ആൽഫ ഗ്ലൂക്കോസിൻ്റെ ടൈപ്പാണെന്ന് മനസ്സിലായി. ആൽഫ ഗ്ലൂക്കോസ്. അപ്പോൾ ഫെല്ലിംഗ് ടെസ്റ്റ് അത് തരും. ഇത് റെഡ്യൂസ് ടോളറൻസ് റിയേജൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫെല്ലിംഗ് ടെസ്റ്റ് തരും, ടോളറൻസ് എന്തായാലും തരും എന്ന് മനസ്സിലായി. അപ്പോൾ സെക്കൻഡ് 1 കറക്റ്റാണ്.
ഇറ്റ് ഗീവ്സ് ബീറ്റാ ഡി ഗ്ലൂക്കോസ് അല്ല, ഇത് ആൽഫ ഗ്ലൂക്കോസിൻ്റെ ടൈപ്പിലേക്കാണ് വരിക. ഇറ്റ് ഡസ് നോട്ട് ഗീവ് ആൽഫ ഡി ഗ്ലൂക്കോസ് ഓൺ ഹൈഡ്രോളിസിസ്, തെറ്റിപ്പോയി. ഇറ്റ് ഗീവ്സ് ആൽഫ ഡി ഗ്ലൂക്കോസ് ഓൺ ഹൈഡ്രോളിസിസ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഈ പോയിന്റ്. നമ്മൾ ഫെല്ലിങ്സ് ആണെങ്കിലും ടൊളൻസ് ആണെങ്കിലും മീഡിയം ആൽക്കലൈനാണ്. ആൽക്കലൈൻ മീഡിയത്തിൽ ഈ എസ്റ്റർ ഹൈഡ്രോളൈസ് ചെയ്ത് പോകും. ഹൈഡ്രോളൈസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ആസിഡായിട്ട് മാറും, ഈ ഭാഗം ആരായിട്ട് മാറും, ആൽക്കഹോളാവും. അപ്പോൾ ഇതാരാ OH. അപ്പം ഫസ്റ്റ് കാർബൺ നമുക്കിവിടെ അനോമറിക് കാർബണാണ്. അനോമറിക് കാർബണിൻ്റെ മുകളിൽ താഴേക്കാണ് OH ഉള്ളത്. അപ്പം റൈറ്റിലേക്കാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ അത് ആൽഫ ഗ്ലൂക്കോസിൻ്റെ ടൈപ്പാണ്, ആൽഫ ഡി ഗ്ലൂക്കോസാണ്. അപ്പോൾ പിന്നെ അയാൾ ആൽക്കലൈൻ മീഡിയത്തിൽ ഹൈഡ്രോളൈസ് ചെയ്ത് ടോളറൻസ് ഫെല്ലിങ്സ് ആൻസർ ചെയ്യും. അപ്പോൾ നമ്മുടെ ആൻസർ സെക്കൻഡ് 1 ആണ്. ശ്രദ്ധിക്കണേ അത് കേട്ടോ. കാർബോഹൈഡ്രേറ്റ് കെമിസ്ട്രിയിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതേപോലത്തെ പ്രതീക്ഷിക്കുക. ബേസിക് ഫണ്ടമെൻറ്റൽസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ പെയിൻസ് എന്നാണ് പറഞ്ഞത്. നോവലാക്കെന്ന് കാണുമ്പോഴേക്കും എല്ലാവർക്കും അറിയാം. അടുത്തത് മെറ്റലിക് ക്യാരക്ടർ അല്ല, സ്റ്റെബിലിറ്റി ഓഫ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് പിന്നെ ഗ്രൂപ്പ് 15 പറഞ്ഞിരിക്കുന്ന ഡൗൺ ഡി ഗ്രൂപ്പ് വരുമ്പോൾ ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്ത് വരുമ്പോൾ +3 ഓക്സിഡേഷൻ സ്റ്റെബിലിറ്റി കൂടി വരികയാണ്. ഇനോട്ട് പെയർ എഫക്റ്റിൽ ബിസ്മത്ത് +3 മോർ സ്റ്റേബിളായി. യെസ്. അടുത്തത് തേർഡ് പീരിയോഡ് എലമെൻറ്റ്സ് കറക്റ്റ് ഓർഡർ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. മാക്സിമം ആർക്കാ വരിക? തേർഡ് പീരിയോഡ് അല്ലേ നമ്മൾ എടുക്കുന്നത്? അതെ, മാക്സിമം വരിക നോബൽ ഗ്യാസിന്. നോബൽ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലോജൻസ്, ഹാലോജൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫോസ്ഫറസ്, ഫോസ്ഫറസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൾഫർ, സൾഫർ കഴിഞ്ഞാൽ സിലിക്കൺ, സിലിക്കൺ കഴിഞ്ഞാൽ മഗ്നീഷ്യം, മഗ്നീഷ്യം കഴിഞ്ഞാൽ അലൂമിനിയം, അലൂമിനിയം കഴിഞ്ഞാൽ സോഡിയം. നമ്മളുടെ സെക്കൻഡ് പീരിയോഡ് എലമെൻറ്റ്സ് ഇല്ലേ, അതിന് സിമിലർ ആയിട്ടുള്ള വേരിയേഷൻ തന്നെ അവിടെ വരിക. ദെൻ മോളിക്യൂൾ വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 പോസിബിലിറ്റി നോക്കേണ്ടേ ഉള്ളൂ. ഒന്നുകിൽ നമ്മളുടെ നോബൽ ഗ്യാസ് ഡയറ്റോമിക് ആയിട്ട് എഴുതി നോക്കുക, അല്ലെങ്കിൽ ആൽക്കലിൻ ഓർത്ത് മെറ്റലിൽ ഡയറ്റോമിക് ആയിട്ട് എഴുതിയിട്ടുണ്ട് Be2. ബോണ്ട് ഓർഡർ ഒന്ന് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ 2 പോസിബിലിറ്റി ഉണ്ടോ നോക്കുക, അതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കും. നമുക്ക് ആൻസർ Be2. അടുത്ത റോങ്ലി മാച്ച്ഡ് പെയറ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരെണ്ണം പ്രതീക്ഷിക്കുക കേട്ടോ. PCl5 പലരും എന്ത് ചെയ്യുമെന്നറിയോ? PCl5 ട്രൈഗണൽ മാത്രമേ വായിക്കുകയുള്ളൂ. തെറ്റിപ്പോവുകയെ. ട്രൈഗണൽ പ്ലാനാർ അല്ല, ട്രൈഗണൽ ബൈപിരമിഡലാണ്. ചിലപ്പോൾ ട്രൈഗണൽ പിരമിഡൽ എന്ന് കാണാം. PCl5 നേരെ ട്രൈഗണൽ പിരമിഡൽ എന്ന് കാണാം. ട്രൈഗണൽ പിരമിഡൽ അല്ല, ട്രൈഗണൽ ബൈപിരമിഡലാണ്. അപ്പം കണ്ണ് തുറന്നിട്ടേ ക്വസ്റ്റ്യൻ വായിക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻകറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? റോങ്ലി മാച്ച്ഡ് ആണ്. അപ്പം ആദ്യത്തെ തന്നെ റോങ്ലി മാച്ച്ഡ്, ബാക്കിയൊക്കെ കറക്റ്റ് മാച്ച്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ദെൻ സൾഫ്യൂരിക് ആസിഡ്, സ്വാലുറൈറ്റ് സിങ്ക് സൾഫൈഡാണ്. സിങ്ക് ഓക്സൈഡ് നമുക്ക് സിങ്കായിട്ടാണ്, ഇത് നമുക്ക് കലാമിനാണ്. Cu2 എന്ന് പറഞ്ഞാൽ നമുക്ക് കുപ്രൈറ്റാണ്. ദെൻ അടുത്തത് കൊബാൾട്ടിൻ്റെ കൂടെ ഓക്സലേറ്റ് 3 എണ്ണം വെച്ചിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓക്സലേറ്റ് റിലേറ്റീവ് നമുക്ക് വീക്കാണെന്ന് അറിയാം, പക്ഷേ കൊബാൾട്ട് 3+ കൂടെ അത് പെയറപ്പ് ചെയ്യുന്നുണ്ട്. കൊബാൾട്ട് 3+ൽ D6 ആണ്. D6 കോൺഫിഗറേഷൻ വരുമ്പോൾ T2G പെയറപ്പ് ചെയ്യുന്നുണ്ട്. 6 ഇലക്ട്രോൺസ് T2Gയിൽ പെയറപ്പ് ചെയ്യുമ്പോൾ T2G6 Eg0. വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതിൻ്റെ CFSയുടെ കാൽക്കുലേറ്റ് ചെയ്തോളണം കേട്ടോ, അത് മറന്നു പോരുത്. യെസ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ. അത് തെറ്റുകൂടാതെ ആൻസർ ചെയ്യുക. എല്ലാ ചാപ്റ്റേഴ്സൊന്നും നമ്മൾ എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള പേപ്പേഴ്സ് തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യുക മക്കളെ. ഓക്കെ, താങ്ക് യു.
ഓക്കെ, നമസ്കാരം മക്കളെ. അപ്പോൾ ഫിസിക്സിൻ്റെ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇന്നത്തെ ഫിസിക്സ് എക്സാം വളരെ എളുപ്പമുണ്ടായിരുന്നെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിളായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ ഡിസ്കഷൻ പാർട്ടിലേക്ക് പോകാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. An inductor of inductance L and a capacitor of capacitance C and a resistor of resistance R are connected in series to an AC source of potential difference V volt as shown in the figure. The potential difference across L is 90 volt. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, 90 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ്. L 90 ആണ്, C 10 ആണ്, റെസിസ്റ്റർ 60 വോൾട്ട് ആണ്. ഓക്കെ, ഇതെല്ലാം RMS വാല്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് ആ സർക്യൂട്ടിലെ നെറ്റ് RMS വാല്യൂ വോൾട്ടേജ് നമുക്ക് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വാട്ട് VR സ്ക്വയർ പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഓക്കെ ആണോടെ? അപ്പോൾ ഇവിടെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ VRൻ്റെ വാല്യൂ 60 സ്ക്വയർ പ്ലസ് VL എത്രയാണ്? 90 ആണല്ലേ. 90 മൈനസ് 10 ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ? അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഇത് 60 സ്ക്വയർ പ്ലസ് 80 സ്ക്വയർ എന്നാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 100. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവിടുത്തെ RMS വോൾട്ടേജ് കിട്ടി. അങ്ങനെയാണെങ്കിൽ പീക്ക് വോൾട്ടേജ് നമുക്ക് എഴുതാം. ദറ്റ് ഈസ് V0 ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു I0. അപ്പോൾ നമുക്ക് ആരെ കിട്ടി? പീക്ക് വോൾട്ടേജ് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ടാണ്. അപ്പോൾ ആ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് തന്നിട്ടുണ്ട്. ഇമ്പിഡൻസ് 10 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിലുണ്ടാകുന്ന കറണ്ട്, പീക്ക് കറണ്ട് I0 ഈസ് ഈക്വൽ ടു V0 ബൈ Z ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 100 √2 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, അപ്പോൾ 10ഉം 10ഉം കട്ടായിപ്പോയി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 0 0 കട്ടായിപ്പോയി. ആൻസർ ഈസ് 10 √2 എന്ന് കിട്ടും. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ. ക്ലിയർ? ക്ലിയർ ആണോടെ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, so next question. Find the value of angle of emergence from the prism. The refractive index of the glass is √2. Okay, അപ്പോൾ നമ്മളുടെ ഈ ഫിഗറിൽ നമുക്ക് ഫിഗറിൽ തന്നെ വരയ്ക്കാം. എന്താണ്? ആംഗിൾ ഓഫ് എമർജൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ ഓഫ് എമർജൻസ് ഇവിടെ നോക്കട്ടെ. ഇവിടെ ആംഗിൾ ഓഫ് എമർജൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ റേ ഓഫ് ലൈറ്റ് ഈ ഫേസിൽ വന്നിരിക്കുന്ന നോർമൽ ഇൻസിഡൻസ് ആണ്. അപ്പോൾ യാതൊരു ഡീവിയേഷനും കൂടാതെ പാസ് ചെയ്ത് പോകും. ആ റേ ഓഫ് ലൈറ്റ് ഈ ഫേസിൽ വന്നിരിക്കുമ്പോൾ എന്തിനു സംഭവിക്കൂടെ? എഗെയിൻ അണ്ടർഗോ റിഫ്രാക്ഷൻ. ആ റിഫ്രാക്റ്റഡ് ലൈറ്റ് ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരയ്ക്കാം? നോർമൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇതിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നും ഇതിന് ആംഗിൾ ഓഫ് എമർജൻസ് എന്നും മാർക്ക് ചെയ്യാം. ശരിയാണോ? ഇവിടെ ഇത് 90 ഡിഗ്രി ആണ്, ഇത് 60 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും ഇവിടെ? ദിസ് ഈസ് 30 ഡിഗ്രി. ഈ ആംഗിൾ അപ്പോൾ എത്ര കിട്ടും ഇവിടെ? 60 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എത്രയെന്ന് കിട്ടും ഇവിടെ? 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് അപ്ലൈ ചെയ്യാം? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. സൈൻ I ബൈ സൈൻ E ഈസ് ഈക്വൽ ടു, ഇവിടെ റേ ഓഫ് ലൈറ്റ് പ്രിസത്തിൽ നിന്നും എയറിലേക്കാണ് പോകുന്നത്. ദറ്റ് ഈസ് ബൈ 1/n എന്ന് എഴുതാം. ഓക്കെ, സൈൻ ഐയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. സൈൻ ഐയുടെ വാല്യൂ 30 ഡിഗ്രി ആണ്. സൈൻ E ആണ്, എമർജൻസ് ആണ് വേണ്ടത്. സൈൻ E ഈസ് ഈക്വൽ ടു വാട്ട്? 1/√2 എന്നാണ്. ഓക്കെ, ദെൻ സൈൻ E ഈസ് ഈക്വൽ ടു വാട്ട്? √2 ഇൻറ്റു സൈൻ 30 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു സൈൻ 30യുടെ വാല്യൂ നമുക്കറിയാം. ദറ്റ് ഈസ് 1/2 ആണ്. അപ്പോൾ ആൻസർ ഈസ് 1/√2 എന്ന് കിട്ടും. ദെൻ എമർജൻസ് E ഈസ് ഈക്വൽ ടു വാട്ട്? എമർജൻസ് E ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, തേർഡ് ഓപ്ഷൻ. ക്ലിയർ? ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. എന്താണ്? നമ്മളുടെ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ആസ് ഷോൺ ഫിഗർ. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ഇറ്റ് മൂവ്? ഏത് ഡയറക്ഷനിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ക്രൗഡ്നെസ് കൂടുതലാണ്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ക്രൗഡ്നെസ് കൂടുതലാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇവിടുത്തെ കൂടുതലും, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ക്രൗഡ്നെസ് കുറവാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കുറവുമായിരിക്കും. ശരിയാണോ?
അതുകൊണ്ട് നെഗറ്റീവ് ചാർജ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? മോർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് നെഗറ്റീവ് ചാർജ് മോർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, പോസിറ്റീവ് ചാർജ് ലെസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഡൈപോൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും? ടുവേഴ്സ് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുകയും എപ്പോഴും ഡൈപോൾ അലൈൻ ചെയ്യുന്നത് ലെസ് എനർജി സ്റ്റേറ്റിലേക്കാണ്, ലെസ് പൊട്ടൻഷ്യൽ എനർജിയിലേക്കാണ് അലൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിയായ ആൻസർ ടുവേഴ്സ് ദ ലെഫ്റ്റ് ആസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വിൽ ഡിക്രീസ്. ഓക്കെ, യെസ്. അടുത്തലേക്ക് പോകാമോ? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C is connected across an AC source of voltage V. The displacement current between the plates of the capacitor is given by ID is equal to V0 omega C cos omega t. Then applied voltage V is given by. Okay, അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണെന്ന്. എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ID എന്നാണ് എഴുതുന്നത്. ID ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു d∅dt എന്നാണ്. ശരിയാണോ ഇവിടെ? ഓക്കെ, നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്യാം. എപ്സിലോൺ 0 ഇൻറ്റു d/dt ഓഫ് ഫൈ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫൈ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ EA എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എപ്സിലോൺ 0 A ഇൻറ്റു de/dt എന്ന് കിട്ടും. ഓക്കെ ആണോ ഇവിടെ? ദെൻ ഞാൻ ഈ ഇക്വേഷൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാണ്. ഈ ഇക്വേഷനിൽ ഇവിടെ ഒരു D കൊടുക്കുകയാണ്. അതേപോലെ ഈ ഇക്വേഷനകത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു D കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? E/d എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്കറിയാം. ഇതാരാണ്? ദിസ് ഈസ് കപ്പാസിറ്റൻസ് C. ഓക്കെ, ഇൻറ്റു d/dt ഓഫ് E/d ആരാണ്? V ആണ്. ശരിയാണോ ഇവിടെ? ഓക്കെ, V ഈസ് പൊട്ടൻഷ്യൽ, C ഈസ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കയ്യിലെ ഇക്വേഷനിലേക്ക് നോക്കാം. നമ്മുടെ കയ്യിലെ ഇക്വേഷൻ ID ഈസ് ഈക്വൽ ടു V0 ഒമേഗ C ഇൻറ്റു കോസ് ഒമേഗ t എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനെ എന്ത് കണ്ടുപിടിക്കണം? V ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് V? dV ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ID ഇൻറ്റു dt ഡിവൈഡഡ് ബൈ C. ഓക്കെ, ഈ ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ V ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/c പുറത്ത് എഴുതാം ID ഇൻറ്റു dt എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് ഒമേഗ ടി ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് V ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ V ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? Then variation of magnetic field BR due to a thick cable of radius R with the distance R from the axis of the cable is shown in figure below. Okay, which of the following statement is correct for current I flowing through the cable? Okay, അപ്പോൾ നമുക്കറിയാം ഒരു തിക്ക് കേബിളിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കേസുകളാണ് ഉണ്ടാവുന്നത്. ഒന്ന്, ഇൻസൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ ഇൻസൈഡ് 0 ആകും. എപ്പോഴാണ്? തിക്ക് കണ്ടക്ടറിൻ്റെ സർഫസിലൂടെ മാത്രം കറണ്ട് പോകുന്ന സമയത്ത്. ഓക്കെ, പിന്നെ ആ തിക്ക് കേബിളിൻ്റെ ഇൻസൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ R ആവും. എപ്പോഴാണ്? ആ കറണ്ട് ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ കാണുന്നത് ഇൻസൈഡിൽ ആ കണ്ടക്ടറിൻ്റെ ഇൻസൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടുത്തെ ലീനിയർ റീജിയൻ അതാ കാണിക്കുന്നത്. ഓക്കെ ആണോ ഇവിടെ? അപ്പോൾ നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ കറക്റ്റായ ഓപ്ഷൻ എന്താണ്? സോറി, അപ്പോൾ കറക്റ്റായ ഓപ്ഷൻ എന്താണ്? അതായത് ഇവിടുത്തെ കറണ്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയാം. ഇവിടുത്തെ ലീനിയർ റീജിയൻ ആണ്. അപ്പോൾ കറണ്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട്? കറണ്ട് I അക്രോസ് ദ ക്രോസ് സെക്ഷൻ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ ആണോ ഇവിടെ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇൻസൈഡിൽ B ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ R എന്ന് വരുള്ളൂ. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോൺവെക്സ് ലെൻസ് A of focal length 30 cm and a concave lens B of focal length F are kept along the same axis with a distance of 20 cm between them. If a parallel beam of light falling on A leaves B as a parallel beam, then the focal length of the B if F in centimeter will be. അപ്പോൾ നമുക്കറിയാം എന്തറിയാം? രണ്ട് ലെൻസുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ എന്താ? ഫോക്കൽ ലെങ്തിൻ്റെ കമ്പൈൻഡ് ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പറയട്ടെ. കമ്പൈൻഡ് ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ 1/f 1/F ഈസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2 മൈനസ് d/f1 f2 എന്നാണ്. ശരിയാണോ ഇവിടെ? ഓക്കെ, ഇവിടെ
ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ എഫിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ 1/f എന്ന് പറയുന്നത് 0 ആയി മാറും. ശരിയാണോ? അങ്ങനെ 1/f 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്താൽ ഇങ്ങനെ എഴുതാൻ പറ്റും. f1 പ്ലസ് f2 ഡിവൈഡഡ് ബൈ f1 f2 ഈസ് ഈക്വൽ ടു d ബൈ f1 f2 എന്ന് എഴുതാം. ഓക്കെ, ഈ f1 f2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? f1 പ്ലസ് f2 ഈസ് ഈക്വൽ ടു വാട്ട്? d. ഓക്കെ ആണോ? ഇവിടെ നമുക്ക് ആരൊക്കെ തന്നിട്ടുണ്ട്? f1 തന്നിട്ടുണ്ട്. എത്ര f1? f1 ഈസ് 30 സെൻറ്റിമീറ്റർ. ഓക്കെ, f2 നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. d തന്നിട്ടുണ്ട്. ഈ രണ്ട് ലെൻസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ, d ആണ് ലെൻസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ, അത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് f2? f2 ഈസ് 20 മൈനസ് 30, ദറ്റ് ഈസ് ഈക്വൽ ടു -10. ഓക്കെ, മൈനസ് കാണിക്കുന്നത് എന്ത് ലെൻസാണ്? ഒരു കോൺകേവ് ലെൻസ് ആയതുകൊണ്ടാണ് മൈനസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? യെസ്. Question. An electromagnetic wave of wavelength 2 lambda is incident on a photosensitive surface of negligible work function. If 3m is the mass of the photoelectron emitted from the surface, has a de Broglie wavelength lambda d, then. Okay. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു ഫോട്ടോ സെൻസിറ്റീവ് സർഫസിലേക്ക് ആര് വന്ന് വീഴാണെന്നാണ് പറയുന്നത്? ഒരു ഫോട്ടോ സെൻസിറ്റീവ് സർഫസിലേക്ക് ഒരു ലൈറ്റ് വന്ന് വീഴാണ്. ആ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ആ ലൈറ്റ് കൊടുക്കുന്ന കംപ്ലീറ്റ് എനർജിയും എന്തായിട്ട് തന്നെ മാറും? ആ ഫോട്ടോ ഇലക്ട്രോണിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. കാരണം ആ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിൻ്റെ വർക്ക് ഫംഗ്ഷൻ നെഗ്ലിജിബിൾ ആണ്. ശരിയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അവൻ്റെ കംപ്ലീറ്റ് എനർജി അല്ലെങ്കിൽ കംപ്ലീറ്റ് കൈനറ്റിക് എനർജി E ഈസ് ഈക്വൽ ടു വാട്ട്? hc ബൈ ലാംഡ എന്നാണ്. ഓക്കെ, ഈ പ്രസൻറ്റ് കേസിൽ ലാംഡ എന്ന് പറയുന്നത് 2 ലാംഡ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആളിൻ്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ എനർജി എഴുതി, എനർജി ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡ. നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ എഴുതാം. ആ എമിറ്റഡ് ഇലക്ട്രോൺ ലാംഡ d ഈസ് ഈക്വൽ ടു h ബൈ mv എന്നാണ്. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. h ഡിവൈഡഡ് ബൈ റൂട്ട് 2m ഇൻറ്റു 2m ഇൻറ്റു e. ഓക്കെ ആണോ? ദെൻ നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വാട്ട്? 2 ഇൻറ്റു ഇവിടെ m ഡാഷ് ആണ് കൊടുക്കേണ്ടത്, കാരണം ഇവിടുത്തെ m എന്ന് പറയുന്നത് 3m എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 3m ഇൻറ്റു ഇക്ക് പകരം എന്ത് കൊടുക്കണം? ഇക്ക് പകരം hc ബൈ വാട്ട്? ലാംഡ എത്രയാണ്? ഇറ്റ്സ് 2 ലാംഡ. ഓക്കെ ആണോ? ദെൻ ഈ 2ഉം കട്ടായിപ്പോയി. ശരിയാണോ? അപ്പോൾ നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ d സ്ക്വയർ ഈസ് ഈക്വൽ ടു h സ്ക്വയർ ഡിവൈഡഡ് ബൈ 3m ഇൻറ്റു hc. ഓക്കെ, ഒരു ലാംഡയും കൂടെ ഉണ്ട്, ലാംഡ മുകളിൽ പോകും. ശരിയാണോ? ഓക്കെ, എച്ചും ഇതിലൊരു എച്ചും കട്ടായി പോയി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലാംഡ? ലാംഡ ഈസ് ഈക്വൽ ടു 3mc ഡിവൈഡഡ് ബൈ വാട്ട്? h. 3mc ഡിവൈഡഡ് ബൈ h ഇൻറ്റു ലാംഡ d സ്ക്വയർ. ഓക്കെ, ഇതാണ് ഓപ്ഷൻ. അപ്പോൾ ഏതാ ഓപ്ഷൻ? 3mc ഡിവൈഡ് ബൈ h ഇൻറ്റു ലാംഡ d സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Column 1 gives certain physical terms associated with the flow of current through a metallic conductor. Column 2 gives some mathematical relation involving electrical quantities. Match column 1 and column 2 with the appropriate relations. Okay, അപ്പോൾ കോളം 1ലെയും കോളം 2ലെയും ടേമുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് കോളം 1ൽ പറഞ്ഞിരിക്കുന്ന ടേമുകൾ? മൊബിലിറ്റി. അപ്പോൾ നമുക്കറിയാം മൊബിലിറ്റി എന്ന് പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. ശരിയാണോ? യെസ്. അടുത്ത ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സിഗ്മയാണ്. സിഗ്മ ഈസ് ഈക്വൽ നമുക്ക് എഴുതാം J/E എന്ന് എഴുതാം. ശരിയാണോ? ഓക്കെ, അത് റിലാക്സേഷൻ പീരീഡ് ഈസ് m ഡിവൈഡഡ് ബൈ ne സ്ക്വയർ റോ. ഓക്കെ, ദെൻ കറണ്ടിൻ്റെ ഇക്വേഷൻ NEVD എന്നാണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഓർഡർ? എ ഏതിലേക്കാണ് പോകുന്നത്? A R ആണ്. B എന്ന് പറയുന്നത് ഏതാണ്? B എന്ന് പറയുന്നത് S ആണ്. C എന്ന് പറയുന്നത് P ആണ്. D എന്ന് പറയുന്നത് Q ആണ്. അപ്പോൾ ആൻസർ ഫസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A radio
active nucleus ZXA undergoes a spontaneous decay in the sequence. Okay. അപ്പോൾ ഇവിടെ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ആണുള്ളത്. ആ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് എന്തിന് വിധേയമാവുകയാണ്? ഒരു സ്പോണ്ടേനിയസ് ഡീക്കേക്ക് വിധേയമാവുകയാണ്. ഓക്കെ. അപ്പോൾ എന്ത് എമിറ്റ് ചെയ്യാണ്? 2 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യാണ്. 2 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്താൽ അതിൻ്റെ മാസ് നമ്പർ എത്ര കുറയാണ് ചെയ്യുന്നത്? മാസ് നമ്പർ 8 ആയി മാറുക. 8 ഡിക്രീസ് ചെയ്യാണ്, 8 റെഡ്യൂസ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ 2 ആൽഫ പാർട്ടിക്കിൾ അതേപോലെ അതിൻ്റെ അറ്റോമിക് നമ്പർ എത്ര കുറയും? 2 കുറയും. മാസ് നമ്പർ 8 കുറയുകയും അറ്റോമിക് നമ്പർ 2 കുറയുകയും ചെയ്യും. ഓക്കെ. പിന്നെ ആരെ എമിറ്റ് ചെയ്യുന്നുണ്ട്? പിന്നെ ബീറ്റ പാർട്ടിക്കിളിനാണ് എമിറ്റ് ചെയ്യുന്നത്. എത്ര ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുന്നത്? 3 ബീറ്റ പാർട്ടിക്കിളിനാണ് എമിറ്റ് ചെയ്യുന്നത്. അങ്ങനെ 3 ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ അറ്റോമിക് നമ്പർ എത്ര കൂടും? 3 ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ന്യൂ മാസ് നമ്പർ ഈസ് A-8. ഓക്കെ ആണോടെ? ദെൻ വാട്ട് ഈസ് ന്യൂ അറ്റോമിക് നമ്പർ? ന്യൂ അറ്റോമിക് നമ്പർ ഈസ് Z+1. ഓക്കെ. ഓക്കെ ആണോടെ? Z+1. ശരിയാണോടെ? അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇത് 4 ആണ്, 2 അല്ല പറയുന്നത് 4 ആണ്. അപ്പോൾ എന്ത് കിട്ടും? Z-1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ. Z-1. ക്ലിയർ? ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺ ടു ന്യൂട്രോൺ ഇൻ ദ ഫൈനൽ ന്യൂക്ലിയസ്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാണ്? Z-1 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു A-8 മൈനസ് എന്താണ്? Z-1. ഓക്കെ. അപ്പോൾ ചെയ്താൽ എന്ത് കിട്ടും? A-Z-7 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ റേഷ്യോ എടുത്താൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് പ്രോട്ടോൺ ബൈ നമ്പർ ഓഫ് ന്യൂട്രോൺ റേഷ്യോ എടുത്താൽ എത്ര കിട്ടും? Z-1 ഡിവൈഡഡ് ബൈ A-Z-7 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ Z-1 ഡിവൈഡഡ് ബൈ A-Z-7 എന്ന് കിട്ടും. ക്ലിയർ? ദെൻ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The effective resistance of a series connection that consists of 4 wires of equal length and equal area of cross section and same material is 4 ohm. Okay. What will be the effective resistance if they are connected in parallel? Clear? അപ്പോൾ എൻ്റെ കയ്യിൽ 4 ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ 4 ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയി കണക്ട് ചെയ്ത് കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പറയട്ടെ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് 4R. ശരിയാണോ? 4R എത്രയും തന്നിട്ടുണ്ട്? R എന്ന് തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് R? R ഈസ് 1. ഓക്കെ. ഈ 4 റെസിസ്റ്റേഴ്സിനെ ഇനി എങ്ങനെ കണക്ട് ചെയ്യുന്ന പറയുന്നത്? പാരലായി കണക്ട് ചെയ്യും. അപ്പോൾ പാരലായി കണക്ട് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവിൻ്റെ വാല്യൂ എത്രയാണ്? R/n എന്നാണ്, അല്ലെങ്കിൽ R/4. ദാറ്റ് ഈസ് 1/4. ആൻസർ ഈസ് 0.25. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഈസ് 0.25. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Then a particle is released from a height s from the surface of earth. At certain height its kinetic energy is 2 times its potential energy. The height from the surface of earth and the speed of the particle at that instant are respectively. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു s ഹൈറ്റ് ഉള്ള ഓക്കെ. അപ്പോൾ നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത്? എസ് ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് ആണുള്ളത്. ഓക്കെ. ആ എസ് ഹൈറ്റുള്ള ബിൽഡിങ്ങിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ. ഓക്കെ ആണോടെ? അപ്പോൾ ഏതോ ഒരു ഹൈറ്റിൽ വെച്ച് സപ്പോസ് ആ ദൂരം എക്സ് ആണെന്നിരിക്കട്ടെ. എക്സ് ദൂരത്തെത്തുമ്പോൾ എന്ത് സംഭവിക്കൂടെ? ആ ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജി അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ 2 ടൈംസ് ആവും. ഈ പൊസിഷനിൽ വെച്ചാൽ അതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? V ഈസ് ഈക്വൽ ടു √2gx ആയിരിക്കും. ശരിയാണോടെ? അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി K ഈസ് ഈക്വൽ ടു ½ m × v². ദാറ്റ് ഈസ് 2gx എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? എക്സ് അല്ല കട്ട് ചെയ്ത് 2 ആണ് കട്ട് ചെയ്തത്. അപ്പോൾ എന്ത് കിട്ടൂടെ? mgx എന്ന് കിട്ടും. ഓക്കെ. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി. ഇനി പറയുന്നുണ്ട് ആ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എഴുതാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ എന്ത് എഴുതാടെ? mg × എത്ര ബാക്കി റിമൈനിങ് ഹൈറ്റ് s - x ആണ്. ശരിയാണോ? അപ്പോൾ നമ്മളോട് പറയുന്നത് ആ പൊസിഷനിലെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി 2 ടൈംസ് ആണ്. അതായത് mgx എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 2 × mg × s - x ഈക്വൽ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം. ഇവിടെ നിന്ന് ഈ 2mgs കട്ട് ചെയ്ത് കഴിഞ്ഞാൽ mgx ഇവിടെ ഇപ്പുറത്തേക്ക് വരും. 2mgx 3. ക്ലിയർ?
ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇവിടെ. യെസ്. Then tea in a kettle cools from 80 degrees Celsius to 60 degrees Celsius in 9 minutes. Okay, the time taken by the same kettle to cool from 60 degrees Celsius to 50 degrees Celsius is 6 minutes. Calculate the room temperature. Okay, അപ്പോൾ ഇത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലമാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. എന്താണ്? എന്താണ് ഇക്വേഷൻ? θ1 minus θ2 divided by t is equal to k into θ1 plus θ2 by 2 minus θ0 എന്നാണ്. ഓക്കെ, ഇതിൽ θ0 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട റൂം ടെമ്പറേച്ചർ. ക്ലിയർ? അപ്പോൾ നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തൊക്കെയാണ്? ആദ്യത്തെ കേസിൽ θ1 എന്ന് പറയുന്നത് എത്രയാണ്? 80 മൈനസ് 60, θ2 60 ആണ്. അത് കൂൾ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 9 minutes ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു വാട്ട്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 70 എന്ന് കിട്ടും. 70 മൈനസ് θ0 എന്ന് കിട്ടും. ഓക്കെ, ദെൻ സെക്കൻഡ് കേസ് ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. രണ്ടാമത്തെ കേസ് നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 60 മൈനസ് 50 ഡിവൈഡഡ് ബൈ വാട്ട്? ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എത്രയാണ്? കെ ഇൻറ്റു 60 പ്ലസ് 50 ഡിവൈഡ് ബൈ 2 ദറ്റ് ഈസ് 55 മൈനസ് θ0 എന്ന് കിട്ടും. ഓക്കെ ആണോ? ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. 20/9. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു വാട്ട്? 70 മൈനസ് θ0. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 10/6 ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 55 മൈനസ് θ0 എന്ന് എഴുതാം. ഓക്കെ, ആ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 20/9 ഇൻറ്റു 6/10 ഈസ് ഈക്വൽ ടു k ഇൻറ്റു 70 മൈനസ് θ0 ഡിവൈഡഡ് ബൈ 55 മൈനസ് θ0. കെ കട്ടായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് 2. ഓക്കെ, ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇത് 3 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടും അവിടെ? 4/3 ഈസ് ഈക്വൽ ടു 70 മൈനസ് θ ഡിവൈഡഡ് ബൈ 55 മൈനസ് θ എന്ന് കിട്ടും. ഓക്കെ, ഇത് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ക്ലിയർ? ഓക്കെ, ഓക്കെ ആണോടെ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of photons per second on an average emitted by a source of light of wavelength 400 nanometer when it delivers a power of 1 megawatt will be. ഓക്കെ, അപ്പോൾ നമുക്ക് പവറാണ് തന്നിരിക്കുന്നത്. പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്? പവർ P ഈസ് ഈക്വൽ ടു വാട്ട്? N ഇൻറ്റു എച്ച് ന്യൂ എന്നാണ്. ഓക്കെ, ഓർ N ഇൻറ്റു എച്ച് സി ബൈ ലാംഡ എന്നാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ n ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n? n ഈസ് ഈക്വൽ ടു പി ലാംഡ ഡിവൈഡഡ് ബൈ എച്ച് സി എന്നാണ്. പി ലാംഡ ഡിവൈഡഡ് ബൈ എച്ച് സി. പി ലാംഡ ഡിവൈഡഡ് ബൈ എച്ച് സി. പിയുടെ വാല്യൂ എത്രയാണ്? 1 ഇൻറ്റു 10 റൈസ് ടു വാട്ട്? 10 റൈസ് ടു 6. ഓക്കെ, what is the value of lambda? Lambda is 400 into 10 raised to minus 9. Okay, nanometer divided by h 6.6 into 10 raised to minus 34 into c 3 into 10 raised to 8. Okay, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2 into 10 raised to 24 എന്നാണ്. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The frequency of kinetic energy of a particle executing simple harmonic motion is n. Then what will be the frequency of its simple harmonic motion? What will be the frequency its simple harmonic motion? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന frequency of kinetic energy of a particle executing simple harmonic motion is n. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു വാട്ട്? എ സൈൻ ഒമേഗ ടി എന്നാണ്. ശരിയാണോടെ? ഓക്കെ, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി എന്നാണ്. ശരിയാണോടെ? ദെൻ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി കെ ഇ ഈസ് ഈക്വൽ ടു വാട്ട്? കെ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ എന്നാണ്. ഇത് ചെയ്താൽ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എ സ്ക്വയർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി എന്നാണ്. ഓക്കെ, ഇതാണ് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ. സോറി, ക്വസ്റ്റ്യൻ മാറിപ്പോയല്ലോ.
ഇതാണ് ഇക്വേഷൻ. അപ്പോൾ എക്സ് എന്താണ്, സോറി, എക്സ് ഇക്വേഷൻ എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ഓക്കെ, ദെൻ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു വാട്ട്, എ ഒമേഗ കോസ് ഒമേഗ ടി. ശരിയാണോ ഇവിടെ? അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ, ദറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു എ സ്ക്വയർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി എന്നാണ്. ഓക്കെ, അപ്പോൾ കോസ് സ്ക്വയർ ഒമേഗ ടി നമുക്ക് 1 മൈനസ് കോസ് ടു എന്താണ് സൈൻ 2 ഒമേഗ ടി ബൈ 2 എന്ന് എഴുതാം. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടുത്തെ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചാൽ ഫ്രീക്വൻസി ഇതിൻ്റെ ഫ്രീക്വൻസി n ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ n/2 എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ ആണോ ഇവിടെ? ക്വസ്റ്റ്യൻ മാറിപ്പോയല്ലോ. അപ്പോൾ ശരിയായ ഓപ്ഷൻ n/2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഇവിടെ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An infinitely long straight conductor carries a current of 10 ampere as shown. An electron is moving with a speed v of v meter per second parallel to the conductor. The perpendicular distance between the electron and the conductor is 20 centimeter. At an instant, the magnitude of force experienced by the electron at that instant is 8 into 10 raised to minus 20 Newton. The speed v of the electron is. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? സ്പീഡ് കണ്ടുപിടിക്കാനാണ് അല്ലേ? അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്ക് പറയാം. എങ്ങനെ പറയാം? ഇവിടെ ഈ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് നമുക്ക് എഴുതാം അല്ലേ? ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി എന്നാണ്. ഓക്കെ, ഫ്രം ദർ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എന്താണ് എഫ് ഡിവൈഡഡ് ബൈ ക്യൂ ബി എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ എത്ര ഫോഴ്സ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്? 8 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 20 ന്യൂട്ടൺ. ശരിയാണോ ഇവിടെ? 8 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 20 ന്യൂട്ടൺ. ആരാ മൂവ് ചെയ്ത് പോകുന്നത്? ഇലക്ട്രോൺ ആണ്. അപ്പോൾ ചാർജ് എത്രയാണ്? 1.6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 19. ഓക്കെ, പിന്നെ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊരു കറണ്ട് ക്യാരിങ് വയറാണ്. ഈ കറണ്ട് ക്യാരിങ് വയർ 20 സെൻറ്റിമീറ്റർ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ μ0I ഡിവൈഡഡ് ബൈ 2πr ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്ര കിട്ടൂടാ? 8 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 20 ഇൻറ്റു 2π ഇൻറ്റു r എത്രയാണ്? r 20 ആണ്. അപ്പോൾ 20 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 19 ഇൻറ്റു μ0 ഇൻറ്റു ഐയുടെ വാല്യൂ എത്രയാണ്? ഇതിലൂടെ പോകുന്ന കറണ്ട് I ഈസ് 10 ആംപിയർ. ഓക്കെ, μ0ക്ക് വാല്യൂ കൊടുക്കാം. μ0യുടെ വാല്യൂ 4π എന്നാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5 ഇൻറ്റു 10 റൈസ് ടു 4 എന്നാണ്. ഓക്കെ, ക്ലിയർ? Then next question. If energy E, acceleration A and time t are chosen as the fundamental physical quantities, find the dimension of force. Okay, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത്? എനർജി ഇ, ആക്സിലറേഷൻ ആൻഡ് ടൈം ടി ആർ ചൂസൺ ആസ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. നമുക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണോ ഇവിടെ? അപ്പോൾ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ, അല്ലെ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? എഫ് ഈസ് ഈക്വൽ ടു പറയട്ടെ mL/t റൈസ് ടു മൈനസ് 2. ഓക്കെ ആണോ? പിന്നെ നമ്മുടെ കയ്യിലുള്ള ആളാരാ? എനർജിയുടെ ഇക്വേഷൻ mL²t റൈസ് ടു മൈനസ് 2. ശരിയാണോ ഇവിടെ? ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പിന്നെ അടുത്ത ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഡയമെൻഷൻ m0L/t റൈസ് ടു മൈനസ് 2 എന്നാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ആരാടെ? ടൈം. അപ്പോൾ ടൈമിൻ്റെ ഡയമെൻഷൻ t തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. ഫോഴ്സ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? E റൈസ് ടു P ആൻഡ് A റൈസ് ടു Q ആൻഡ് T റൈസ് ടു R. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ mL/t റൈസ് ടു മൈനസ് 2 ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? mL² t റൈസ് ടു മൈനസ് 2 ദ ഹോൾ റൈസ് ടു P. ഓക്കെ, ആൻഡ് അടുത്തെന്താണ്? അടുത്ത ആരാ? എ എന്ന് പറയുന്നത് m0L/t റൈസ് ടു മൈനസ് 2 ദ ഹോൾ റൈസ് ടു what? Whole raised to Q and T raised to what? R. നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം. m റൈസ് ടു P. ശരിയാണോ? m റൈസ് ടു P. ബാക്കി ടേമുകളൊന്നുമില്ല. L റൈസ് ടു 2P പ്ലസ് Q. ഓക്കെ, 2P പ്ലസ് Q ആൻഡ് T റൈസ് ടു മൈനസ് 2P മൈനസ് 2Q പ്ലസ് R. ഓക്കെ, ഇനി നമുക്ക് രണ്ട് സൈഡിലും പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ P ഈസ് ഈക്വൽ ടു വാട്ട്? P ഈസ് ഈക്വൽ ടു 1. ഓക്കെ,
2p plus q is equal to what? 1. അപ്പോൾ നമുക്ക് എഴുതാം 2p എന്ന് പറയുന്നത് 2 into 1 plus q is equal to 1. ശരിയാണോ ഇവിടെ? അപ്പോൾ q is equal നമുക്ക് എഴുതാം 1 minus 2 that is equal to minus 1. ഓക്കെ, ദെൻ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ minus 2p minus 2q plus r is equal to എത്രയാണ്? minus 2. ഓക്കെ, ഇവിടെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ minus 2 into what? minus 2 into 1 plus 2 into 1 plus r is equal to minus 2. ശരിയാണോ ഇവിടെ? അപ്പോൾ r is equal to എന്ത് കിട്ടും ഇവിടെ? r is equal to minus 2 എന്ന് കിട്ടും. ശരിയാണോ? അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ a raised to minus 1 t raised to minus 2. ഓക്കെ, ആറിൻ്റെ വാല്യൂ -2 ആണ്, പിയുടെ വാല്യൂ 1 ആണ്, പിന്നെ ക്യൂവിൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ e raised to 1 a raised to -1 t raised to -2. ഓക്കെ, ആൻസർ ഈസ് e a raised to -1 t raised to -2. ഓക്കെ ആണോ ഇവിടെ? ക്ലിയർ ആണോ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ കോളം 1 ആൻഡ് കോളം 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് മാച്ച് ഫ്രം ദ ഗിവൺ ചോയ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന രണ്ട് കോളംസും മാച്ച് ചെയ്യാനാണ്. എനർജി റിലേറ്റഡ് വിത്ത് ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് എ മോളിക്യൂൾ. അപ്പോൾ ഓരോ മോളിക്യൂളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എനർജിയാണ്. ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എനർജി എത്രയാണ്? സോറി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട മാച്ച് ദ ഫോളോയിങ്ങിലേക്ക് വരേണ്ട കാര്യങ്ങൾ എനർജിയാണ്. എനർജി റിലേറ്റഡ് വിത്ത് ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഏതാണ് അത്? 1/2 kBT. ഓക്കെ, ശരി. ദെൻ ആവറേജ് സ്പീഡ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ. ആവറേജ് സ്പീഡ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ആവറേജ് സ്പീഡ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ അല്ല, ആവറേജ് സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ അല്ല, മോളാണ് 8RT / πm. ഓക്കെ, നെക്സ്റ്റ് ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് 1 mole ഓഫ് എ മോണോ അറ്റോമിക് ഗ്യാസ്. ഒരു മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ എന്താണ് ടോട്ടൽ ഇന്റേണൽ എനർജി? അത് എത്രയാണ്? ദിസ്. ഓക്കെ, പിന്നെ പ്രഷർ എക്സർട്ടഡ് ബൈ exerted by an ideal gas. ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷറിൻ്റെ ഇക്വേഷൻ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ PV is equal to RT എന്നാണ്. ശരിയാണോ ഇവിടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, P is equal to RT by V. ഓക്കെ, വിക്ക് പകരം എന്ത് കൊടുക്കാടാ? RT ഡിവൈഡഡ് ബൈ വിക്ക് പകരം എന്താണ്? റോ എം ബൈ റോ ഈസ് ഈക്വൽ ടു എന്താ? M by V എന്നാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് V? V ഈസ് ഈക്വൽ ടു M by റോ എന്ന് എഴുതാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് റോ RT by M എന്നാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് P ആണ്, ബി എന്ന് പറയുന്നത് R ആണ്. ശരിയല്ലേ? ബി ഏതാണ്? ബി R ആണ്. അടുത്തത് സി എന്ന് പറയുന്നത് S ആണ്. ശരിയല്ലേ? സി S ആണ്. അടുത്ത ഡി എന്ന് പറയുന്നത് Q ആണ്. ഓക്കെ, അപ്പോൾ ശരിയായ ഓപ്ഷൻ 2. ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്മോൾ ബ്ലോക്ക് സ്ലൈഡ് ഡൗൺ ഓൺ എ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ starting from rest at t is equal to 0. Let Sn be the distance travelled by the block in the interval t is equal to n minus 1 to t is equal to n. Then the ratio of Sn minus 1 divided by Sn plus 1 is. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും എന്താ Sn എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ ദ nth സെക്കൻഡ് ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ ദ nth സെക്കൻഡ്. ഓക്കെ, അതാണ് Sn. അപ്പോൾ Sൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. Sn ഈസ് ഈക്വൽ ടു എന്താണ്? ഈ ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യഥാർത്ഥ ഇക്വേഷൻ Sൻ്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ ദ nth സെക്കൻഡ് ഇക്വേഷൻ u ഈസ് ഈക്വൽ ടു a ഇൻറ്റു n മൈനസ് ഹാഫ് എന്നാണ്. ഈ ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് Sn ഇങ്ങനെ എഴുതാം. Sn ഈസ് ഈക്വൽ ടു വാട്ട്? a ഇൻറ്റു n മൈനസ് ഹാഫ് എന്ന് എഴുതാം. ശരിയാണോ ഇവിടെ? ഇത് നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്യാം, a/2 ഇൻറ്റു 2n മൈനസ് 1. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന Sn-1ഉം Sn+1 തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ ആദ്യം Sn-1 കണ്ടുപിടിക്കാം. Sn-1 ഈസ് a/2 ഡിവൈഡഡ് ബൈ എന്താണ്? 2 ഇൻറ്റു വാട്ട്? 2 ഇൻറ്റു n മൈനസ് 1 മൈനസ് 1. ശരിയാണോ ഇവിടെ? അപ്പോൾ ചെയ്താൽ a/2 ഇൻറ്റു 2n മൈനസ് 3 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത Sn+1 ചെയ്താൽ ദാറ്റ് ഈസ് a/2 ഇൻറ്റു 2 ഇൻറ്റു n+1 മൈനസ് എത്രയാണ്? 1. ഓക്കെ, അപ്പോൾ ചെയ്താൽ a/2 ഇൻറ്റു 2n+2 ദാറ്റ് ഈസ് 2n മൈനസ് 1. ഓക്കെ, അപ്പോൾ Sn-1ഉം Sn+1ഉം തമ്മിൽ റേഷ്യോ എടുത്താൽ Sn-1 ബൈ Sn+1 ഈസ് ഈക്വൽ ടു വാട്ട്? എത്ര കിട്ടും ഇവിടെ? 2n മൈനസ്
2n minus 1 ഇത് 2n plus 2 ആണ്. അപ്പോൾ 2n minus 3 divided by 2n plus 1 എന്ന് കിട്ടും. ഇത് പ്ലസ് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് കിട്ടട്ടെ 2n minus 3 divided by 2n plus 1 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, a nucleus with a mass number 240 break into two fragments of mass number 110 and 130 having binding energy per nucleon 7.8 MeV and 8 MeV respectively. Okay, if binding energy per nucleon of unfragmented nuclei is 7.5 MeV, then the energy released in this process is. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പ്രോസസ്സിൽ റിലീസ് ആകുന്ന എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് എന്ത് ചെയ്യാണ്? എ എന്ന് പറയുന്ന ന്യൂക്ലിയസ് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാണ്. എ ഈസ് ഗോയിങ് ടു സ്പ്ലിറ്റ് ഇൻ ടു ബി ആൻഡ് സി. ഓക്കെ, അപ്പോൾ എയുടെ എന്ത് തന്നിട്ടുണ്ട്? ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ 240 ആണ്. അപ്പോൾ എയുടെ മാസ് നമ്പർ 240 ആണ്. ബിയുടെയും സിയുടെയും മാസ് നമ്പർ 110ഉം 130ഉം ആണ്. ഓരോരുത്തരുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ റിലീസ് ആവുന്ന എനർജി എങ്ങനെ കണ്ടുപിടിക്കട്ടെ? ഇവിടെ റിലീസ് ആവുന്ന എനർജി ഇവരുടെ രണ്ടുപേരുടെയും ടോട്ടൽ ബൈൻഡിങ് എനർജി മൈനസ് ഇവൻ്റെ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കടാ? 7.8 ഇൻറ്റു വാട്ട് 110 പ്ലസ് അടുത്തെന്താണ് 8 ഇൻറ്റു വാട്ട് 130 മൈനസ് വാട്ട് മൈനസ് 240 ഇൻറ്റു എത്രയാണ് 7.5. ഓക്കെ, ക്ലിയർ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1898 ഡിവൈഡഡ് ബൈ 1800 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഈസ് 98 MeV എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ റിലീസ് ആവുന്ന എനർജി എന്ന് പറയുന്നത് വാട്ട് 98 MeV എന്നാണ്. ക്ലിയർ ആണോ അവിടെ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, a screw gauge gives the following reading when used to measure the diameter of a wire. Main scale reading is 1 millimeter and the circular scale reading is 48 division. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സ്ക്രൂ ഗേജിൻ്റെ റീഡിംഗ് ആണ് എഴുതേണ്ടത്. ശരിയാണോ അവിടെ? അപ്പോൾ സ്ക്രൂ ഗേജിൻ്റെ റീഡിംഗ് എങ്ങനെ എഴുതുന്നത്? എങ്ങനെയാണ്? മെയിൻ സ്കെയിൽ റീഡിംഗ് ദാറ്റ് ഈസ് PSR പ്ലസ് എന്താണ് HSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്നാണ്. ശരിയാണോ അവിടെ? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ PSR ഡിവിഷൻ എത്രയാണ്? റീഡിംഗ് R ഈസ് ഈക്വൽ ടു PSR എത്രയാണ്? 1 millimeter. ശരിയാണോ? ഓക്കെ, HSR എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 48. അപ്പോൾ 48 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് 1 millimeter. ഗിവ് ദാറ്റ് 1 millimeter ഓൺ മെയിൻ സ്കെയിൽ കറസ്പോണ്ട് ടു 100 ഡിവിഷൻ. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.01. ഓക്കെ, അപ്പോൾ 0.01. ശരിയാണോ ഇവിടെ? അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 1.48 millimeter എന്നാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസ് എല്ലാം സെൻറ്റിമീറ്ററിലായതുകൊണ്ട് നമുക്ക് ആ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. 0.148 centimeter എന്ന് കിട്ടും. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 0.148 centimeter. ക്ലിയർ ആണോ ഇവിടെ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഓഫ് കോമ്പിനേഷൻ ആസ് ഷോൺ ദ ഫിഗർ. ഈ ഫിഗറിൽ തന്നിരിക്കുന്ന കപ്പാസിറ്റൻസിൻ്റെ ഇക്വാലന്റ് കോമ്പിനേഷൻ എന്താണ്? ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ നോക്കിയുടെ ഈ കപ്പാസിറ്ററിൻ്റെ രണ്ട് എൻഡുകളും പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഈ കപ്പാസിറ്റർ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ 1, 2, 3 കപ്പാസിറ്റേഴ്സും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 3C ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഇവൻ നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കളയാണ്. C. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് 3C. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, a lens of focal length and large aperture. A lens of large focal length and large aperture is best suited as an objective of an astronomical telescope since. അപ്പോൾ നമുക്കറിയാം അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിൻ്റെ ഫോക്കൽ ലെങ്തും അപ്പർച്ചറും ലാർജ് ആക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് റിസീവ് മോർ ലൈറ്റ് ഫ്രം ദ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ മോർ ലൈറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടുതലായിരിക്കും? ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇമേജ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ലാർജ് ഏരിയ ഓഫ് ദ ഒബ്ജക്റ്റീവ് എൻഷുവേഴ്സ് എന്താണ് ലാർജ് ഏരിയ എന്ത് എൻഷുർ ചെയ്യും? ലാർജ് ഏരിയ എൻഷുവേഴ്സ് വേഴ്സ് ലൈറ്റ് ഗ്യാതറിംഗ് പവർ ആണോ? അല്ല, ലാർജ് അപ്പർച്ചർ കോൺട്രിബ്യൂട്ട് ദ ക്വാളിറ്റി ആൻഡ് വിസിബിലിറ്റി ഓഫ് ദ ഇമേജ്. അപ്പോൾ ക്വാളിറ്റി ആൻഡ് വിസിബിലിറ്റി ഓഫ് ദ ഇമേജ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഇമേജിൻ്റെ ക്ലാരിറ്റി ഇൻറ്റൻസിറ്റി കൂടുതൽ ലൈറ്റ് റിസീവ് ചെയ്യുമ്പോൾ. അപ്പോൾ ആൻസർ ലാർജ് അപ്പർച്ചർ
contribute to the quality and the visibility of the image. Okay, then next question. Okay, two charged spherical conductors of radius r1 and r2 are connected by a wire. If sigma 1 and sigma 2 are the surface charge densities of two sphere, then which condition is correct when finally charge transfer stop? Okay, അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ചാർജ്ഡ് മെറ്റാലിക് സ്പിയറുകളാണ് ഉള്ളത്. ആ രണ്ട് ചാർജ്ഡ് മെറ്റാലിക് സ്പിയറിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ 1 സിഗ്മ 2 ആണ്. അവരെ പരസ്പരം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള ചാർജ് ഫ്ലോ എപ്പോൾ സ്റ്റോപ്പ് ആവും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എപ്പോഴാണ് ചാർജ് ഫ്ലോ സ്റ്റോപ്പ് ആവുന്നത്, അവരുടെ പൊട്ടൻഷ്യൽ എന്താവുമ്പോൾ ഈക്വൽ ആവുമ്പോഴാണ്. ശരിയാണോ ഇവിടെ? അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്ന കണ്ടീഷൻ നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും എഴുതാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്തറിയാം, സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ സിഗ്മ 1 ഈസ് ഈക്വൽ ടു വാട്ട്? Q by 4 pi r1 സ്ക്വയർ ആണ്. ശരിയാണോ ഇവിടെ? ഓക്കെ, ഇതിന് ഞാൻ എന്ത് ചെയ്യാണ്? സിഗ്മ 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്? r1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? Q by 4 pi r എന്ന് കിട്ടും. ശരിയാണോ ഇവിടെ? ഇതിനെ ഒരു 1/ε0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആരായി മാറും? ഇത് പൊട്ടൻഷ്യലായി മാറും. 1/ε0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ശരിയാണോ ഇവിടെ? ഓക്കെ, അതായത് 1/4πε0 Q by r1. ഓക്കെ, സിമിലർലി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തതിനെ ഇങ്ങനെ ചെയ്യാം. സിഗ്മ 2 ഇൻറ്റു r2 ഡിവൈഡഡ് ബൈ ε0 ഈസ് ഈക്വൽ ടു വാട്ട്? Q by 4πε0 ഇൻറ്റു 1/r2 എന്ന് എഴുതാം. ശരിയാണോ ഇവിടെ? ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് സെക്കൻഡ് വൺ. ആണോ? V1ഉം V2ഉം ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദർ ഇസ് നോ കറണ്ട് ഫ്ലോ, ചാർജ് ഫ്ലോ. അപ്പോൾ നമുക്ക് ഇത് രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടുക? സിഗ്മ 1 ഇൻറ്റു r1 ബൈ ε0 ഈസ് ഈക്വൽ ടു സിഗ്മ 2 ഇൻറ്റു r2 ബൈ ε0 എന്ന് കിട്ടും. ശരിയാണോ ഇവിടെ? ε0 കട്ടായി പോയി. സിഗ്മ 1 r1 ഈസ് ഈക്വൽ ടു വാട്ട്? സിഗ്മ 2 r2 എന്ന് എഴുതാം. ക്ലിയർ? സിഗ്മ 1 r1 ഈസ് ഈക്വൽ ടു സിഗ്മ 2 r2. ഓപ്ഷൻ ഈസ് 2. ഓക്കെ, ക്ലിയർ ആണോ ഇവിടെ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, a spring is stretched by 5 centimeter by a force of 1000 Newton. The time period of oscillation when a mass of 2 kilogram is suspended by it is. Okay, അപ്പോൾ നമുക്കറിയാം ഒരു സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ? സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? T ഈസ് ഈക്വൽ ടു വാട്ട്? 2π ഇൻറ്റു റൂട്ട് ഓഫ് m/k എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ m തന്നിട്ടുണ്ട്. എത്രയാണ്? m ഈസ് 2 കിലോഗ്രാം. K ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് F ഈസ് ഈക്വൽ ടു വാട്ട്? K ഇൻറ്റു എക്സ് എന്നാണ്. ഈ സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യാൻ യൂസ് ചെയ്ത ഫോഴ്സ് 1000 ന്യൂട്ടൺ ആണ്. അപ്പോൾ 1000 ഈസ് ഈക്വൽ ടു K ഇൻറ്റു എക്സ്. എത്രയാണ്? എക്സ് 5 സെൻറ്റിമീറ്റർ ആണ്. ദറ്റ് ഈസ് 5 ഇൻറ്റു 10⁻². ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് K ഈസ് ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 10⁻². ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 200. അപ്പോൾ 200 ഇൻറ്റു ഇത് മുകളിൽ പോയാൽ 10⁻². ദറ്റ് ഈസ് 2 ഇൻറ്റു 10⁻4 എന്ന് കിട്ടും. ശരിയാണോ ഇവിടെ? ഇനി നമുക്ക് ഇത് ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഇക്വേഷനിലേക്ക് കൊടുത്താൽ T ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു വാട്ട്? m എന്ന് പറയുന്നത് എത്രയാണ്? m എന്ന് പറയുന്നത് 2 ആണ്. 2 ഡിവൈഡഡ് ബൈ ഈ വാല്യൂ 2 ഇൻറ്റു 10⁻4. ഓക്കെ, 2ഉം 2ഉം കട്ടായി പോയി. ഇത് വന്നു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 2π ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ ആണോടെ? 2πയുടെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? 6.28 എന്നാണ്. 6.28 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ആൻസർ 0.0628 സെക്കൻഡ്സ്. ദിസ് ഈസ് ഓപ്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ? 0.0628 എന്ന് കിട്ടും. ക്ലിയർ ആണോ ഇവിടെ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോറി. ഓക്കെ, for a plane electromagnetic wave of direction electric field and magnetic field is along minus I cap plus j cap and minus I cap minus j cap respectively, then the direction of propagation of electromagnetic wave is given by. അപ്പോൾ നമുക്കറിയാം direction of propagation of electromagnetic wave കണ്ടുപിടിക്കാൻ direction of propagation of electromagnetic wave കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയുടെ? നമ്മൾ E ക്രോസ് B കണ്ടുപിടിച്ചാൽ മതി. E ക്രോസ് B എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ആരെന്ന് പറയുന്നത്? പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ. അപ്പോൾ ഇവിടെ ഇയുടെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? മൈനസ് I ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ്. ദാറ്റ് ഈസ് ക്രോസ് വിത്ത് മൈനസ് I ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മൈനസ് I ക്രോസ് I എന്തായി പോവും? 0.
മൈനസ് ഐ ക്രോസ് ജെ, മൈനസും മൈനസും പ്ലസ് ആവും, ഐ ക്രോസ് ജെ ചെയ്താൽ കെ ക്യാപ്പ് എന്ന് കിട്ടും. ശരിയാണോ ഇവിടെ? പ്ലസ് വീണ്ടും ജെ ക്രോസ് ഐ, ജെ മൈനസ് ഉണ്ട്, അതുകൊണ്ട് അതും എന്തെന്ന് കിട്ടും? കെ എന്ന് കിട്ടും. ജെ ക്രോസ് ജെ 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ കെ ക്യാപ്പിന് ലോങ് ആയിട്ടാണ്. കെ ക്യാപ്പ് ഏത് ഡയറക്ഷനിലുള്ള വെക്ടറാണ്? പോസിറ്റീവ് ഇസ് ഡയറക്ഷനിലുള്ള വെക്ടറാണ്. ഓക്കെ, then electromagnetic wave is propagating along the positive is a direction. Clear? Then next question. എന്താണ്? The escape velocity from the earth surface is v. The escape velocity from the surface of another planet having a radius 2 times that of earth and the same mass density is. ഓക്കെ, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പുതിയൊരു പ്ലാനറ്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യാണ്. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്ലാനറ്റിൻ്റെ എന്ത് സെയിം ആണ്? ഡെൻസിറ്റി സെയിം ആണ്, പക്ഷേ റേഡിയസ് എർത്തിൻ്റെ 2 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എസ്കേപ്പ് സ്പീഡ് എന്തെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എസ്കേപ്പ് സ്പീഡിൻ്റെ ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു വാട്ട്? റൂട്ട് 2gm/r എന്നാണ്. ശരിയാണോ ഇവിടെ? ഓക്കെ, നമുക്കിവിടെ ഡെൻസിറ്റിയുടെ ടൈമിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം v ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2 ഇൻറ്റു ജി ഇൻറ്റു എമ്മിന് പകരം എന്ത് കൊടുക്കാടാ? റോ ഇൻറ്റു 4/3 πr³ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ r. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം v ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? r എന്ന് കിട്ടും. v ഈസ് പ്രൊപ്പോർഷണൽ ടു r. കാരണം എന്താ? ബാക്കി എല്ലാ ടേമുകളും കോൺസ്റ്റന്റ് ആണ്. ഈ ആറും കട്ടായി പോയാൽ r² എന്ന് കിട്ടും. r² റൂട്ടിന് പുറത്ത് വന്നാൽ r എന്ന് കിട്ടും. ശരിയാണോ ഇവിടെ? അപ്പോൾ v ഈസ് പ്രൊപ്പോർഷണൽ ടു r. അപ്പോൾ നമുക്ക് ന്യൂ എസ്കേപ്പ് സ്പീഡ് v ഡാഷ് എഴുതാം. v ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? 2r. ശരിയാണോ ഇവിടെ? ദെൻ വാട്ട് ഈസ് v ഡാഷ് ബൈ v? v ഡാഷ് ബൈ v ഈസ് 2 എന്ന് കിട്ടും. ശരിയാണോ ഇവിടെ? ദെൻ v ഡാഷ് ഈസ് ഈക്വൽ ടു വാട്ട്? 2 ഇൻറ്റു v എന്ന് എഴുതാം. The answer is 2v. Clear? The escape speed is 2v. Clear? Then next question. Okay, a refrigerator works between 40 degrees Celsius and 30 degrees. It is required to remove 600 calories of heat energy. Second, in order to keep the temperature of the refrigerator space constant, the power required is. അപ്പോൾ യൂണിറ്റ് സമയത്ത് പെർഫോം ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? പവർ എന്ന് പറയുന്നത്. ശരിയാണോ? ഒരു യൂണിറ്റ് സമയത്ത് 600 കലോറീസ് ഓഫ് ഹീറ്റാണ് അതിന് വേണ്ടത്. എന്തിനു വേണ്ടി? ഹീറ്റ് അല്ലെങ്കിൽ റിക്വയർ ടു റിമൂവ് 600 കലോറീസ് ഓഫ് ഹീറ്റ് എവറി സെക്കൻഡ്. ഓരോ സെക്കൻഡിൽ 600 കലോറീസ് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു റെഫ്രിജറേറ്ററിൻ്റെ കോയഫിഷ്യൻ്റ് പെർഫോമൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? കോയഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ബീറ്റ എന്നാണ്. ബീറ്റ ഈസ് ഈക്വൽ ടു T1 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് ഡെലിവേർഡ് ഔട്ട് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ടു ഡെലിവർ ദ ഹീറ്റ്. ഓക്കെ, എത്രത്തോളം ഹീറ്റാണ് പുറത്തേക്ക് കളയുന്നത്, ആ പുറത്തേക്ക് കളയാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് Q/W എന്ന് എഴുതാം. ഓക്കെ ആണോ ഇവിടെ? ദെൻ അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓരോ ടേമൊക്കെ നമുക്കറിയാം. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ അപ്പോൾ വാട്ട് ഈസ് വർക്ക് ഡൺ? വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു എന്താണ്? Q ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1 എന്നാണ്. ശരിയാണോ ഇവിടെ? ഓക്കെ, Q കാലോറീസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കാലറീസിൻ്റെ ജൂളിലേക്ക് മാറ്റണം. 600 ഇൻറ്റു 4.2. അപ്പോൾ ജൂളിലേക്ക് മാറി. ഇനി T1 മൈനസ് T2 അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മാത്രം മതി. എത്ര കിട്ടൂടാ? ദറ്റ് ഈസ് ഇൻറ്റു 26. ശരിയാണോ ഇവിടെ? ഡിവൈഡഡ് ബൈ T1. ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ കെൽവിനിലേക്ക് മാറ്റണമെന്നില്ല, അല്ലാതെ കൺവേർഷൻ കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ T1 കെൽവിനിലേക്ക് ആക്കിയിരിക്കണം. എത്ര കിട്ടൂടാ? ദറ്റ് ഈസ് ഈക്വൽ ടു എത്രയുടെ? 277. ശരിയാണോ ഇവിടെ? ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാടാ? 236.5 എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഇവിടെ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, the velocity of a small ball of mass m and density d when dropped in a container filled with the glycerin becomes a constant after some time. If the density of glycerin is d/3, then the viscous force acting on the ball will be. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ബോള് എന്ത് ചെയ്യാണ്? ഒരു വിസ്കസ് മീഡിയത്തിലൂടെ താഴേക്ക് വരികയാണ്. അങ്ങനെ ആ ബോള് വിസ്കസ് മീഡിയത്തിലൂടെ താഴേക്ക് വരുമ്പോൾ അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഇതാണ് ബോൾ എന്നിരിക്കട്ടെ. വിസ്കസ് മീഡിയത്തിലേക്ക് താഴേക്ക് വരുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഒന്ന് വെയിറ്റ്, പിന്നെ ബുയൻ ഫോഴ്സ്, പിന്നെ വിസ്കസ് ഡ്രാഗ്, അതും മുകളിലോട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. എന്താണ്? വെയിറ്റിനെ ആര് ബാലൻസ് ചെയ്യാണ്? ബുയൻ ഫോഴ്സ് പ്ലസ് വിസ്കസ് ഡ്രാഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ FV കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ ഇവിടെ? ഓക്കെ, mg നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? ഇതൊരു ബോൾ ആയതുകൊണ്ട്
അതിൻ്റെ വോളിയം 4/3 അല്ലെങ്കിൽ വോളിയം നമുക്ക് വി എന്ന് തന്നെ എഴുതാം. ഓക്കെ, ദറ്റ് ഈസ് വി ഇൻറ്റു റോ അല്ലെങ്കിൽ ഡെൻസിറ്റി ഡി ആണ്, ഡി ഇൻറ്റു ജി എന്ന് എഴുതാം, വി ഡി ജി. ദാറ്റ് ഈസ് ഈക്വൽ ടു ബുയൻ ഫോഴ്സ്. ഈ ഒബ്ജക്റ്റ് ലിക്വിഡിനകത്തേക്ക് ഇമ്മേഴ്സ് ആകുമ്പോൾ എത്രമാത്രം വോളിയമാണോ ഡിസ്പ്ലേസ് ആകുന്നത് ആ വോളിയം ലിക്വിഡിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കടാ, വി ഇൻറ്റു അത്രയും വോളിയം ലിക്വിഡ് ഡിസ്പ്ലേസ് ആയി ഇൻറ്റു ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി d/3 ആണോടെ, d/3 ഇൻറ്റു ജി ഈസ് ഈക്വൽ പ്ലസ് എഫ് വി എന്ന് എഴുതാം. ശരിയാണോടെ? അപ്പോൾ നമുക്ക് വേണ്ടത് എഫ് വി ആണ് വേണ്ടത്. അപ്പോൾ ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ, വി ഡി ജി മൈനസ് വി d/3 ജി ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് വി. ശരിയാണോടെ? അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാടാ, 2/3 വി ഡി ജി ഈസ് ഈക്വൽ ടു വിസ്കസ് ഫോഴ്സ് എഫ് വി എന്ന് കിട്ടും. ശരിയല്ലേ? ഈ വി ഡിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം, മാസ്. അപ്പോൾ എന്ത് കിട്ടും, 2/3 എം ജി ഈസ് ഈക്വൽ ടു വാട്ട്, എഫ് വി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 2/3 എം ജി എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ ആണോടെ? ക്ലിയർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, a parallel plate capacitor has a uniform electric field E in the space between the plates. If the distance between the plate is d and the area of each plate is a, then energy stored in the capacitor is U. Epsilon 0, the permittivity of free space, then the electric field is. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? Parallel plate capacitor has a uniform electric field E between the plates. If the distance between the plate d ആണ്, ഏരിയ ഓഫ് ദ പ്ലേറ്റ് എ ആണ്, എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഇസ് യു. കപ്പാസിറ്റർ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി യു ആണ്. അപ്പോൾ നമുക്കറിയാം എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം, എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്, എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ബൈ വോളിയം. വോളിയം എന്ന് പറയുന്നത് എ ഇൻറ്റു ഡി ആണ്. അത് എത്രയെന്നാണ് എഴുതിയിരിക്കുന്നത്, ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ നമുക്കറിയാം. ശരിയാണോടെ? എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം U/AD ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ആണ്. ഇത് നമുക്ക് E സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്ത് കിട്ടൂടാ, 2U/AD എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു E സ്ക്വയർ. ഓക്കെ, അവിടെ നിന്ന് വാട്ട് ഈസ് E? E ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2U/AD എപ്സിലോൺ 0 എന്നാണ്. ശരിയാണോടെ? ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് കിട്ടൂടാ, 2U divided by epsilon 0 AD. Clear? Okay, next question. Electron concentration in n-type semiconductor is same as hole concentration in p-type semiconductor. Both are connected in parallel and are connected to a battery. Then, അപ്പോൾ നമ്മൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ആണ് വായിക്കേണ്ടത്. കറണ്ട് ഇൻ എൻ ടൈപ്പ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻ പി ടൈപ്പ്, കറണ്ട് ഇൻ പി ടൈപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ഇൻ എൻ ടൈപ്പ്, കറണ്ട് ഇൻ എൻ ടൈപ്പ് ഗ്രേറ്റർ ദാൻ കറണ്ട് ഇൻ പി ടൈപ്പ്, നോ കറണ്ട് വിൽ ഫ്ലോ ഇൻ പി ടൈപ്പ്, കറണ്ട് വിൽ ഓൺലി ഫ്ലോ ഇൻ എൻ ടൈപ്പ്. അപ്പോൾ നമുക്കറിയാം കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, കറണ്ടിൻ്റെ എക്സ്പ്രഷൻ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു NEVD ഇൻറ്റു എ എന്നാണ്. ശരിയാണോടെ? ഓക്കെ, ഇതിൽ ഈ VD എന്ന് പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, NE ഇൻറ്റു VDക്ക് പകരം മ്യൂ മൊബിലിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു എ എന്ന് എഴുതാം. ശരിയാണോടെ? കാരണം മൊബിലിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു VD/E ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ കറണ്ട് ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്, കറണ്ട് ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു മൊബിലിറ്റി. ശരിയാണോടെ? ഓക്കെ, മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ആരെക്കാളും കൂടുതലാണ്, മൊബിലിറ്റി ഓഫ് ഹോളിനേക്കാളും കൂടുതലാണ്. മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ എച്ച് എന്നാണ്. മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ മൊബിലിറ്റി ഓഫ് ഹോൾ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും കറണ്ട് ത്രൂ എന്ത് ടൈപ്പാണ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ത്രൂ പി ടൈപ്പ് സെമി കണ്ടക്ടർ. IN ഈസ് ഗ്രേറ്റർ ദാൻ IP. അപ്പോൾ കറണ്ട് ത്രൂ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കറണ്ട് ത്രൂ പി ടൈപ്പ് സെമി കണ്ടക്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അപ്പോൾ ആൻസർ കറണ്ട് ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് A and B. Identify the correct answer. A Zener diode is connected in forward bias when used as a voltage regulator. Okay, നമുക്കറിയാം സെനർ ഡയോഡ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ റിവേഴ്സ് ബയാസിംഗ് ആണ് അതിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് എ PN ജംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ 0.1 വോൾട്ട് ടു 0.7 വോൾട്ട്. അത് ശരിയാണ്, ശരിയല്ലേടെ? അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം
ഇത് ഫോർവേഡ് ബയാസിലല്ല കണക്ട് ചെയ്യുന്നത്, റിവേഴ്സ് ബയാസിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശരിയാണോ ഇവിടെ? രണ്ടാമത് ഏത് ശരിയാണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ ബാരിയർ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്ന ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. ഓക്കെ, അപ്പോൾ എ ശരിയും ബി തെറ്റുമാണ്. അപ്പോൾ ആൻസർ ഈസ് എ ഈസ് കറക്റ്റ് ആൻഡ് ബി ഈസ് ഇൻകറക്റ്റ്. സോറി, എ ഈസ് ഇൻകറക്റ്റ് ആൻഡ് ബി ഈസ് കറക്റ്റ്. എ തെറ്റല്ലേ, ബി ശരിയും. അപ്പോൾ എ ഈസ് ഇൻകറക്റ്റ് ആൻഡ് ബി ഈസ് കറക്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dielectric substance are the substance having zero dipole moment, acquire dipole moment only when magnetic is absent, acquire a dipole moment only in the presence of electric field due to displacement of charges, having a permanent electric dipole moment. അപ്പോൾ നമുക്കറിയാം ഒരു ഡൈഇലക്ട്രിക്കിനെ എവിടെ കൊണ്ടുവയ്ക്കുകയാണ്? ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുമ്പോൾ മാത്രമാണ് അതിന് എന്തുണ്ടാവുന്ന? ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവുന്നത്. ചിലപ്പോൾ ആ ഡൈഇലക്ട്രിക് കമ്പോസ് ചെയ്തിരിക്കുന്ന മോളിക്യൂൾസിന് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കാം, പക്ഷേ തെർമൽ അജിറ്റേഷൻ മൂലം അത് റാൻഡമായി ഓറിയൻറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നെറ്റ് ഡൈപോൾ മൊമെൻ്റ് 0 ആണ്. ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഇലക്ട്രിക് മോളിക്യൂൾസ് എല്ലാം പരസ്പരം റീഅറേഞ്ച് ചെയ്യും. അക്വയർ ഡൈപോൾ മൊമെൻ്റ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ചാർജസ്. ഓക്കെ, അപ്പോൾ ചാർജ് ഡിസ്പ്ലേസ് മൂലം അതൊരു ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ മൊമെൻ്റ് അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആബ്സെൻസിൽ എന്താണ്? പോളാർ മോളിക്യൂൾ ഉണ്ടായാലും നോൺ പോളാർ മോളിക്യൂൾ ഉണ്ടായാലും ഡൈഇലക്ട്രിക് ആയാലും നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആണ്. ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ദ മോളിക്യൂൾ ഓർ ഡൈഇലക്ട്രിക് അറ്റൈൻസ് എ ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? ഫ്രം എ സർക്കുലർ റിംഗ് ഓഫ് മാസ് m ആൻഡ് റേഡിയസ് r and arc corresponding to 120 degree sector is removed, the moment of inertia of the remaining part of the ring about an axis passing through the center of the ring and perpendicular to the plane of the ring is k times mr square. Then the value of k is. Okay, അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ എന്താ തന്നിരിക്കുന്നത്? ഒരു റിംഗ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഇതാണ് നമ്മുടെ റിംഗ് എന്ന് പറയുന്നത്. കണ്ടോടെ? ഓക്കെ, ഈ റിങ്ങിൻ്റെ ഒരു സെക്ടർ അങ്ങ് കട്ട് ചെയ്ത് കളയാണ്. കണ്ടോ? എത്ര ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന സെക്ടറാണ്? 120 ഡിഗ്രി ആംഗിൾ ആണ്. ശരിയാണോ ഇവിടെ? ഓക്കെ ആണോ? അപ്പോൾ ഒരു സിമെട്രിക് ആയിട്ടാണ് റിമൂവ് ചെയ്തിരിക്കുന്നത്. ശരിയാണോ? അപ്പോൾ ഒരു 120 ഡിഗ്രി സെക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മാസ് m ആണ് എങ്കിൽ എത്ര ഭാഗം പോയി കാണും? 1/3 m പോയി കാണും. കാരണം എന്താ? ഈ ഇതിനെ 120 ആയിട്ട് ഈക്വലായി ഡിവൈഡ് ചെയ്താൽ 3 സെഗ്മെൻ്റ് ആയി കിട്ടും. ശരിയാണോ? അതിൽ ഒരു പാർട്ട് പോയി. അപ്പോൾ എത്ര പാർട്ട് റിമെയിൻ ചെയ്യുന്നുണ്ട്? 2/3 m മാസ് ഇതിനകത്ത് റിമെയിൻ ചെയ്യുന്നുണ്ട്. 1/3 മാസ് പോയി. ശരിയാണോ? ഇവിടെ ഒരു സിമെട്രിക് ആയിട്ട് റിമൂവ് ചെയ്തുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു വാട്ട്? എത്ര മാസ് റിമെയിൻ ചെയ്യുന്നുണ്ട്? 2/3 മാസ് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2/3 m ഇൻറ്റു r സ്ക്വയർ എന്ന് എഴുതാം. ശരിയാണോ ഇവിടെ? ഓക്കെ, അപ്പോൾ mr സ്ക്വയറിനോടൊപ്പം വരുന്ന ആ നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ mr സ്ക്വയറിനോടൊപ്പം വരുന്ന നമ്പർ 2/3 ആണ്. ഓക്കെ, 120ലാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ 120 ഇവിടെ ഈക്വൽ ആയിട്ട് 120 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 120 120 120 360. അപ്പോൾ അതിൽ ഒരു പാർട്ടാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ റിമൈനിങ് പാർട്ട് എത്രയാണ് എടുക്കട? 1/3 മാസ് റിമൂവ് ചെയ്താൽ റിമൈനിങ് പാർട്ട് 2/3 m ആണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 2/3 mr സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ k ഈസ് 2/3. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ടർ ഫോൾസ് ഫ്രം എ ഹൈറ്റ് ഓഫ് 100 meter at the rate of 10 kilogram per second to operate a turbine. The loss due to frictional force is 20% of the input energy. How much power is generated by the turbine? Okay, അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര മാസ് വീഴുന്നു എന്ന് പറയുന്നത് 10 kilogram per second. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഡെലിവറി ചെയ്യപ്പെടുന്ന എനർജിയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? പവർ. ആ പവറിൻ്റെ എത്ര പെർസെൻറ്റേജ്? 20% നഷ്ടമാകുന്നു. എത്ര പെർസെൻറ്റേജ് എടുക്കാൻ പറ്റൂ? 80% ആണ് നമുക്ക് കിട്ടുന്നത്. ശരിയാണോ ഇവിടെ? അപ്പോൾ നമുക്ക് പവർ എഴുതാം. പവർ P അല്ലെങ്കിൽ അപ്പോൾ പവർ P ഈസ് ഈക്വൽ ടു mgh/t. ഓക്കെ, ഇവിടെ m/t ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇൻറ്റു gh എന്നാണ്. സാധാരണ ഒരു സെക്കൻഡിൽ ഡെലിവർ ആവുന്ന എന്താണ് മാസ് ആണ് തന്നിരിക്കുന്നത്. എത്രയാ? m/t ഈസ് 10. g എത്രയാണ്? ജിയും 10. ഓക്കെ, എത്ര ഹൈറ്റിൽ നിന്നാണ് വീഴുന്നത്? 100 meter ഹൈറ്റിൽ നിന്നാണ് വീഴുന്നത്. ശരിയാണോ ഇവിടെ? അപ്പോൾ എത്ര കിട്ടൂടാ? 10 ഇൻറ്റു എത്രയാണ്? 10 raised to ഇത് 100 10 raised to 4 എന്ന് കിട്ടും. കിട്ടൂലേ? 10 raised to 4 എന്ന് കിട്ടി. ഓക്കെ,
അതിൽ എത്ര പെർസെൻറ്റേജ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന് 20% ഫ്രിക്ഷണൽ എനർജിയായി പോകുന്നുണ്ട്. ബാക്കി എത്ര കിട്ടൂടാ 80%. അപ്പോൾ നമുക്ക് എന്തെഴുതാടാ 80 അപ്പോൾ 80% കിട്ടുമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവർ P ഡാഷ് ഈസ് ഈക്വൽ ടു 10⁴ ഇൻറ്റു 0.8. ഓക്കെ, അപ്പോൾ ആൻസർ 8 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. അതായത് 8 കിലോ വാട്ട് എന്നാണ്. ശരിയാണോ? അപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവർ 8 കിലോ വാട്ടാണ്. ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, a linear aperture whose width is 0.02 centimeter is placed immediately in front of a lens of focal length 60 centimeter. Okay, aperture is illuminated normally by a parallel beam of wavelength 5 into 10⁻⁻5 centimeter. The distance of the first dark band ആണ്, bank of the diffraction pattern from the center of the screen is. Okay, അപ്പോൾ നമ്മൾ ഇത് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് സെൻട്രൽ ബാൻഡിൻ്റെ വിഡ്ത്ത് അതിൻ്റെ ഹാഫാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഒരു സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേണിൽ സെൻട്രൽ ബാൻഡിൻ്റെ ഹാഫ് വിഡ്ത്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ബാൻഡിൻ്റെ ഹാഫ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എഫ് ലാംഡ ഡിവൈഡഡ് ബൈ ഡി എന്നാണ്. ഓക്കെ, ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ ബാൻഡ് 2f ലാംഡ ബൈ ഡി ആണ്. അതിൻ്റെ ഹാഫ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. കാരണം സെൻട്രൽ മാക്സിമത്തിൽ നിന്നും ഫസ്റ്റ് മിനിമം വരെയുള്ള ദൂരമാണ് എന്ത് പറയുന്ന ഹാഫ് വിഡ്ത്ത് എന്ന് പറയുന്നത് എഫ് ലാംഡ ബൈ ഡി ആണ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരി, ഇവിടെ എഫ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എഫ് എത്രയുടെ 60 ഇൻറ്റു 10⁻². ശരിയാണോ? ഇവിടെ എഫ് ഈ 60 ഇൻറ്റു 10⁻². ഓക്കെ, ലാംഡ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലാംഡ 5 ഇൻറ്റു 10⁻⁻7 മീറ്റർ ആണ്. കാരണം 5 ഇൻറ്റു 10⁻² സെൻറ്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ഡി എത്രയുടെ 0.02 ഇൻറ്റു 10⁻² മീറ്റർ ആണ്. ഓക്കെ, ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0.415 സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 0.15 സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ for a given circuit, the input digital signal are applied at the terminals A, B and C. What would be the output at the output terminal Y? Okay, output terminal എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഔട്ട്പുട്ട് ടെർമിനലിലെ എന്താണ് സിഗ്നലാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണോ? ഇവിടെ ഇൻപുട്ട് സിഗ്നൽ നമുക്ക് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് ടെർമിനൽ എന്താണ് വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണോ? അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ആക്റ്റീവ് ആണ് എങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ആക്റ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇൻപുട്ടുകളെല്ലാം 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്തായി മാറും? 1 ആയി മാറും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ആക്റ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഏതെങ്കിലും എല്ലാ ഇൻപുട്ടുകളും 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആവും. ശരിയാണോ? ഇവിടെ അപ്പോൾ ഇങ്ങോട്ട് നോക്കൂ. ഫസ്റ്റ് നമുക്ക് ഈ ടൈം ഡയഗ്രാം നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? എയിൽ ഇതെല്ലാം മാക്സിമത്തെ കാണിക്കുന്നത്, ഇത് മിനിമത്തെ എയുടെ. ഓക്കെ, ഇത് ബിയുടെ മാക്സിമത്തെയും ബിയുടെ മിനിമത്തെയും, ഇത് സിയുടെ മാക്സിമത്തെയും മിനിമത്തെയാണ് കാണിക്കുന്നത്. ശരിയാണോ? ഇവിടെ അപ്പോൾ T1 to T2 എ മാക്സിമം ആണ്. ഓക്കെ, ഇത് മാക്സിമം ആണ്, എ മാക്സിമം ആണ്. T1 to T2 ബിയും മാക്സിമം ആണ്. അപ്പോൾ ഇവിടെയും മാക്സിമം ഇവിടെയും മാക്സിമം. ഇതൊരു ആൻഡ് ഗേറ്റ് ആയതുകൊണ്ട് ഔട്ട്പുട്ടിൽ 1 ആണ് കിട്ടുന്നത്. ശരിയാണോ? ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിൽ 1 കിട്ടും. ശരിയാണോ? ഇവിടെ അടുത്ത ഇവിടെ ഇതൊരു ഓർ ഗേറ്റ് ആയത്. ഇപ്പോൾ സി മിനിമം ആണ്. അപ്പോൾ സി മിനിമം ഇവിടെ 0 ആയി കിട്ടുന്നത്. പക്ഷേ ഇത് ആക്റ്റീവ് ആയതുകൊണ്ട് 1 0. അപ്പോൾ ഇവിടെ എന്ത് കിട്ടൂടാ? 1 കിട്ടും. അതിന് എന്ത് ചെയ്യാണ്? ഇത് എന്ത് ഗേറ്റാണ്? നോർ ഗേറ്റ് ആണ്. അതിന് ഓർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? 0 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ ഇതിൽ ഏത് ഇൻപുട്ട് ആക്റ്റീവ് ആണെങ്കിലും ഔട്ട്പുട്ട് എന്തായിരിക്കും? 0. ഒരു ഇൻപുട്ടും ആക്റ്റീവ് ആവാത്ത സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കും? 1. ഇവിടെ നോക്കൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതോ ഒരു സമയത്ത് മാത്രമേ എല്ലാ ഇൻപുട്ടുകളും ആക്റ്റീവ് അല്ലാതായി മാറൂ. ഇവിടെ T4 to T5 എല്ലാ ഇൻപുട്ടുകളും 0 ആണ്. അങ്ങനെ എല്ലാ ഇൻപുട്ടുകളും 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്ത് കാണിക്കണം? മാക്സിമം. അങ്ങനെ കാണിക്കുന്ന ഒരേ ഒരു ഫിഗർ ഇത് മാത്രമേ ഉള്ളൂ. കാരണം T4 to T5 എല്ലാ ഇൻപുട്ടുകളും 0 ആണ്. എല്ലാ ഇൻപുട്ടുകളും 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്ത് കാണിക്കുകയാണ്? മാക്സിമം കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 2. Clear? Then a ball of mass
100 gram is dropped from a height 9.8 meter, strikes the ground and rebound half of the initial height. If the contact time with the ground is 1 millisecond, then the magnitude of force applied by the ground on the ball is. അപ്പോൾ എന്താ പറയുന്നത് നമ്മുടെ പ്രോബ്ലത്തിൽ ഒരു ബോള് എന്ത് ചെയ്യാണ് എത്ര ഹൈറ്റിൽ നിന്നും 9.8 മീറ്റർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വരാണ്. ഇതാണ് നമ്മുടെ ബോള്. ആ ബോൾ 9.8 മീറ്റർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വരാണ്. ഓക്കെ, അതിനുശേഷം ഇത് റീബൗണ്ട് ചെയ്യാണ്. ഇവിടെ വന്ന് ഇടിച്ചതിന് ശേഷം അത് റീബൗണ്ട് ചെയ്ത് മുകളിലേക്ക് പോവാണ്. എത്ര ഹൈറ്റ്? 9.8/2 ഹൈറ്റ് മുകളിലേക്ക് പോവാണ്. ഓക്കെ, ഇത് ഗ്രൗണ്ടിൽ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന സമയം ഡെൽറ്റ ടി എന്ന് പറയുന്നത് 1 മില്ലി സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെലിവറി ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണോ? അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്ക് ഒരു മൊമെൻ്റം ഉണ്ട്, അത് നമുക്ക് MV എന്ന് പറയാം. തിരിച്ചു പോകുന്ന മൊമെൻ്റം -MV എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഉണ്ടാവുന്ന ഇങ്ങോട്ട് വരുന്ന മൊമെൻ്റം MV, തിരിച്ചു പോകുന്ന മൊമെൻ്റം ഇത് MV1, ഇത് MV2. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻ്റം ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു വാട്ട്? തിരിച്ചു പോകുന്നതിന് പോസിറ്റീവായിട്ട്, ഇങ്ങോട്ട് വരുന്നതിന് നെഗറ്റീവായിട്ട് എടുക്കാം. MV2 മൈനസ് MV1. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടൂടാ? 2m × V2 + V1 എന്ന് കിട്ടും. ശരിയാണോ? ഇനി നമുക്ക് ഈ V2ഉം V1ഉം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V2 എത്രയാണെന്ന് നമുക്കറിയാം. താഴ്ന്ന് H ഹൈറ്റിൽ നിന്നാണ് വീഴുന്നത്. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു വാട്ട്? 2GH എന്നാണ്. ഓക്കെ, ഇവിടുത്തെ H എത്രയ്ക്ക് ഈക്വൽ ആണ്? G 9.8ന് ഈക്വൽ ആണ്. അപ്പോൾ 2 × G² എന്ന് എഴുതാം. ആൻസർ ഈസ് √2G എന്ന് കിട്ടും. ശരിയല്ലേ? സിമിലർലി V2 കണ്ടുപിടിക്കണം. V2 എത്രയാണ്? V2 എത്ര ഹൈറ്റിലേക്കാണ് തിരിച്ചു പോകുന്നത്? 9.8ൻ്റെ ഹാഫ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം V × √G × വാട്ട്? Hന് പകരം G/2. അപ്പോൾ ആൻസർ ചെയ്താൽ G എന്ന് കിട്ടും, V2. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2 × എത്ര മാസ? 100 ഗ്രാം. അപ്പോൾ 2 × 100 × 10⁻³ ഇൻറ്റു എത്രയാണ്? √2 + 1 × G. ഇതാണ് ഡെലിവറി ചെയ്യുന്ന മൊമെൻറ്റം. എത്ര സമയത്തേക്കാണ് മൊമെൻറ്റം ഡെലിവറി ചെയ്യുന്നത് അല്ലെങ്കിൽ കോണ്ടാക്ട് വരുന്നത്? 1 സെക്കൻഡിൽ. അങ്ങനെയാണെങ്കിൽ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് P ഈസ് ഈക്വൽ ടു ഡെൽറ്റ P/Δt. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്താൽ എന്ത് കിട്ടൂടാ? 2 × 100 × 10⁻³ ഇൻറ്റു √2 + 1 × 9.8 ഡിവൈഡഡ് ബൈ 1 millisecond, ദാറ്റ് ഈസ് 1 × 10⁻³ ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 2352 എന്ന് പറയുന്ന ആൻസറാണ്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതവിടെ a uniform rod of length 200 cm and mass 1 kg is balanced on a wedge placed at a 50 cm mark. A mass of 4 kg is suspended from the rod at a 25 cm. Another unknown mass M is suspended from the rod at a 150 cm mark as shown the figure. Find the value of M such that rod is in equilibrium. Okay, ഇവിടെ റോഡ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണോ? ഇവിടെ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഈ റോഡിന് ഒരു മാസ് ഉണ്ട്. ശരിയാണോ? ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ റോഡിൻ്റെ മാസ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഓക്കെ, ഇപ്പോൾ ഈ റോഡിനൊരു മാസ് ഉണ്ട്. അതുകൊണ്ട് മാസ് ഉള്ളതുകൊണ്ട് ഈ റോഡിൻ്റെ വെയിറ്റ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും? താഴേക്ക് ആക്ട് ചെയ്യും. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് സിമെട്രിക് ബാർ ആയതുകൊണ്ട് ഇതിൻ്റെ നീളം എത്രയാണ്? 200 cm ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? 100-ലായിരിക്കും. 100-ൽ നിന്നും അതിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. ഇതിന് എത്ര വെയിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്? 1 കിലോഗ്രാം. ശരിയാണോ? ഇവിടെ അപ്പോൾ 1 കിലോ ഇൻറ്റു അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ വെയിറ്റിനെ നമുക്ക് M1 എന്ന് വിളിക്കാം. M1G താഴേക്ക് ആക്ട് ചെയ്യും. ഓക്കെ, ഓക്കെ ആണോ? ഇവിടെ
അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഇതാണ് ആ പിവറ്റിംഗ് പോയിന്റിൽ നിന്നുണ്ടാവുന്ന ടോട്ടൽ മൊമെന്റ് എപ്പോഴും 0 ആയിരിക്കണം. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ പിവറ്റിംഗ് പോയിന്റിൽ നിന്ന് നമുക്ക് ഇവൻ്റെ മൊമെന്റ് എഴുതാം. എത്രയാണ് ഇവൻ്റെ മൊമെന്റ്? ഇത് 50 സെൻറ്റിമീറ്ററിലാണ് ആ പിവറ്റിംഗ് പോയിന്റ് ഉള്ളത്. അവിടെ നിന്ന് എത്ര അകലത്തിലാണ്? 25 സെൻറ്റിമീറ്ററാണ് 4 കിലോഗ്രാം ഇരിക്കുന്നത്. അപ്പോൾ 4 ഇൻറ്റു വാട്ട്? 4 ഇൻറ്റു 25. മൊമെന്റ് ഓഫ് മാസ് എഴുതാണ് 4 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു ഇവനൊരു മൊമെന്റ് ഓഫ് മാസ് ഉണ്ട്. അതെങ്ങനെ എഴുതാം? m1 ഇൻറ്റു എത്ര അകലത്തെ ഇരിക്കുന്നത്? ഇത് 100 ആണ്. ഇവിടെ വരുന്ന 100 ആണ്, 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് എത്ര അകലത്തിലാണ്? ഇൻറ്റു 50. ഓക്കെ, പ്ലസ് ഇനി ഇവന് ഒരെണ്ണം ഉണ്ട്. എത്രയാണ്? അത് m ആണ്. എത്ര അകലത്തിലായിരിക്കുന്നത്? ഇത് 50 ആണെങ്കിൽ ഈ ദൂരം 100 ആയിരിക്കും. ഓക്കെ, ഈ m1ൻ്റെ വാല്യൂ നമുക്കറിയാം. m1ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 50 പ്ലസ് എത്രയുടെ m ഇൻറ്റു 100. നമുക്ക് m ആണ് വേണ്ടത്. അപ്പോൾ m വേണമെങ്കിൽ നമുക്ക് ഇതിപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് കിട്ടൂടാ? 4 ഇൻറ്റു 25 ഈസ് 100. 100 മൈനസ് 50 ഈസ് ഈക്വൽ ടു m ഇൻറ്റു 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 100 മൈനസ് 50 എന്ന് പറയുന്നത് 50 ആണ്. 50 ഈസ് ഈക്വൽ ടു 100 m എന്ന് കിട്ടും. ദെൻ വാട്ട് ഈസ് m? m ഈസ് ഈക്വൽ ടു 50/100 which is equal to 1/2. Okay, the answer is 1/2 kilogram. Clear? Clear anode? Then next question. Okay, a point object is placed at a distance 30 centimeter from a convex lens of focal length 50 centimeter. If a plane mirror were put perpendicular to the principal axis of the lens and at a distance 30 centimeter from it, the final image would be formed at a distance of. പിന്നോട്ട് നോക്കണേ, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. സോറി, പോയിന്റ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 30 സെൻറ്റിമീറ്റർ. നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 50 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമ്മളുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? 2f സെപ്പറേഷനിലാണ്. എത്രയാണ്? 2fലാണ് വച്ചിരിക്കുന്നത്. ശരിയാണോ? അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് AB ഇരിക്കുന്നത് എവിടെയാണ്? 2fലാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ലെൻസിൻ്റെ 2f അകലെ വച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ തന്നെ ഉണ്ടാവും? 2f ദൂരത്ത് തന്നെ ഉണ്ടാവും. എങ്ങനെയുള്ള ഇമേജ്? സെയിം സൈസും ഇൻവേർട്ടഡുമായൊരു ഇമേജ്. അങ്ങനെയാണെങ്കിൽ ലെൻസിൻ്റെ ഇപ്പുറത്തെ സൈഡ് റിയൽ ആയ ഒരു ഇമേജ്, സെയിം സൈസുള്ള റിയൽ ഇമേജ് ഫോം ചെയ്യും. എത്ര അകലത്തിൽ തന്നെ? 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 30. ഇവിടുത്തെ 30 വരണമെങ്കിൽ ഇവിടെ ഒരു 10 സെൻറ്റിമീറ്റർ സെപ്പറേഷനിൽ ആരുണ്ടാവും? നമ്മുടെ ഇമേജ് A', B'. ഓക്കെ, ഈ A', B' എന്ന് പറയുന്ന ഇമേജ് ഇവനൊരു വിർച്വൽ ഒബ്ജക്റ്റ് പോലെ ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ മിറർ എത്ര പിറകിലായിട്ട്? ഈ മിററിൻ്റെ ഇവിടെ നിന്ന് 10 സെൻറ്റിമീറ്റർ അകലെയാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ മുന്നിലായിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. എന്താ? A', B'. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? 10 സെൻറ്റിമീറ്റർ ഫ്രം ദ പ്ലെയിൻ മിററിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ. എങ്ങനെയുള്ള ഇമേജാണ് ഉണ്ടാവുന്നത്? ഒരു വിർച്വൽ ഇമേജാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ മിറർ ഒരു വിർച്വൽ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആൻസർ ഈസ് 10 സെൻറ്റിമീറ്റർ ഫ്രം ദ പ്ലെയിൻ മിറർ. ഇറ്റ് വുഡ് ബി എ വിർച്വൽ ഇമേജ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A step-down transformer connected to an AC main supply of 220 volt is made to operate 88 watt lamp. If the current flows through the lamp is 4 ampere, then what is the current in primary circuit? Ignoring power loss in the transformer. അപ്പോൾ ഇവിടെ പവർ ലോസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വൽ ടു വാട്ട്? ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് പവർ എന്നാണ്. ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും ഈക്വൽ ആയിരിക്കും. ശരിയാണോ? ഇവിടെ എത്ര ഔട്ട്പുട്ട് പവർ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്? 88 വാട്ടാണ് ഔട്ട്പുട്ട് പവർ കിട്ടുന്നത്. ശരിയാണോ? നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണ്? അപ്പോൾ ഇൻപുട്ട് പവർ നമുക്ക് ഇങ്ങനെ എഴുതാം, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് എഴുതാം. ശരിയാണോ? നമുക്ക് വേണ്ടത് പ്രൈമറിയിലുള്ള കറണ്ടാണ് വേണ്ടത്. ദെൻ വാട്ട് ഈസ് കറണ്ട് ഇൻ പ്രൈമറി? അതായത് I ആണ് വേണ്ടത്. ദെൻ വാട്ട് ഈസ് I ഈസ് ഈക്വൽ ടു വാട്ട്? 88 ഡിവൈഡഡ് ബൈ V എന്നാണ്. 88 ഡിവൈഡഡ് ബൈ V, ദാറ്റ് ഈസ് 88 ഡിവൈഡഡ് ബൈ 220. ഓക്കെ ആണോ? 88 ഡിവൈഡഡ് ബൈ 220. അപ്പോൾ ചെയ്താൽ എന്ത് കിട്ടൂടാ? 88 ഡിവൈഡഡ് ബൈ 22 ഇൻറ്റു 10. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടൂടെ? 4/10. ആൻസർ ഈസ് 0.4 ആംപിയർ. ഓക്കെ, ആൻസർ ഈസ് 0.4 ആംപിയർ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Okay, 4 resistors having resistance R1, R2, R3 and R4 are connected as shown figure. Okay, in the given circuit, the ratio of I1 by I4 of the current in terms of resistance used in circuit is. ഇവിടെ കറണ്ട് ഡിവിഷനാണ് നടക്കുന്നത്. അപ്പോൾ കറണ്ട് ഡിവിഷൻ ഫോർമുലയ്ക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് I4 എഴുതാൻ പറ്റും. I4ൽ നമുക്ക് ആൻസർ എഴുതാം. എന്താ ആൻസർ ഈസ് ഡയറക്റ്റ് കറണ്ട് ഡിവിഷൻ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസ് എന്താണ് R3 R4 പ്ലസ് R2 R4 പ്ലസ് R2 R3 ഡിവൈഡ് ബൈ R1 R2 R3. അതായത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാൻ പറ്റും? I1 ഈസ് ഈക്വൽ ടു സംതിങ് അല്ല I4 ഈസ് ഈക്വൽ ടു ഇതുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാം. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഡിവിഷൻ ഫോർമുലയിൽ നിന്ന് I1 ബൈ I4 ഈസ് R3 R4 പ്ലസ് R2 R4 പ്ലസ് R3 R2 ഡിവൈഡഡ് ബൈ R2 R3 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An air column closed at one end and open at other resonate with a tuning fork when the smallest length of the column is 50 cm. Then the next largest length of the column resonating with the same tuning fork is. അപ്പോൾ ഇതെന്ത് കോളം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? an air column closed at one end. അപ്പോൾ ഒരു എയർ കോളമാണ്. എങ്ങനെയുള്ള എയർ കോളം? ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആണ്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആകുമ്പോൾ എന്ത് ഫ്രീക്വൻസീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള? ഓഡ് ഫ്രീക്വൻസീസ് അല്ലേ? 1:3:5:7 എന്നാണ്. ശരിയാണോ? ഇവിടെ അല്ല, ഏറ്റവും ലോവസ്റ്റ് ലെങ്ത് 50 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഹയസ്റ്റ് ലെങ്ത് എത്രയാണെന്നാണ്. അതായത് അടുത്ത ലെങ്ത് വരണമെങ്കിൽ 50 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3. 50യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന 350 എന്നാണ്. അപ്പോൾ നെക്സ്റ്റ് ഹയസ്റ്റ് ലെങ്ത് വരുന്നത് 350 എന്നാണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, a particle of mass m is projected with the velocity v is equal to ve by n from the surface of earth. Then the maximum height of the surface reached by the particle is. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യാണ്. അങ്ങനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എത്ര വേഗത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന പറയുന്നത്? v വേഗത്തിൽ. ആ v എന്ന് പറയുന്നത് ve by n ആണ്. അപ്പോൾ ve എന്ന് പറയുന്നത് എക്സ്കേപ്പ് സ്പീഡാണ്. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം, half mv square is equal to half mv square minus g capital M small m divided by r. എത്ര ഹൈറ്റിൽ എത്തുമെന്നാണ് പറയുന്നത്? g capital M small m divided by r plus h ഹൈറ്റിൽ. ശരിയാണോ? അവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി 0. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി ടൈം ഇല്ല. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, half mv square is equal to what? ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ g capital M small m divided by r minus g capital M small m divided by r plus h എന്നാണ്. ഓക്കെ ആണോ? രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ടെന്ന g capital M small m divided by r നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ എന്ത് കിട്ടൂടാ? 1 minus 1 by 1 plus h by r എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ നമുക്ക് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി എന്ന് പറയുന്ന എസ്കേപ്പ് സ്പീഡാണ്. എസ്കേപ്പ് സ്പീഡിന് നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താ എസ്കേപ്പ് സ്പീഡിൻ്റെ ഇക്വേഷൻ? വി എസ്കേപ്പ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2gm by r ആണ്. ശരിയാണോ? ഇവിടെ അപ്പോൾ അതിവിടെ കൊടുത്താൽ എന്ത് കിട്ടൂടാ? വി സ്ക്വയർ എന്നാണ്. അപ്പോൾ എന്ത് കിട്ടും? ഇൻറ്റു 2gm by r, പിന്നെ ഒരു എന്നും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ n സ്ക്വയർ, കാരണം v ഈസ് ഈക്വൽ ടു ve by n ആണ്. അപ്പോൾ ഇവിടെ ഈ 2ഉം കട്ടായിപ്പോയി. ഇക്വേഷൻ g ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ r ഇൻറ്റു n സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു g ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ r ഇൻറ്റു 1 മൈനസ് 1 ബൈ 1 പ്ലസ് h ബൈ r എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഇവനെയും കട്ടായി കളഞ്ഞു, ആറും കട്ടായി കളഞ്ഞു. ശരിയാണോ? ഇവിടെ നമുക്ക് h ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് എഴുതാം 1 by n സ്ക്വയർ ഈസ് ഈക്വൽ ടു വാട്ട്? ഇവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് h ബൈ ആർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് h ബൈ ആർ. ഓക്കെ, അവിടെ നിന്ന് 1 by n സ്ക്വയർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മോഡിഫൈ ചെയ്താൽ മതി. 1 by n സ്ക്വയർ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. 1 by n സ്ക്വയർ ഈസ് ഈക്വൽ എന്ത് എഴുതാം? 1 മൈനസ് 1 ബൈ 1 പ്ലസ് h ബൈ ആർ എന്ന് എഴുതാം. അവിടെ നിന്ന് ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 1 by 1 പ്ലസ് h ബൈ ആർ ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ n സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 by 1 പ്ലസ് h ബൈ ആർ ഈസ് ഈക്വൽ ടു n സ്ക്വയർ മൈനസ് 1 ബൈ n സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്കിങ്ങനെ എഴുതാം 1 പ്ലസ് എച്ച് ബൈ ആർ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് വേണ്ടത് എച്ച് ബൈ എച്ച് ആണ്. അപ്പോൾ 1 പ്ലസ് എച്ച് ബൈ ആർ ഈസ് ഈക്വൽ ടു എന്താണ് എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഫ്രം ദെയർ എച്ച് ബൈ ആർ ഈസ് ഈക്വൽ ടു വാട്ട് എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 1 മൈനസ് 1. ഓക്കെ, അപ്പോൾ ചെയ്താൽ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് എൻ സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്താണ് എൻ സ്ക്വയർ മൈനസ് 1. അപ്പോൾ എച്ച് ബൈ ആർ ഈസ് ഈക്വൽ ടു 1 ബൈ എൻ സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. നമുക്ക് വേണ്ട എച്ച് ആണ്. എച്ച് ഈസ് ഈക്വൽ ടു വാട്ട് എച്ച് ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്താണ് എച്ച് ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ മൈനസ് 1. Okay, then next question. A potential of a dropper is 1600 volt. If the dropper is split into 64 drops, then to calculate the potential of the smaller drop is. അപ്പോൾ നമുക്കറിയാം ലാർജർ ഡ്രോപ്പിൻ്റെയും സ്മോളർ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള റിലേഷൻ എന്താ? പൊട്ടൻഷ്യൽ ഓഫ് ലാർജർ ഡ്രോപ്പ് വി ഈസ് ഈക്വൽ ടു എൻ റൈസ് ടു 2/3 ഇൻറ്റു പൊട്ടൻഷ്യൽ ഓഫ് സ്മോളർ ഡ്രോപ്പ്. ശരിയാണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട പൊട്ടൻഷ്യൽ ഓഫ് സ്മോളർ ഡ്രോപ്പാണ്. സ്മോള് ലാർജ്. ഓക്കെ, ലാർജ് ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1600. ഓക്കെ, എൻ എത്രയാണ് തന്നിട്ടുണ്ട്? 64 ഡ്രോപ്പാണ്. അപ്പോൾ ഇവിടെ കൊടുത്താൽ എന്ത് കിട്ടൂടാ? 1600 ഈസ് ഈക്വൽ ടു 64 ദ ഹോൾ റൈസ് ടു 2/3 ഇൻറ്റു വി സ്മോൾ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ചെയ്താൽ എത്ര കിട്ടൂടെ? ഇത് ക്യൂബ്. അപ്പോൾ 16 എന്ന് കിട്ടും. 16 ഇൻറ്റു വി സ്മോൾ എന്ന് കിട്ടും. ശരിയാണോ? 64 ദ ഹോൾ റൈസ് ടു 2/3 ചെയ്താൽ ഇങ്ങനെ കിട്ടും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് വി സ്മോൾ? വി സ്മോൾ ഈസ് ഈക്വൽ ടു 1600 ഡിവൈഡഡ് ബൈ 16. അപ്പോൾ ആൻസർ ഈസ് 100 വോൾട്ട്. ആൻസർ ഈസ് 100. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സീരീസ് LCR സർക്യൂട്ട് കണ്ടെയ്നിങ് 5 Henry inductor, 20 microfarad capacitor and 500 ohm resistor is connected to a 230 volt variable frequency AC source. The angular frequency of the source at which power transferred to the circuit is half the power at the resonant angular frequency are likely to be. Okay, അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഹാഫ് പവർ ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എത്ര റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ? റെസൊണൻറ്റ് ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC എന്നാണ്. ശരിയാണോ? ഓക്കെ, ഇവിടെ എൽ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എൽ 1/L എത്രയാണ്? L 5 ആണ്. ശരിയാണോ? സി എത്രയാണ്? സി ഈസ് ഇവിടെ തന്നിരിക്കുന്നത് സി 20 ആണ്. അപ്പോൾ ഇൻറ്റു 20 ഇൻറ്റു 10⁻⁻⁶. ശരിയാണോ? ഓക്കെ, അപ്പോൾ ഇത് ചെയ്താൽ ഒമേഗ എത്ര കിട്ടൂടാ? 100 എന്ന് കിട്ടും. ശരിയാണോ? ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഹാഫ് പവർ ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ ഹാഫ് പവർ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ക്യൂ ഫാക്ടറാണ്. ക്യൂ ഫാക്ടറിൻ്റെ ഇക്വേഷൻ 1/R ഇൻറ്റു √L/C എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, റെസൊണൻറ്റ് ഫ്രീക്വൻസി ബൈ ബാൻഡ് വിഡ്ത്ത് എന്ന് എഴുതാം. ശരിയാണോ? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ക്യൂ ഫാക്ടർ കണ്ടുപിടിക്കാം. ക്യൂ ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഇവിടെ ആറിൻ്റെ വാല്യൂ എത്രയാണ്? ആറിൻ്റെ വാല്യൂ 50 ആണ്. അപ്പോൾ 1/50 ഇൻറ്റു L 5 ആണ്. സി എന്ന് പറയുന്നത് 20 ഇൻറ്റു 10⁻⁻⁶ ആണ്. അപ്പോൾ ക്യൂ ഫാക്ടർ കണ്ടുപിടിച്ചാൽ ക്യൂ ഫാക്ടർ 10 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ക്യൂ ഫാക്ടർ 10 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ഒമേഗ കണ്ടുപിടിക്കാം. അതായത് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാം. ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു W/Q എന്ന് കിട്ടും. ഓക്കെ, ഡബ്ല്യുവിൻ്റെ വാല്യൂ 100 ആണ്. 100/10 അപ്പോൾ എത്ര കിട്ടൂടാ? 10 എന്ന് കിട്ടും. കിട്ടൂലേ? ഓക്കെ, ക്ലിയർ? ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാഫ് പവർ ഫ്രീക്വൻസി ഇങ്ങനെ എഴുതാം. WL ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസീസ് W റെസണൻസ് മൈനസ് എന്താ ഡെൽറ്റ W/2. ഓക്കെ, W റെസണൻസ് നമുക്ക് അറിയാം എത്രയാണ്? അത് 100 ആണ്. മൈനസ് ഡെൽറ്റ W അതായത് ബാൻഡ് വിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 10/2. അപ്പോൾ ആൻസർ ഈസ് 95. ഓക്കെ,
ഇനി അപ്പർ ഹാഫ് ഓർ ഫ്രീക്വൻസി WH എഴുതാം. WH ഈസ് 100 പ്ലസ് 10/2. ആൻസർ ഈസ് 105. ഓക്കെ, അപ്പോൾ ലോവർ ഹാഫ് ഓർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? ലോവർ ഹാഫ് ഓർ ഫ്രീക്വൻസി 95ഉം അപ്പർ ഹാഫ് ഓർ ഫ്രീക്വൻസി എത്ര കിട്ടൂടാ? 105ഉം കിട്ടും. ഓക്കെ, then this is answer. Next question. Okay, a uniform conducting wire of length 12A and resistance R is wound as a current carrying coil in shape of equilateral triangle of side A and a square of side A. The same current is flowing in two coils, then the ratio of magnetic moment of the two coil is. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു വയറാണ് ഉണ്ടായിരുന്നത്. ആ വയറിനെ ആദ്യം എന്തായി ബെൻഡ് ചെയ്യാണ്? ഓക്കെ, നമ്മുടെ കയ്യിലൊരു വയറാണ് ഉണ്ടായിരുന്നത്. ആ വയറിൻ്റെ നീളം 12A ആണ്. ആ വയറിനെ ഞാൻ എന്തായിട്ട് ബെൻഡ് ചെയ്യാണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് ബെൻഡ് ചെയ്യാണ്. അതിൻ്റെ സൈഡ് ലെങ്ത് A. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ടേൺ ഉള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും ഇവിടെ? ഇത് 4 നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഏരിയ എത്രയായിരിക്കും ഇവിടെ? ഏരിയ A ഈസ് ഈക്വൽ ടു √3/4 ഇൻറ്റു A² എന്നായിരിക്കും. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ ലൂപ്പിലൂടെ കറണ്ട് പോകുമ്പോൾ ഇവനുമായിട്ട് അസോസിയേറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എത്രയായിരിക്കും ഇവിടെ? M1 ഈസ് ഈക്വൽ ടു വാട്ട്? M1 ഈസ് ഈക്വൽ ടു N ഇൻറ്റു I ഇൻറ്റു A എന്നാണ്. ശരിയാണോ ഇവിടെ? ദറ്റ് ഈസ് 4 ഇൻറ്റു √3/4 A² ഇൻറ്റു I ആണ്. ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കുമ്പോൾ അവൻ്റെ മാഗ്നറ്റിക് മൊമെന്റ്. ഇനി രണ്ടാമത്തെ കേസിൽ അവനെ ആരാക്കി മാറ്റാണ്? ഒരു സ്ക്വയർ ആക്കി മാറ്റാണ്. അങ്ങനെ സ്ക്വയർ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് സ്ക്വയർ ആക്കി മാറ്റുമ്പോൾ എത്ര ടേൺ ഉണ്ടായിരിക്കും ഇവിടെ? കാരണം സൈഡ് ലെങ്ത് A ആണെങ്കിൽ നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം 3 ആയിരിക്കും. ശരിയല്ലേ? ഏരിയ അപ്പോൾ എത്ര ആയിരിക്കും ഇവിടെ? ഏരിയ A² ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് M2 നമുക്ക് എഴുതാം. N ഇൻറ്റു I ഇൻറ്റു A എന്നാണ്. ഇവിടെ N എന്ന് പറയുന്നത് 3 ആണ്. I എന്ന് പറയുന്നത് I തന്നെയാണ്. A എത്രയാണ്? A ഈസ് A². ശരിയാണോ ഇവിടെ? അങ്ങനെയാണെങ്കിൽ M1 M2 നമുക്ക് റേഷ്യോ എടുക്കാം. അപ്പോൾ M1/M2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ? ഇവിടെ 4ഉം 4 കട്ടായി പോകും. √3 A² Iയും 3I A² നമ്മൾ റേഷ്യോ എടുത്താൽ പറയട്ടെ √3/3 എന്ന് കിട്ടും. ആൻസർ ഈസ് 1/√3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 1/√3. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് E and G respectively denote energy density and acceleration due to gravity, then E/G has dimension. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ടാളുകളാണ് ഉള്ളത്. ആരൊക്കെയാണ്? ഒന്ന് എനർജി ഡെൻസിറ്റിയും അതേപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ എനർജി ഡെൻസിറ്റി E നമുക്കിങ്ങനെ എഴുതാം. എനർജി ബൈ ഡെൻസിറ്റി ആകുമ്പോൾ എന്താണ്? വോളിയം V. ശരിയാണോ ഇവിടെ? എനർജിയുടെ ഡയമെൻഷൻ mL² T⁻² ഡിവൈഡഡ് ബൈ L³ ശരിയാണോ ഇവിടെ? ഓക്കെ, അപ്പോൾ ചെയ്താൽ എന്ത് കിട്ടൂടാ? mL⁻⁻1 T⁻². ഓക്കെ, ദെൻ പിന്നെ നമുക്ക് ആരാണുള്ളത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അവൻ്റെ ഡയമെൻഷൻ m0 L T⁻². ശരിയാണോ ഇവിടെ? നമുക്ക് എനർജിയാണുള്ളത്. എനർജിയുടെ ഇക്വേഷൻ ഡയമെൻഷൻ mL² T⁻². പിന്നെ വോളിയമാണ്. വോളിയത്തിൻ്റെ L³. ഈ L³ മുകളിൽ പോയാൽ L⁻³ എന്നാവും. അങ്ങനെയാണെങ്കിൽ L² L⁻³ ചേർന്നാൽ mL⁻⁻1 T⁻². G ആവുമ്പോൾ m0 L T⁻². നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരുടെ ഡയമെൻഷനാണ്? E/Gയുടെ ഡയമെൻഷനാണ്. ഓക്കെ, ദെൻ അപ്പോൾ ജിയുടെ ഡയമെൻഷൻ നമുക്കറിയാം. ജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ കൊടുത്താൽ എന്ത് കിട്ടും? ഇവിടെ ജിയുടെ m0 L T⁻² ആണ്. എനർജി ഡെൻസിറ്റി ഡയമെൻഷൻ നമുക്കായി. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ mL⁻⁻1 T⁻² ഡിവൈഡഡ് ബൈ m0 L T⁻² എന്നാണ്. ശരിയാണോ ഇവിടെ? അപ്പോൾ ഈ എല്ലിനെയും കൂടെ മുകളിൽ കൊണ്ടുപോയാൽ L⁻² എന്നാവും. അപ്പോൾ എന്ത് കിട്ടൂടാ? m ഇൻറ്റു
എൽ റൈസ് ടു മൈനസ് ടു ടി റൈസ് ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് എം എൽ റൈസ് ടു എന്താണ് എൽ റൈസ് ടു മൈനസ് ടു ടി റൈസ് ടു 0. അപ്പോൾ ഓപ്ഷൻ ഈസ് ഫസ്റ്റ് വൺ. ഓക്കെ, m raised to 1 l raised to minus 2 t raised to 0. Clear? Then next question. എന്താണ് two conducting circular loop of radii r1 and r2 are placed in the same plane with their centers coinciding. If r1 is greater than r2, then the mutual inductance between them will be. Okay, അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലത്തിൽ പറയുന്നത് രണ്ട് കോൺസെൻട്രിക് സർക്കുലർ ലൂപ്പുകൾ നമുക്കുണ്ടെന്നാണ് പറയുന്നത്. ശരിയാണോ? ഇവിടെ അതിൽ ഫസ്റ്റ് സർക്കുലർ ലൂപ്പിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? R2 എന്ന് വിളിക്കാം. ആ സർക്കുലർ ലൂപ്പിൻ്റെ റേഡിയസ് എത്രയാണ്? R2. സെക്കൻഡ് സർക്കുലർ ലൂപ്പിൻ്റെ റേഡിയസ് എത്രയാണ്? R1. ശരിയാണോ ഇവിടെ? ഓക്കെ, അപ്പോൾ ഇൻസൈഡിലിരിക്കുന്ന ലൂപ്പിൻ്റെ റേഡിയസ് എത്രയാണ്? R1. അപ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് I1 നമുക്ക് അസ്യൂം ചെയ്യാം. ഇൻസൈഡിലിരിക്കുന്ന ലൂപ്പിൻ്റെ ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻസൈഡിലിരിക്കുന്ന ലൂപ്പിൻ്റെ ഫ്ലക്സ് നമുക്ക് എഴുതാം. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്? B ഇൻറ്റു A എന്നാണ്. ബി എന്ന് പറയുന്ന ഇതിലൂടെ കറണ്ട്, സെക്കൻഡ് ലൂപ്പിലൂടെ കറണ്ട് പോകുന്നത് മൂലം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ μ0I ഡിവൈഡഡ് ബൈ 2r1 എന്നാണ്. ഇൻറ്റു ഇവൻ്റെ ഏരിയ പൈ r2 സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം. μ0 ബൈ 2r1 ഇൻറ്റു പൈ ഇൻറ്റു r2 സ്ക്വയർ ഇൻറ്റു I എന്ന് എഴുതാം. ഈ ഇക്വേഷനെ ആരുമായി കമ്പയർ ചെയ്യാം? ഫൈ ഈസ് ഈക്വൽ ടു LIയുമായി കമ്പയർ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് L ഈസ് ഈക്വൽ ടു μ0 പൈ r2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് μ0 പൈ r2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r1. ഓപ്ഷൻ ഈസ് 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle moving in a circle of radius r with a uniform speed take time t to complete one revolution. If this particle were projected with a 2 times the same speed at an angle theta to the horizontal, the maximum height attained by it equal to 4r. The angle of projection theta is then given by. Okay, അപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റ് എന്ത് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ ഒബ്ജക്റ്റ് ഒരു സർക്കുലാർ പാത്ത് കവർ ചെയ്യുന്നുണ്ട്. ആ സർക്കുലാർ പാത്ത് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം പീരീഡ് ടി ആണ്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടൈം പീരീഡ് ടി എത്രയാ? ടി ഈസ് ഈക്വൽ നമുക്ക് എഴുതാം 2πr/v എന്നാണ്. ശരിയാണോ? ക്ലിയർ ആണോ? ഇവിടെ ഈ സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? R, ക്യാപിറ്റൽ R എന്നാണ് പറയുന്നത്. അപ്പോൾ 2πR/v എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഈസ് v ഈസ് ഈക്വൽ ടു 2πr/t എന്ന് എഴുതാൻ പറ്റും. ശരിയാണോ? ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്ന സ്പീഡ് കിട്ടി. ഈ സ്പീഡിൻ്റെ എത്ര ടൈംസ് എന്ന് പറയുന്നത്? ഇഫ് ദ പാർട്ടിക്കിൾ വെർ പ്രൊജക്റ്റഡ് വിത്ത് 2 times ഓഫ് ദ സ്പീഡ്, ഈ സ്പീഡിൻ്റെ 2ലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ u എന്ന് പറയുന്നത് പ്രൊജക്റ്റിംഗ് സ്പീഡ് u എന്ന് പറയുന്നത് 2v ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2πr ഡിവൈഡഡ് ബൈ t ആണ്. ദാറ്റ് ഈസ് 4πr ഡിവൈഡഡ് ബൈ t എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സ്പീഡ്. ഈ സ്പീഡിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 4r. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ h ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്നാണ്. ഓക്കെ, u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്നാണ്. അപ്പോൾ നമുക്ക് h-ന് പകരം ആരെ കൊടുക്കാം? h-ന് പകരം 4r എന്ന് കൊടുക്കാം. 4r ഈസ് ഈക്വൽ ടു u-ന് പകരം ഈ വാല്യൂ. അപ്പോൾ എത്ര കിട്ടും അവിടെ? 16π സ്ക്വയർ r ബൈ ടി സ്ക്വയർ ഈസ് ഇൻറ്റു എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 8 ആണോടെ. പിന്നെ ഈ 8 എന്താ ഇവിടുത്തെ ഇതുമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും ഇവിടെ? r ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ സ്ക്വയർ. ഈ ആറും കട്ടായി പോവും. അല്ല വേണ്ട, നമുക്ക് ഇങ്ങനെ എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ജി എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണോ? ഇത് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? ജി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ആർ എന്ന് കിട്ടും. ശരിയാണോ ഇവിടെ? ഓക്കെ, ഇവിടെ ഒരു r സ്ക്വയർ ഉണ്ട്. അപ്പോൾ സ്ക്വയർ വരുന്നത് അവിടെ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ r എന്ന് കിട്ടും. ക്ലിയർ ആണോ?
അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് വാട്ട്? സൈൻ ഇൻവേഴ്സ് ജി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ആർ എന്ന് കിട്ടും. ഓക്കെ, ആൻസർ ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ജി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ആർ എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ ആണോ? അവിടെ ജി ടി സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2 ഉണ്ട്. അപ്പോൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 4. ക്ലിയർ? യെസ്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിരുന്നു തോന്നുന്നു. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വരുന്ന എക്സാം നന്നായി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ.